ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങൾക്കും കലാശക്കോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഓൾറെഡി പൊളിറ്റിക്കൽ സയൻസിൽ 9 ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമുക്ക് 10 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്. അപ്പൊ കഴിഞ്ഞ വട്ടത്തെ ലൈവ് എല്ലാവരും കണ്ടിട്ടുണ്ടാവല്ലോ. കാണാത്തവരൊന്നും അതെടുത്ത് കാണണം കേട്ടോ മക്കളെ. അപ്പൊ എല്ലാവരും വേഗം വന്നി നമുക്ക് അടിപൊളി സെറ്റ് ആക്കി 10 ചാപ്റ്റേഴ്സ് പഠിച്ചെടുക്കാം. സോ ഈ ഒരു 10 ചാപ്റ്റേഴ്സും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ കലാശക്കൊട്ട് നിങ്ങളത് കഴിഞ്ഞു. അതായത് നമ്മൾ 18 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് ടോട്ടലി പഠിക്കാനുള്ളത്. എക്സാമിനും 18 ചാപ്റ്റേഴ്സ് ആണ് വരിക. ഈ 18 ചാപ്റ്റേഴ്സ് നമ്മൾ റിവിഷൻ ചെയ്തു കഴിഞ്ഞു. ഇനിയുള്ള ദിവസങ്ങൾ വളരെ നിർണായകപ്പെട്ട ദിവസങ്ങളാണ്. അതായത് മക്കൾക്ക് എന്താണ്, എക്സാംസ് ആണ്. സോ എക്സാമിന്റെ മുന്നേ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ റിവൈസ് ചെയ്യും. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസും അതേപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ആയിട്ട് മിസ് വരും. അപ്പൊ ലൈവ് ഒന്നും മുടക്കാതെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് വേഗം വന്നേ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് എല്ലാവരും അടുത്തതായിട്ട് ചെയ്യേണ്ടത് എന്താണ്, നിങ്ങളെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ആയിട്ടും വാട്സപ്പ് സ്റ്റാറ്റസ് ഒക്കെ ആയിട്ടും ക്ലാസ്സിനെ കുറിച്ചിട്ട്, ബിക്കോസ് നിങ്ങളെ വാട്സപ്പിലൊക്കെ നിങ്ങൾക്ക് അത്രത്തോളം കോൺടാക്ട് അറിയുന്നവരാരും, ദാറ്റ് മീൻസ് നിങ്ങളെ ക്ലാസ്സിലെ സ്റ്റുഡൻസ് ഒരുപാട് ഉണ്ടാവില്ലേ, അവര് കൂടി ഈ ഒരു പൊളിറ്റിക്കൽ സയൻസിന്റെ കാര്യം അറിയട്ടെ. എസ്പെഷ്യലി ഹ്യൂമാനിറ്റീസ് കുട്ടികൾക്ക് പല ആളുകൾക്കും അറിയില്ല നമ്മുടെ സൈലത്തിൽ പൊളിറ്റിക്കൽ സയൻസ് ഉണ്ട് എന്നുള്ള വിവരം അറിയാം. സോ അങ്ങനെ കാണുന്ന ഏതെങ്കിലും മക്കൾ ഉണ്ടെങ്കിൽ ഒന്ന് വേഗം വാട്സപ്പിലെ സ്റ്റാറ്റസ് ആയിട്ടും ഇൻസ്റ്റയുടെ സ്റ്റോറി ആയിട്ടും ഒന്ന് വേഗം ഇട്ടെ. അനഘ മിസ് എല്ലാരെയും ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്, വേഗം വരാൻ പറഞ്ഞതൊക്കെ പറഞ്ഞിട്ടേ സെറ്റ് ആക്കി മിസ്സിനും കൂടി മെൻഷൻ ഒക്കെ ചെയ്തോളൂ കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മളിതാ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. 8 ചാപ്റ്റേഴ്സ് നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചു. ഇന്ന് നമുക്ക് 9ാമത്തെ നമ്മുടെ ചാപ്റ്റർ ആണ്. 9ാമത്തെ ചാപ്റ്ററിന്റെ പേരെന്താ, റീസൺ ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ്. ഇന്ത്യൻ പൊളിറ്റിക്കിലെ റീസൺ ഡെവലപ്മെന്റ്സ് എന്ന ചാപ്റ്റർ ആണ് നമുക്ക് പഠിക്കേണ്ടത്. സോ ലേറ്റ് ആകാതെ നമുക്ക് തുടങ്ങാം. റെഡി സെറ്റ് അല്ലേ? ഓക്കെ മക്കളെ, ഇവിടെ നോക്കിയേ, 1990കളിലെ ഒരു കോണ്ടസ്റ്റ് ആണ് നമ്മൾ ആദ്യം തന്നെ പറയുന്നത്. രാജീവ് ഗാന്ധി became the prime minister after the assassination of ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിയുടെ അസാസിനേഷനെ കുറിച്ച്, ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടത് അറിഞ്ഞിട്ടുണ്ടാവല്ലോ. സോ അതിനുശേഷം നമ്മുടെ രാജീവ് ഗാന്ധി എന്ത് ചെയ്യുന്നു, പ്രൈം മിനിസ്റ്റർ ആയി വരുന്നു. രാജീവ് ഗാന്ധി എന്ത് ചെയ്യുക, പ്രൈം മിനിസ്റ്റർ ആയി വരുന്നു. ആൻഡ് പിന്നെ എന്താ നടക്കുന്നത്, he led the Congress to a massive victory in the Lok Sabha election held immediately thereafter 1984. മക്കളെ, 1984 ലോക്സഭ ഇലക്ഷനിൽ എന്ത് സംഭവിക്കുകയാണ്, ഒരു മാസീവ് വിക്ടറി ആർക്ക്, നമ്മുടെ രാജീവ് ഗാന്ധി കിട്ടുന്നു. അങ്ങനെ രാജീവ് ഗാന്ധി എന്തായി മാറുന്നു, പ്രൈം മിനിസ്റ്റർ ആയി മാറുന്നു. And as the decade of the 1980s came to close, the nation witnessed 5 developments that created for reaching consciousness in Indian politics. മക്കളെ, 1980 കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യം, നമ്മുടെ നാഷൻ 5 പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഓരോന്നും നമുക്ക് നോക്കാം. ഒന്നെന്ന് പറഞ്ഞാല് നമ്മുടെ കോൺഗ്രസ് പാർട്ടി 1989 ഇലക്ഷൻ എന്താണ്, ഡിഫീറ്റ് ചെയ്താണ്, പരാജയപ്പെട്ടതാണ്. കോൺഗ്രസ് പാർട്ടി 1989 ഇലക്ഷനിൽ പരാജയപ്പെട്ടു. സോ കോൺഗ്രസ് ആയിരുന്നു ലോക്സഭയിൽ ഉണ്ടായിരുന്നു ലാർജസ്റ്റ് പാർട്ടി. പക്ഷെ ഈ ഒരു ഇലക്ഷൻ 1984 ഇലക്ഷനില് 89 ഇലക്ഷനിൽ കോൺഗ്രസ് പാർട്ടിക്ക് ക്ലിയർ മെജോറിറ്റി കിട്ടാതെ ഇരുന്നു. അങ്ങനെ ഇതിന്റെ ഫലമായിട്ട് നാഷണൽ ഫ്രണ്ട് ഫോം എന്ത് ചെയ്തു, ഒരു കോയിലേഷൻ ഗവൺമെന്റ്, കൂട്ടുകക്ഷി ഗവൺമെന്റ് സ്റ്റാർട്ട് ചെയ്തു. അതിനെ BJPയും ലെഫ്റ്റ് ഫ്രണ്ടും എന്തു ചെയ്തു, സപ്പോർട്ട് ചെയ്തു. The defeat of the Congress party marked the end of Congress dominance over the Indian party system. കോൺഗ്രസ് പാർട്ടിയുടെ ഈ ഒരു പരാജയം 1989 ഇലക്ഷന്റെ പരാജയം എന്താണ്, ഒരു കോൺഗ്രസ് പാർട്ടിയുടെ ഡോമിനൻസ് എന്ത് ചെയ്യാണ്, എൻഡ് ചെയ്യിപ്പിക്കാണ് അവിടെ നടക്കുന്നത്. ആൻഡ് അതിനുശേഷം എന്താണ്, ഒരു മൾട്ടി പാർട്ടി സിസ്റ്റത്തിന്റെ ഒരു കാലഘട്ടമാണ് നമ്മൾ കാണാൻ പോകുന്നത്. 1989 എന്ന് പറയുന്നത് നമ്മുടെ പൊളിറ്റിക്സിൽ ഒരുപാട് കോയിലേഷൻ ഗവൺമെന്റ്, കൂട്ടുകക്ഷി ഭരണങ്ങളും ഗവൺമെന്റും വന്ന ഒരു സമയമായിരുന്നു. രണ്ടാമത്തെ ഒരു ചേഞ്ച് ഈ ഒരു സമയത്ത് നടക്കുന്നത് മണ്ഡൽ ഇഷ്യൂ ആണ്. മക്കളെ, നാഷണൽ ഫ്രണ്ട് ഗവൺമെന്റ് 1990 ഡിസൈഡ് ചെയ്യാണ് ഒരു മണ്ഡൽ കമ്മീഷൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. BJP ആയിരുന്നു ഹെഡഡ് ബൈ BP അല്ല, BP മണ്ഡൽ ആയിരുന്നു അതിന്റെ ഹെഡ് പൊസിഷനിൽ ഉണ്ടായിരുന്നത്. സോ അദ്ദേഹത്തിന്റെ കമ്മീഷൻ ആയതുകൊണ്ടാണ് അത് മണ്ഡൽ കമ്മീഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. സോ ഈ ഒരു കമ്മീഷൻ എന്തിനായിരുന്നു അവർ ഫൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്, നമ്മളെ കാസ്റ്റ്, ബാക്ക്വേർഡ് കാസ്റ്റിലുള്ള ആളുകൾക്ക് എന്താണ്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലും അതേപോലെ തന്നെ പബ്ലിക് സർവീസ് എംപ്ലോയ്മെന്റിലും എന്തുണ്ടായിരിക്കണം, അവരെ പ്രസൻസ് ഉണ്ടായിരിക്കണം. പക്ഷെ ഇപ്പം എന്താണ്, അവർക്ക് യാതൊരു തരത്തിലുള്ള അവരെ പ്രസൻസ് നമുക്ക് കാണാൻ പറ്റുന്നില്ല. ലോ പ്രസൻസ് ആണുള്ളത്. അത് കൃത്യമായിട്ട് ഉണ്ടാകാൻ വേണ്ടിയിട്ട്, അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് മണ്ഡൽ കമ്മീഷനെ ഏർപ്പെടുത്തുന്നത്. അങ്ങനെ ഈ ഒരു കമ്മീഷൻ പ്രകാരം 27% സീറ്റ് OBC-കാർക്ക് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലും ഗവൺമെന്റ് ജോബ്സിലും എന്ത് ചെയ്തു, റിസർവ് ചെയ്തു. അതേപോലെ ഇതിന്റെ ഫലമായിട്ട് ഒരുപാട് ആന്റി മണ്ഡൽ പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ കൺട്രിയുടെ പല ഭാഗത്തും എന്ത് ചെയ്യുന്നുണ്ട്,
ഫോം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇറ്റ് പ്ലേഡ് ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ഷേപ്പിംഗ് പൊളിറ്റിക്സ് ഇൻ 1898. അങ്ങനെ 1989 പൊളിറ്റിക്സിനെ ഷേപ്പ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നായി എന്തു മാറി, നമ്മുടെ മണ്ഡൽ ഇഷ്യൂ മാറിയിട്ടുണ്ടായിരുന്നു. മൂന്നാമത്തെന്ന് പറഞ്ഞാൽ പുതിയൊരു എക്കണോമിക് പോളിസി അഡോപ്റ്റ് ചെയ്യുന്നതാണ്. സോ ഇവിടെ മക്കളെ നോക്കിക്കേ, എന്താ ഇവിടെ നടക്കുന്നത്, നമ്മൾ 1991 ഇറ്റ് വാസ് അഡോപ്റ്റഡ് ബൈ നരസിംഹ റാവു ഗവൺമെന്റ്. ഒരു നരസിംഹ റാവു ഗവൺമെന്റ് അഡോപ്റ്റ് ചെയ്യുന്നു ഒരു ബ്രാഞ്ചസ് ഓഫ് ന്യൂ എക്കണോമിക് പോളിസീസ്. ആ ഒരു പുതിയ എക്കണോമിക് പോളിസിയുടെ ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. ലിബറലൈസേഷൻ എന്ന് പറയുന്നത് എന്താ, റിമൂവൽ ഓഫ് ഇൻഡസ്ട്രിയൽ ലൈസൻസിങ് ആൻഡ് രജിസ്ട്രേഷൻ. അതായത് ഇൻഡസ്ട്രിയൽ ലൈസൻസിങ്ങും രജിസ്ട്രേഷന്റെയും റിമൂവൽ ആണ് ലിബറലൈസേഷൻ. പ്രൈവറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ permitting the private sector to set up industry which were previously reserved for the public sector. So previously public sector reserved ആയുള്ള സ്ഥലങ്ങളിൽ എന്താണ് ഇൻഡസ്ട്രീസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൈവറ്റ് സെക്ടറിനെ നമ്മൾ എന്ത് ചെയ്യാം, പെർമിറ്റ് ചെയ്യുന്നത്. ആൻഡ് ഗ്ലോബലൈസേഷനിലേക്ക് വരുന്ന സമയത്ത് എന്താ ഇവിടെ കാണുന്നത്, ദ ഇന്ററാക്ഷൻ ഓഫ് ദ ഡൊമസ്റ്റിക് ഇക്കോണമി വിത്ത് ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ് വിത്ത് റിഗാർഡ് ടു ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്, ട്രേഡ്, പ്രൊട്ടക്ഷൻ ആൻഡ് ഫിനാൻസ് മാറ്റർ. സോ ഇതൊരു പുതിയൊരു എക്കണോമിക് പോളിസി എന്ത് ചെയ്യാണ്, കടന്നു വരികയാണ് ചെയ്യുന്നത്. മക്കളെ, നാലാമത്തെ ഇഷ്യൂലേക്ക് പോവുകയാണെങ്കിൽ നമുക്കറിയാം ബാബറി മസ്ജിദിന്റെ ഡിമോളിഷൻ. ഇപ്പൊ തന്നെ നമുക്ക് എന്താണ് ബാബറി മസ്ജിദും രാമക്ഷേത്രം കാര്യങ്ങളൊക്കെ നമുക്ക് ന്യൂസിലൊക്കെ നമ്മൾ അയോധ്യനെ കുറിച്ചിട്ടൊക്കെ എന്താണ് കണ്ടും കേട്ടും അറിഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ. സോ എന്താണ് ഈ ഒരു ഡിമോളിഷൻ ഓഫ് ബാബറി മസ്ജിദ് എന്ന് പറയുന്നത്? മക്കളെ, എ ഡിസ്പ്യൂട്ട് ഹാഡ് ബീൻ ഗോയിങ് ഫോർ മെനി ഡിക്കേഡ്. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുന്നേ എന്താണ് നമ്മുടെ അയോധ്യയിൽ ഒരു മൊസ്ക് ഉണ്ടായിരുന്നു. സോ അത് എന്താണ്, അതിനെ തുടർന്ന് ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് 18th century മൊസ്ക്യു. അതൊരു 16ാം നൂറ്റാണ്ടിലെ മൊസ്ക്യു ആയിരുന്നു. ചില ഹിന്ദുസ് വിശ്വസിക്കുന്നത് എന്താ വെച്ചാല് ഇറ്റ് വാസ് ബിൽഡ് ആഫ്റ്റർ, അവിടെ ഒരു രാമന്റെ ക്ഷേത്രം ഉണ്ടായിരുന്നു, ലോർഡ് രാമന്റെ ക്ഷേത്രം ഉണ്ടായിരുന്നു. അത് പൊളിച്ചിട്ടാണ് ഈ ഒരു പള്ളി പണിത് എന്നാണ് വിശ്വസിക്കുന്നത്. കാരണം ഈ അയോധ്യ എന്ന് പറയുന്നത് രാമന്റെ ബർത്ത് പ്ലേസ് ആയിരുന്നു. ഇൻ ദ ലേറ്റ് 1940s ദ മോസ്ക്യൂ വാസ് ലോക്ക് ആഫ്റ്റർ ദ കോർട്ട് കേസ്. കോർട്ടിൽ കേസ് നടന്നതിനെ തുടർന്ന് 1940 എന്താണ് ഈ ഒരു പള്ളി പൂട്ടുന്നു. As soon as the locks of Babri Masjid were opened, both Hindus and Muslims organized tried to mobilize the community. അങ്ങനെ ഹിന്ദുസും മുസ്ലിംസും ചേർന്നിട്ട് എന്ത് ചെയ്യാണ്, അത് ഓപ്പൺ ചെയ്യുന്നു. ഇതിലൂടെ ഒരു കമ്മ്യൂണൽ ടെൻഷനിലേക്ക് എന്ത് ചെയ്യാണ്, പോവുകയാണ് ചെയ്യുന്നത്. ദ BJP, RSS, VHP ഓർഗനൈസ് കർത്തേവ ബൈ വോളണ്ടിയർ ടു ബിൽഡ് എ രാം ടെമ്പിൾ. എന്താണ്, നമ്മുടെ BJPയും RSSും VHPയും ചേർന്നിട്ട് ഒരു കരസേവ ഗ്രൂപ്പ്, വോളണ്ടിയർ ഗ്രൂപ്പ് ഫോം ചെയ്യുകയും രാംക്ഷേത്രം ബിൽഡ് ചെയ്യണം എന്ന് അവിടെ പറയുകയും ചെയ്യുന്നു. Thousands of volunteers gathered at Ayodhya on 6th December 1992 and demolished the mosque. 1992 ആയിരക്കണക്കിന് വോളണ്ടിയേഴ്സ് എന്ത് ചെയ്യാണ്, ഈ കരസേവന വോളണ്ടിയേഴ്സ് വരികയും ആ പള്ളി, ബാബറി മസ്ജിദ് പള്ളി ഡിമോളിഷ് ചെയ്യുകയും ചെയ്തു. ഇത് വിറ്റ്നസ് ഹിന്ദു മുസ്ലിം റയോട്ട് ഇൻ മെനി പാർട്സ് ഓഫ് ദ കൺട്രി. നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് ഹിന്ദു മുസ്ലിം പ്രശ്നങ്ങൾ, റയോട്ട്സും കലാപങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് ഇൻസിഡന്റ് റിയലി ക്വസ്റ്റ്യൻ എ സെക്യുലർ നാച്ചർ ഓഫ് ഇന്ത്യൻ ഔട്ട്ലുക്ക്. സോ ഇത് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് എന്താ, ഇന്ത്യ എന്ന് പറയുന്നത് ഒരു മതേതര രാഷ്ട്രമാണ്, ഒരു മതത്തിന്റെ പേരിൽ ഫോം ചെയ്യാത്തൊരു രാഷ്ട്രമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഒരു ഇന്ത്യയിലാണ് ഇത്തരത്തിലൊരു പ്രവൃത്തി നടക്കുന്നത്. സോ ആ ഒരു സെക്യുലറിസത്തിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലായിരുന്നു ഈ ഒരു ഇഷ്യൂ നടന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് രാജീവ് ഗാന്ധി അസാസിനേഷൻ ആണ് അഞ്ചാമത്തെ കാരണമായിട്ട് പറയുന്നത്. മക്കളെ, കോൺഗ്രസ് ലീഡർഷിപ്പ് ചേഞ്ച് വിത്ത് അസാസിനേഷൻ ഓഫ് രാജീവ് ഗാന്ധി മെയ് 1991. 1991 രാജീവ് ഗാന്ധിയുടെ അസാസിനേഷൻ നടക്കുന്നു. അതിനുശേഷം കോൺഗ്രസ് ലീഡർഷിപ്പും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു, മാറി മാറി വരാൻ തുടങ്ങുന്നു. He was assassinated by Sri Lankan Tamil linked to the LTT when he was on ഇലക്ഷൻ ക്യാമ്പയിനിങ് ടൂർ ഇൻ തമിഴ്നാട്. അദ്ദേഹം എന്താണ്, നമ്മുടെ രാജീവ് ഗാന്ധി തമിഴ്നാട്ടിൽ ഇലക്ഷൻ ക്യാമ്പയിൻ ടൂറിന് പോയ സമയത്ത് അദ്ദേഹത്തിനെ കൊല്ലുന്നത് ആരായിരുന്നു, ശ്രീലങ്കൻ തമിഴ് ലിങ്ക്ഡ് ആയ LTT ആയിരുന്നു അവരെ വധിക്കുന്നത്. Once again, the Congress emerged as the largest single party at the 1991 election. അങ്ങനെ 1991 ഇലക്ഷനിൽ കോൺഗ്രസ് എന്താ ഒരു ലാർജസ്റ്റ് സിംഗിൾ പാർട്ടിയായി മാറി. നരസിംഹ റാവു ആയി മാറി. എന്തിന്റെ, നമ്മുടെ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് ആര് മാറി, നരസിംഹ റാവു വന്നു. ആർക്ക് ശേഷം, നമ്മുടെ രാജീവ് ഗാന്ധിയുടെ അസാസിനേഷന് ശേഷം. ആൻഡ് ഇത്രയും കാര്യങ്ങളെ നമുക്ക്
ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കണം. അതായത് ഇന്നത്തെ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കണം. ദാറ്റ് മീൻസ് നമ്മുടെ 9th ചാപ്റ്ററിൽ പഠിക്കണം. 9th ചാപ്റ്ററിൽ നമ്മൾ എന്തായിരുന്നു കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്തത്? സോ റീസൺ ഡെവലപ്മെന്റ് ഇന്ത്യൻ പൊളിറ്റിക്സ്. ഇപ്പോഴത്തെ ഡെവലപ്മെന്റ് അല്ല, നമ്മുടെ ഡെവലപ്മെന്റ്സ് പറയുമ്പോൾ 1990s ഡെവലപ്മെന്റ്സ് ആ പറഞ്ഞത്. അതിൽ 5 പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ 10ാമത്തെ ചാപ്റ്ററിലേക്കാണ്. സോ 10ാമത്തെ ചാപ്റ്ററിന്റെ പേരെന്താ മക്കളെ? ദ കോൾഡ് വാർ ഇറ എന്നാണ് 10ാമത്തെ ചാപ്റ്ററിന്റെ പേര്. കോൾഡ് വാർ ഇറ എന്താണ് അതിലൂടെ മനസ്സിലാവുന്നത്? ഒന്ന് കമന്റ് ചെയ്തേ. എന്താണ് ഈ കോൾഡ് വാർ ഇറ എന്ന് പറയുന്നത്? അവിടെ ഒരു വാർ ഉണ്ടോ ചോദിച്ചാൽ വാർ ഉണ്ട്, ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ല. അതായത് നമ്മുടെ ശീത സമരം എന്ന് മലയാളത്തിൽ പറയും. സോ ഒരു കോൾഡ് വാർ ഇറ ആണ് നമ്മൾ നടക്കാൻ പോകുന്നത്. ആരൊക്കെ തമ്മിലായിരുന്നു ഇത് നടന്നതെന്ന് അറിയോ? നമ്മുടെ USSഉം അതേപോലെ തന്നെ ആരാണ് നമ്മുടെ US അല്ല, നമ്മുടെ USA-യും USSRും തമ്മിൽ, അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിലായിരുന്നു ഈ ഒരു കോൾഡ് വാർ നടന്നിട്ടുണ്ടായിരുന്നത്. നമുക്ക് നോക്കിയാലോ? റെഡി അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ മക്കളെ, ക്യൂബൻ മിസൈൽ ക്രൈസിസ് നമുക്ക് ആദ്യം ഒന്ന് പറയാം. ക്യൂബ is a small island lying near American coast. അമേരിക്കൻ കോസ്റ്റിലെ ഒരു സ്മോൾ ഐലൻഡ് ആയിരുന്നു ക്യൂബ എന്ന് പറയുന്നത്. ക്യൂബ വാസ് an ally of the Soviet Union and received both diplomatic and financial aid from it. ഇവർ രണ്ടുപേരും എന്താ നല്ല രീതിയിൽ മുന്നോട്ട് പോയ ആളുകളായിരുന്നു. രണ്ടുപേർക്കും എന്താ ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള എയ്ഡ് തമ്മിൽ ഉണ്ടായിരുന്നു. ആൻഡ് Nikita Khrushchev, the leader of the Soviet Union, wanted to turn Cuba into Russian base. അങ്ങനെ നമ്മുടെ സോവിയറ്റ് യൂണിയന്റെ ലീഡർ ആയിരുന്ന നികിത ക്രൂച്ചേവ് എന്ത് ചെയ്തു? ഈ ക്യൂബ എന്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞു? വാണ്ടഡ് ടു ടേൺ ക്യൂബ ഇൻറ്റു റഷ്യൻ ബേസ്. അങ്ങനെ 1962 ഹി പ്ലേസ്ഡ് എ ന്യൂക്ലിയർ മിസൈൽ ഇൻ ക്യൂബ. ക്യൂബയിൽ ഒരു ന്യൂക്ലിയർ മിസൈൽ എന്ത് ചെയ്യുന്നു? പ്ലേസ് ചെയ്യുന്നു. ഇറ്റ് പ്ലേസ് ദ US അണ്ടർ threat of the fire from close range. John F. Kennedy ordered American warship to intercept any Soviet ship heading to Cuba. A clash between USSR and US was imminent. So ആ സമയത്ത് USSRും USഉം തമ്മിലുള്ള എന്തായിരുന്നു? ക്ലാഷും കാര്യങ്ങളൊക്കെ വളരെ കൂടിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. പീപ്പിൾ ഓഫ് ദ വേൾഡ് ന്യൂ ദാറ്റ് എനി വാർ ബിറ്റ്വീൻ ദീസ് സൂപ്പർ പവേഴ്സ് വുഡ് അഫക്ട് ദ എൻറ്റയർ വേൾഡ്. ദിസ് ഈസ് കോൾഡ് ദ ക്യൂബൻ മിസൈൽ ക്രൈസിസ്. സോ ഈ ഒരു ക്യൂബയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്രൈസിസ് ഉണ്ടായിരുന്നു. അപ്പൊ ഇവരെന്ത് ചെയ്തു? ജോൺ എഫ് കെന്നഡി ഓർഡർ ചെയ്യാണ്, ഏതെങ്കിലും ഒരു സോവിയറ്റ് ഷിപ്പ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെതിരെ എന്താണ് ഫൈറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ അവർ തീരുമാനിക്കുന്നു. അപ്പൊ ഇവര് തമ്മിൽ, അതായത് USഉം USSRും ആണ് അന്നത്തെ വേൾഡിലെ സൂപ്പർ പവേഴ്സ് എന്ന് പറഞ്ഞാല്. ഇവര് തമ്മിൽ വാർ ഉണ്ടാവുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോകം മൊത്തം, അതായത് ഓൾറെഡി നമ്മൾ 2 വാർ കഴിഞ്ഞ് നിൽക്കുകയാണ്. അപ്പൊ തന്നെ ഓൾറെഡി എല്ലാ കൺട്രിയും ഏകദേശം എന്ത് ചെയ്തു? അപ്പൊ തകർന്ന് തരിപ്പടായിട്ടുണ്ട്. ഇനിയും എന്താണ്? വാറിലേക്ക് പോവാണ്, നമ്മൾ മൊത്തമായി നശിച്ചു പോകുന്ന എല്ലാവർക്കും അറിയാം. സോ ഇതൊരു ക്രൈസിസ് ആയിട്ട് എന്താണ് അവരുടെ ഇടയിൽ നിന്നു. സോ ഇതാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ക്യൂബൻ മിസൈൽ ക്രൈസിസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. സോ എന്താണ് കോൾഡ് വാർ എന്ന് പറയുന്നത് മക്കളെ? Cold War stands for the competition, tension and confrontation between the United States and Soviet Union. Already Cuban Missile Crisis ഉണ്ട്. അത് എന്ത് ചെയ്യാണ്? ഈ ഒരു കോൾഡ് വാറിലേക്ക് ലീഡ് ചെയ്യാം. ദാറ്റ് മീൻസ് അവിടെ എന്താണ്? 2 കൺട്രീസിനിടയ്ക്ക് എന്താ ടെൻഷൻസും കൺഫ്രണ്ടേഷൻസും അതേപോലെ കോമ്പറ്റീഷനും നിലനിൽക്കുന്നുണ്ട്. ആരൊക്കെ തമ്മില്? USഉം USSRും തമ്മിൽ, അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിൽ. Some nations support the United Nations. ചില ആളുകള് യുണൈറ്റഡ് നേഷൻസിനെ സപ്പോർട്ട് ചെയ്ത സമയത്ത്, സോറി യുണൈറ്റഡ് സ്റ്റേറ്റ്സിന് USനെ സപ്പോർട്ട് ചെയ്തപ്പം, അമേരിക്കയെ സപ്പോർട്ട് ചെയ്തപ്പം ചില ആളുകൾ നമ്മുടെ USSRനെ, സോവിയറ്റ് യൂണിയനെ ആയിരുന്നു സപ്പോർട്ട് ചെയ്തിരുന്നത്. The Cold War did not turn into a hot war. ഈ കോൾഡ് വാർ എപ്പോഴും എന്താ? കോൾഡ് വാർ ആയി തന്നെ തുടരും. ഇതൊരിക്കലും ഒരു ഹോട്ട് വാറിലേക്ക് പോകരുത്. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ അത് പിടിച്ചു നിർത്താൻ പറ്റില്ല എന്നുള്ള ബോധ്യം എല്ലാവർക്കും അവിടെ ഉണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് എൻ ഐഡിയോളജിക്കൽ കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ദം. സോ ഇവിടെ നടന്നത് 2 കൂട്ടരും തമ്മിലുള്ള ഐഡിയോളജിക്കൽ കോൺഫ്ലിക്റ്റ് ആണ്. സോ ഇവിടെ ആരുടെയും രക്തം ചിന്തിയിട്ടും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു ശീത സമരമായി നിലനിന്നു പോയത്. ആൻഡ് ദ വെസ്റ്റേൺ ബ്ലോക്ക്, capitalist bloc, they were headed by the US. അമേരിക്ക ഹെഡഡ് ആയിട്ടുള്ള ബ്ലോക്ക് ആണ് വെസ്റ്റേൺ ബ്ലോക്ക് ഓർ ക്യാപിറ്റലിസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത്. നമ്മുടെ they stood for liberal democracy and capitalism. അവരെന്താണ്? ലിബറൽ ഡെമോക്രസിയുടെയും അതേപോലെ തന്നെ ക്യാപിറ്റലിസത്തിന്റെയും കൂടെയായിരുന്നു നിന്നത്. ആൻഡ് നമ്മളെ സോവിയറ്റ് യൂണിയൻ ഹെഡഡ് ചെയ്തിട്ടുള്ളതായിരുന്നു ഈസ്റ്റേൺ ബ്ലോക്കും കമ്മ്യൂണിസ്റ്റ് ബ്ലോക്കും. they were committed to socialism and communism. അവര് സോഷ്യലിസവും കമ്മ്യൂണിസവും ആയിട്ട് കമ്മിറ്റഡ് ചെയ്തിട്ട് ആളുകളായിരുന്നു. ആൻഡ് ഇവിടെ മക്കളെ 2 പവർ ബ്ലോക്കിന്റെ ഒരു എമർജൻസി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്.
എന്തൊക്കെയാണ്? യു എസും അതേപോലെ തന്നെ USSR സോവിയറ്റും അമേരിക്കയുമായിരുന്നു മക്കളെ വേൾഡിൽ സുപ്പീരിയാരിറ്റി ഉണ്ടായിരുന്ന രണ്ട് ബ്ലോക്കുകൾ എന്ന് പറയുന്നത്. The world turned into two polar blocks. വേൾഡ് എന്താണ്? രണ്ട് പോളാർ ബ്ലോക്സിലേക്ക്, രണ്ട് ഗ്രൂപ്പായിട്ട് എന്ത് ചെയ്തു? ലോകം ഡിവൈഡ് ചെയ്യപ്പെടുന്നു. A state was supposed to remain true to its protective superpowers to limit the influence of the other superpowers, and Italy's smaller country were as assured of protection. They got enough and more weapon and economic aid. അപ്പം ഇവരെന്ത് ചെയ്യുന്നുണ്ട്? ഇവരെ ശക്തി ഇവര് കൂട്ടാൻ വേണ്ടിയിട്ട് കൂടല്ല നമ്മുടെ നെയ്ബറിംഗ് കൺട്രീസിനൊക്കെ ഇവരെ കൂടെ പിടിക്കുന്നു. നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ലാഭം തരാം, അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രൊട്ടക്ഷൻ തരും, അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞിട്ട് ഇവരെന്ത് ചെയ്യുന്നു? കൂടെ ചേർത്ത് വെക്കുന്നു. അങ്ങനെ അമേരിക്കയും എന്ത് ചെയ്തു? വളർന്നുകൊണ്ടേയിരിക്കുന്നു. USSRും എന്ത് ചെയ്തു? വളർന്നുകൊണ്ടേയിരിക്കുന്നു. ആൻഡ് US കൺട്രോൾ മിലിറ്ററി അലയൻസ്. യുഎസിന് അവരുടെ കൺട്രോളിൽ കുറച്ച് മിലിറ്ററി അലയൻസ് ഉണ്ടായിരുന്നു. അവർ ഏതൊക്കെയാണെന്നാണ് മക്കളെ നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്ന് നാറ്റോ ആണ്. നാറ്റോന്റെ പൂർണ്ണ രൂപം എഴുതാൻ വേണ്ടിയിട്ട് എക്സാമിന് വരും, ശ്രദ്ധിക്കണം. നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. നോർത്ത് അറ്റ്ലാന്റിക് N4, നോർത്ത് A4, അറ്റ്ലാന്റിക് T4, ട്രീറ്റി O4 ഓർഗനൈസേഷൻ. നാറ്റോ എന്താണ്? നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. ഇത് 1949 മക്കളെ ഫോം ചെയ്തത്. അതേപോലെ തന്നെ 12 സ്റ്റേറ്റുകൾ അസോസിയേറ്റ് ചെയ്ത് 12 സ്റ്റേറ്റുകൾ കൂടെ ചേർന്നിട്ടാണ് ഇത് ഫോം ചെയ്തത്. ഇവര് ഈ 12 സ്റ്റേറ്റ് എന്ത് ചെയ്യും? ഇവർ തമ്മിൽ സഹായിച്ച് മുന്നോട്ട് പോകും. ദെൻ നമ്മുടെ സേറ്റോ എന്ന് പറയുന്നത് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ട്രീറ്റി ഓർഗനൈസേഷൻ. എസ് ഫോർ സൗത്ത്, E for ഈസ്റ്റ്, A4 Asian, and T for Treaty, and O for Organization. Southeast Asian Treaty Organization. ഇത് മക്കളെ 1954 ഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇറ്റ് വാസ് അനദർ അലയൻ ബിൽ ബൈ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഫോം ചെയ്തിട്ടുള്ള അടുത്ത മിലിറ്ററി അലയൻസ് ആയിരുന്നു. ദെൻ സേറ്റോ സെൻട്രൽ ട്രീറ്റി ഓർഗനൈസേഷൻ. എന്തായിരുന്നു? ആരുമായിട്ട്? മിഡിൽ ഈസ്റ്റ് കൺട്രീസുമായിട്ടുള്ള മിലിറ്ററി അലയൻസ് ആയിരുന്നു. ഇത് മൂന്നും എന്താണ്? US കൺട്രോൾ ചെയ്തിട്ടുള്ള മിലിറ്ററി അലയൻസ് ആണ്. ആൻഡ് സോവിയറ്റ് കൺട്രോൾ ചെയ്ത മിലിറ്ററി അലയൻസിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ആദ്യത്തെ വാർസോ പാക്ട് ആണ്. ഫോം നാറ്റോനെ എൻകൗണ്ടർ ചെയ്തിട്ടുണ്ട്. അതിനെതിരെ 1954 ഫോം ചെയ്തതാണ് വാർസോ പാക്ട് എന്ന് പറയുന്നത്. അടുത്തത് എന്താണ്? ദ സോവിയറ്റ് യൂണിയൻ ആൻഡ് ചൈന മെയ്ഡ് അലയൻസ് വിത്ത് നോർത്ത് വിയറ്റ്നാം, നോർത്ത് കൊറിയ ആൻഡ് ഇറാഖ് ടു കൗണ്ടർ സേറ്റോ ആൻഡ് സെറ്റോ. അതായത് അവരുടെ ഏതാണ് ഇവിടെ പറയുന്നത്? സെൻട്രൽ ട്രീറ്റി ഓർഗനൈസേഷനെയും സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ട്രീറ്റി ഓർഗനൈസേഷനുമെതിരെ ഇവരെന്തു ചെയ്തിട്ടുണ്ടായിരുന്നു? ഇവര് ആരുമായിട്ട്? ചൈനയുമായിട്ട് അലയൻസ് ഇതാക്കുന്നു. അതിന്റെ കൂടെ തന്നെ എന്താണ്? നോർത്ത് വിയറ്റ്നാം, നോർത്ത് കൊറിയയും ഇറാഖുമായിട്ട് അലയൻസിലാക്കി ഇവർക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു. സ്മോൾ സ്റ്റേറ്റ് ജോയിൻ ഇൻ എ പവർ ബ്ലോക്സ് ടു ഗെറ്റ്. ചെറിയ കൺട്രീസ് എന്ത് ചെയ്തു? അവർക്ക് പ്രൊട്ടക്ഷനും വെപ്പണും എക്കണോമിക്കൽ ആയിട്ടുള്ള ലാഭമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൽ ഏതെങ്കിലും ഓരോരോ ബ്ലോക്കിൽ, ഒന്നെങ്കിൽ അമേരിക്ക അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയനിൽ ഏതെങ്കിലും ഒരു ബ്ലോക്കിൽ അവർ ജോയിൻ ചെയ്തു. And the smaller states were helpful for the superpowers in gaining access to. Superpowers എന്തിനായിരുന്നു ഈ സ്മോളർ സ്റ്റേറ്റിനെ സപ്പോർട്ട് ചെയ്തത്? എന്തിനാണ്? ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ, നിങ്ങൾക്ക് വേണ്ട പൈസയൊക്കെ തരാം, നിങ്ങളെ മറ്റുള്ളവർ ഇത് പ്രൊട്ടക്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞത് എന്തിനായിരുന്നു? വെപ്പൺസ് ഒക്കെ തരാന്ന് പറഞ്ഞാല്, കാരണം ഇവിടെ ഒരുപാട് മിനറൽസും ഓയിൽസും ഒക്കെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ അവർക്ക് ചെറിയ കൺട്രീസിൽ എന്താണ്? അവരെ മിലിറ്ററി വെപ്പൺ ലോഞ്ച് ചെയ്യാം, മിലിറ്ററി വെപ്പൺസും കാര്യങ്ങളൊക്കെ ലോഞ്ച് ചെയ്യാം. ഒരു മിലിറ്ററി സെന്റർ ആയിട്ട് അതിനെ കൊണ്ടു നടക്കാൻ പറ്റും. അതേപോലെ തന്നെ അവർക്ക് എന്താണ്? അവരെ എനിമീസിനെതിരായിട്ട് സ്പൈ വർക്കും കാര്യങ്ങളൊക്കെ അവിടുന്ന് ചെയ്യാൻ പറ്റും. ദെൻ അവർക്കൊരു മിലിറ്ററി എക്സ്പെൻസസ്, ഒരു എക്കണോമിക് സപ്പോർട്ട് കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ്. അവര് വിചാരിച്ച സ്മോളർ സ്റ്റേറ്റ് ആയിട്ട് ഇവര് നമുക്ക് എക്കണോമിക് സപ്പോർട്ട് തരും. പക്ഷെ നേരെ തിരിച്ചാണ് നടന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇനി ആർംസ് കൺട്രോളിലേക്കാണ് മക്കളെ നമ്മൾ പോകാൻ പോകുന്നത്. ദ സൂപ്പർ പവർ ആസ് ടൈം പാസ് ഡിസൈഡഡ് ടു കൊളാബറേറ്റ് ഇൻ ലിമിറ്റിംഗ് ബോത്ത് ന്യൂക്ലിയർ ആൻഡ് നോൺ ന്യൂക്ലിയർ വെപ്പൺ. അങ്ങനെ
കാലം അങ്ങനെ കഴിഞ്ഞു പോയി. സൂപ്പർ പവേഴ്സ് എന്ത് ചെയ്തു തീരുമാനിക്കുകയാണ് അവർ ആംസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നു തീരുമാനിക്കുന്നു. അങ്ങനെ എന്ത് നടക്കുകയാണ് 3 പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എഗ്രിമെന്റ്സ് എന്ത് ചെയ്യുന്നു നടക്കുന്നു. 3 പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എഗ്രിമെന്റ്സ് നടക്കുകയാണ് ചെയ്യുന്നത്. എന്താണ് ഈ എഗ്രിമെന്റ്സ്? എന്തൊക്കെയാണ് മക്കളെ? ഒന്ന് LTBT ലിമിറ്റഡ് ടെസ്റ്റ് ബാൻ ട്രീറ്റി, രണ്ടാമത്തത് NPT ന്യൂക്ലിയർ നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റി, മൂന്നാമത്തത് ആന്റി ബാലിസ്റ്റിക് മിസൈൽ ട്രീറ്റി. ഈ 3 ട്രീറ്റിയും എന്ത് വരുന്നു ആംസ് കൺട്രോളിന്റെ ഭാഗമായിട്ട് കൊണ്ടുവരുന്നു. ആൻഡ് ചാലഞ്ച് ടു ബൈപോളാരിറ്റി എന്ന സെക്ഷനിലേക്കാണ് അടുത്ത് നമ്മൾ പോകുന്നത്. The Cold War divided the world into 2 rival alliances. നമ്മൾ ഈ കോൾഡ് വാർ കാരണം ലോകം 2 ഗ്രൂപ്പുകളായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. നാം ഓഫേർഡ് എ ന്യൂലി ഡീകോളനൈസ്ഡ് കൺട്രി a third option not to join either alliance. So അവിടെയാണ് നാം ഫോം ചെയ്തത്. നാം എന്ന് പറഞ്ഞാല് തുമാര നാം ക്യാ ഹാ നാം അല്ല. ഈ നാം എന്താ നോൺ അലൈൻ മൂവ്മെന്റ്. അതായത് ഒരു മൂന്നാമത് ഓപ്ഷൻ കൊടുക്കാണ്. പുതുതായിട്ട് ഒരുപാട് കൺട്രി ഫോം ചെയ്തിട്ടുണ്ട്, ഇന്ത്യ, ആഫ്രിക്ക പോലുള്ള. അപ്പൊ ഇവർക്ക് ഒരു ഓപ്ഷൻ കൊടുക്കുക. ആര് നിങ്ങൾക്ക് വേണമെങ്കിൽ ആരുടെ ഭാഗം ചേരാം? US ഭാഗം ചേരാം, അല്ലെങ്കിൽ USSRന്റെ ഭാഗം ചേരാം, അല്ലെങ്കിൽ സ്വന്തമായി നിലനിൽക്കാം. അങ്ങനെ നിലനിന്ന ആളുകളായിരുന്നു ഈ നാം ഫോം ചെയ്തത്. ന്യൂലി ഇൻഡിപെൻഡന്റ് ആയ ഏഷ്യൻ ആഫ്രിക്കൻ കൺട്രീസ് ആയിരുന്നു എന്ത് ചെയ്തത് ഒരു തേർഡ് ബ്ലോക്ക് അവർ ക്രിയേറ്റ് ചെയ്യാണ്. നോൺ ആസ് നാം എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. സോ ഈ ഒരു കൺട്രി എന്ത് പേരിൽ അറിയപ്പെട്ടു? ഇങ്ങനെ നാം എന്ത് പേരിൽ അറിയപ്പെട്ടു? തേർഡ് ബ്ലോക്ക്, തേർഡ് വേൾഡ് കൺട്രി എന്നായിരുന്നു, 3ാം ലോക രാഷ്ട്രങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. സോ ഇവരെ ദ റൂട്ട്സ് ഓഫ് നാം വെൻ ബാക്ക് ടു ദ ഫ്രണ്ട്ഷിപ്പ് ബിറ്റ്വീൻ ദ 3 ലീഡേഴ്സ്. 3 ലീഡേഴ്സിന്റെ ഫ്രണ്ട്ഷിപ്പിൽ ഊന്നിയിട്ടാണ് ഈ നാം സ്റ്റാർട്ട് ചെയ്തത്. ലൈക്ക് യൂഗോസ്ലാവിയയിലെ ജോസിഫ് ബ്രോസ് ടിറ്റോ, ഇന്ത്യയിലെ നമ്മുടെ ജവഹർലാൽ നെഹ്റു, ഈജിപ്തിലെ ഗാമൽ അബ്ദൽ നാസർ, ഇവരുടെ നേതൃത്വത്തിലാണ് നാം ഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ സുകാർണോ ആൻഡ് ക്വാമി നുക്ര strongly supported them. They came to be known as the 5 founders of NAM. ഇവരായിരുന്നു നാമിന്റെ 5 ഫൗണ്ടേഴ്സ് എന്ന് പറയുന്നത്. ഇതിന്റെ ഫസ്റ്റ് സബ്മിറ്റ് മീറ്റിംഗ് നടന്നത് 1961 ബെൽഗ്രേഡിൽ വെച്ചിട്ടായിരുന്നു. ഇതിന്റെ റിസൾട്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 5 കൺട്രീസും തമ്മിൽ ഒരു കോപ്പറേഷൻ ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ കോൾഡ് വാറിന്റെ ടെൻഷൻസ് നമ്മൾ എന്ത് ചെയ്യണം? റെഡ്യൂസ് ചെയ്യണം. അതേപോലെ തന്നെ എന്താണ് the entry of newly colonized country of Africa into the international area. ഇന്റർനാഷണൽ ഏരിയയിലേക്ക് നമ്മൾ പോവുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിന്റെ അവരുടെ റിസൾട്ട്. ആ ഒരു സബ്മിറ്റിൽ അവര് കണ്ടിട്ടുണ്ടായിരുന്ന കാര്യം. ആൻഡ് ഇവിടെ മക്കളെ നോക്കിക്കേ, പിന്നെ എന്താ പറയുന്നത് എന്നുള്ളത്, നാം cannot be considered neutrality because neutrality means staying out of war. സോ ഒരിക്കലും നാം ന്യൂട്രാലിറ്റി എന്ന ആശയം അല്ല കൊണ്ടുവരാൻ. കാരണം ന്യൂട്രാലിറ്റി ആണ് ഈ വാർന്ന് മാറി നിൽക്കുക എന്നാണ് ന്യൂട്രാലിറ്റി. പക്ഷെ ഇവരെന്ത് ചെയ്തു? വാർ എൻഡ് ചെയ്യുന്നതിന് സഹായിക്കുകയാണ്, വാറിന്റെ ടെൻഷൻസ് കുറയ്ക്കുക, വാർ എൻഡ് ചെയ്യുന്നതിന് സഹായിക്കുക ചെയ്യുന്നത്. സോ ഒരിക്കലും നാം എന്ന് പറയുന്നത് ന്യൂട്രാലിറ്റി അല്ല കേട്ടോ മക്കളെ. But non-allied countries work to prevent war between others and try to end wars that had broken out. ഈ non-allied countries ശ്രമിച്ചെന്താണ്? വാർ, ഓരോ കൺട്രീസ് തമ്മിൽ വാർ ഉണ്ടാക്കുന്നത് പ്രിവെന്റ് ചെയ്യാനും ഉണ്ടായിട്ടുള്ള വാർ സ്റ്റോപ്പ് ചെയ്യാനും ഒരു വാർ ഇനി വരാതിരിക്കാൻ വേണ്ടി, ബ്രോക്ക് ഔട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതൊക്കെയായിരുന്നു ഈ ഒരു നാം കൺട്രീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ മക്കളെ. ക്ലിയർ ആയില്ലേ? സെറ്റ് ആയില്ലേടാ? അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് പോകാം. യെസ്, ഇവിടെ നോക്കിക്കേ, എന്താ നമ്മൾ പറയുന്നത്? ഇന്ത്യ ആൻഡ് കോൾഡ് വാർ. ഇന്ത്യ ആൻഡ് കോൾഡ് വാർ. As the leader of NAM, India's response to the Cold War was twofold. Kept a safe distance from the superpowers. അതായത് ഈ കോൾഡ് വാറിന്റെ സമയത്ത് ഇന്ത്യ ചെയ്തത് എന്താ വെച്ചാൽ ഈ സൂപ്പർ പവേഴ്സിന് മാറി നിൽക്കാം. രണ്ടാമത് എന്താന്ന് വെച്ചാൽ raised voice against newly independent countries join either ഓഫ് ദ പവർ ബ്ലോക്ക്. സോ ഇവരോട് പറയാണ് പുതിയതായിട്ട് ഫോം ചെയ്ത ഒരു കൺട്രിയും എന്താണ് ഈ 2 ബ്ലോക്കിലും പോയി ചാടാതിരിക്കാം. അതേപോലെ തന്നെ ഇന്ത്യസ് പോളിസി വാസ് നെയ്തർ നെഗറ്റീവ് നോർ പാസീവ് വിത്ത് NATO, India tried to reduce the differences between the superpowers. ഇതാണ് ഇന്ത്യ ആ ഒരു സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ചെയ്തു പോയിട്ടുണ്ടായിരുന്നത്. സോ ഇന്ത്യയുടെ ഈ ഒരു പോളിസി, നാം എന്ന പോളിസിക്ക് ഒരുപാട് ക്രിറ്റിസിസം കാര്യങ്ങളും ഇന്ത്യ ഫേസ് ചെയ്യുന്നുണ്ട്. ലൈക്ക് നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ ഹാവിംഗ് ക്രിട്ടിസൈസ് അതർ ഓഫ് ജോയിനിങ് അലയൻസ്, ഇന്ത്യ സൈൻഡ് ദ ട്രീറ്റി ഓഫ്
ഫ്രണ്ട്ഷിപ്പ് വിത്ത് USSR in 1971. അപ്പൊ ഇന്ത്യ ആരുമായിട്ട് ജോയിൻ ചെയ്യില്ല എന്ന് പറയുകയും ചെയ്യുന്നു. 1971 ആരുമായിട്ട് USSRമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പിൽ ഇന്ത്യ ഒപ്പുവെക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യയുടെ ഈ നാം എന്ന് പറയുന്നത് എന്താ, അൺപ്രിൻസിപ്പിൾഡ് ആണ്. ദ നെയിം ഓഫ് നാഷണൽ ഇൻട്രസ്റ്റ് ഇന്ത്യ ഓഫ്റ്റൻ റെഫ്യൂസ് ടു ടേക്ക് ബോൾഡ് സ്റ്റെപ്പ് ഓഫ് ഒരു ക്രൂഷ്യൽ ഇന്റർനാഷണൽ ഇഷ്യൂ നടക്കുന്ന സമയത്ത് ഇന്ത്യ യാതൊരു തരത്തിലുള്ള എന്താണ് ഒരു ബോൾഡ് സ്റ്റെപ്പും കാര്യങ്ങളൊന്നും ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് വെക്കുന്നില്ല എന്ന കാര്യങ്ങളൊക്കെ എന്താ ഇവിടെ ഇന്ത്യക്കെതിരെ കുറ്റപ്പെടുത്തലുകളായിട്ട് വരുന്നുണ്ട്. ഓക്കെ മക്കളെ, ക്ലിയർ ആയില്ലേ? തെറ്റല്ലേടാ? അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് പോയാലോ. അടുത്തതെന്ന് വെച്ചാൽ നമ്മുടെ 11ാമത്തെ ചാപ്റ്റർ ആണ്. സോ നമ്മൾ 2 ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞ് 3ാമത്തെ ചാപ്റ്ററിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ഈ ഒരു ബൈപോളാരിറ്റിയുടെ എൻഡ് ആണ് നടക്കുന്നതടാ. എന്താണ് ബൈപോളാരിറ്റി? എന്ത് ചെയ്യാണ്? എൻഡ് ചെയ്യുകയാണ് അല്ലെ. ബൈപോളാരിറ്റി എന്ത് ചെയ്യുക? എൻഡ് ചെയ്യുകയാണ്. അപ്പൊ നമുക്ക് നോക്കിയാലോ, ദ എൻഡ് ഓഫ് ബൈപോളാരിറ്റി. സെറ്റ് അല്ലേ? ഓക്കെ മക്കളെ, ഇവിടെ ശ്രദ്ധിക്കണേ, പറയുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കണടാ. ഓക്കെ, the Union of Soviet Socialist Republic came into being after Socialist Revolution in Russia in 1970. Ideas of socialism, opposition to capitalism, and need for an egalitarian society paved the way to the Socialist Revolution. It was the greatest successful attempt to abolish private property and establish a system-based equality. Vladimir Lenin, founder of Bolshevik Communist Party, leader of Russian Revolution in 1970, source of inspiration of communalists all over the world. മക്കളെ, ഇവിടെ നമ്മള് എന്താ കാണാൻ പോകുന്നത്? എന്താണ് ഇവിടെ കാണുന്നത്? നമ്മുടെ ബൈപോളാരിറ്റിയുടെ ഒരു എൻഡ് ആണ് നമ്മൾ കാണുന്നത്. സ്ക്രീൻ നമുക്ക് കാണാൻ ബുദ്ധിമുട്ടുണ്ടോ? മറിയുന്നില്ല, മിസ് ഒന്ന് ശരിയാക്കി തരാം കേട്ടോ. ഓക്കെ, ഇവിടെ എന്താ പറയുന്നത്? നമ്മുടെ ബൈപോളാരിറ്റിയുടെ ഒരു എൻഡിങ്ങും കാര്യങ്ങളും ആണ് ഇവിടെ നടക്കുന്നത്. ബൈപോളാരിറ്റിന്റെ എന്താ ഒരു എൻഡിങ്ങും കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ അതില് നമുക്ക് ആദ്യം നോക്കേണ്ടത് സോവിയറ്റ് സിസ്റ്റം ആണ്. സോവിയറ്റ് സിസ്റ്റത്തിന്റെ ഫീച്ചർ ആദ്യം നമുക്ക് പഠിക്കാം. റെഡി അല്ലേ? സോവിയറ്റ് സിസ്റ്റത്തിന്റെ ഫീച്ചർ ആണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സ്ക്രീൻ ഒന്ന് സൈഡിലാക്കെ, ആ കഷ്ണം പെട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇറ്റ് ഗേവ് primacy to the streets and the Communist Party. The Soviet political system centered around the Communist Party centered ആയിട്ടായിരുന്നു അവരുണ്ടായിരുന്നത്. Factors of production, land, labor, capital, entrepreneurship owned and controlled by state. ലാൻഡ് ആയാലും ലേബർ ആയാലും ക്യാപിറ്റൽ ആയാലും എന്റർപ്രണർഷിപ്പ് ആയാലും എല്ലാം എന്താ ഓൺ ചെയ്യുക ആരായിരിക്കും? സ്റ്റേറ്റ് ആയിരിക്കും കൺട്രോൾ ചെയ്യുന്നത്. ആൻഡ് ഫോളോ ദ പോളിസി ഓഫ് പ്ലാൻഡ് എക്കോണമി ആണ് അവർ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. Then importance to basic needs of the society. സൊസൈറ്റിയുടെ ബേസിക് നീഡ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന സംഭവം അവർ മൊത്തമായി എന്ത് ചെയ്തിരുന്നു? അബോളിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു? സോവിയറ്റ് യൂണിയൻ ഒരു ഗ്രേറ്റ് പവർ ആയി മാറി. ദ എക്കോണമി, അവർ എക്കോണമി എന്ത് ചെയ്തു? ഫാസ്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്തു, കൂടി വന്നു. അങ്ങനെ US എക്കോണമിക്ക് ശേഷം സെക്കൻഡ് പൊസിഷനിൽ ആര് വന്നു? USSR വന്നു. They had sophisticated communication network. അവർക്ക് ഒരുപാട് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ഉണ്ടായി വന്നു. ദെൻ എനർജി റിസോഴ്സസ്, അവർക്ക് ഒരു വാസ്റ്റ് ആയിട്ട് എനർജി റിസോഴ്സസ് ഉണ്ടായിരുന്നു. എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ട് സിസ്റ്റം ഒക്കെ ആർക്കുണ്ടായിരുന്നു? നമ്മുടെ സോവിയറ്റ് യൂണിയൻ അവകാശപ്പെടാനുണ്ടായിരുന്നു. പക്ഷെ 1970 അതിന്റെ ഒരു മിഡിൽ ആയ സമയത്ത് സോവിയറ്റ് യൂണിയൻ റീച്ച് ദ സെനീത്ത് ഓഫ് ദ എക്കോണമിക് ഗ്രോത്ത്. നമ്മുടെ സോവിയറ്റ് യൂണിയൻ എക്കണോമിക് ഗ്രോത്തിന്റെ അത്യുന്നതയിൽ, ജനീത് ഏറ്റവും മൂർധന്യാവസ്ഥയിൽ എന്ത് ചെയ്തു? അവരെത്തിയില്ലേ? സോവിയറ്റ് യൂണിയൻ റീസൺസ് ഓഫ് ഇന്റഗ്രേഷൻ. പക്ഷെ സോവിയറ്റ് യൂണിയൻ എന്ത് സംഭവിക്കാനുണ്ടാ? ഡിസ്ഇന്റഗ്രേഷൻ സംഭവിക്കുക. എന്താണ് ഈ ഡിസ്ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്? ഇന്റേണൽ വീക്ക്നെസ് ലെഡ് ടു ദ ഡിസ്ഇന്റഗ്രേഷൻ ഓഫ് സോവിയറ്റ് യൂണിയൻ. മക്കളെ, ഒരുപാട് ഇന്റേണൽ ഇഷ്യൂസ് സോവിയറ്റ് യൂണിയനിൽ നടന്നിട്ടുണ്ടായിരുന്നു. പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് സോവിയറ്റിലെ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വീക്ക് ആയിരുന്നു. അവർ ഇന്റേണലി വീക്ക് ആയിരുന്നു. അതേപോലെ തന്നെ സോവിയറ്റ് എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയാലും ഇന്റേണൽ വീക്ക്നെസ് കാണാമായിരുന്നു. പിന്നുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് എന്താണ്? റൈസ് ഓഫ് നാഷണലിസം ആൻഡ് ഡിസയർ ഫോർ സോവറിറ്റി ഇൻ ദ റിപ്പബ്ലിക് ഓഫ് ദ സോവിയറ്റ് യൂണിയൻ. മക്കളെ, സോവിയറ്റ് യൂണിയന്റെ അണ്ടറിൽ ഒരുപാട് കൺട്രീസ് ചേർന്ന് ഫോം ചെയ്തിട്ടുള്ള ഒരു രാജ്യമല്ല. ഒരുപാട് ആളുകൾ ചേർന്നിട്ട് സോവിയറ്റ് യൂണിയൻ പറഞ്ഞ നമ്മള്
സോവിയറ്റ് യൂണിയനിലും അമേരിക്ക ആയാലും അടുത്തുള്ള കൺട്രീനൊക്കെ കൂട്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു അവരെ ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അവർക്ക് എല്ലാവർക്കും എന്താണ് ഒരു ഇൻഡിപെൻഡന്റ് ആവുക, ഒരു നാഷണലിസം ഡിസയർ, റൈസിംഗ് ഓഫ് നാഷണലിസം ആൻഡ് അങ്ങനെ ഒരു സുവേർഡിറ്റി, ആ ഒരു ഡിസയർ അവർക്ക് എന്ത് ചെയ്തു വരാൻ തുടങ്ങി. അതേപോലെ തന്നെ ഗോർബച്ചേവിന്റെ പരിഷ്കാരങ്ങൾ, റിഫോംസ് എന്തിലേക്ക് നയിച്ചു? സോവിയറ്റ് യൂണിയന്റെ ഡിസ്ഇന്റഗ്രേഷനിലേക്ക് നയിച്ചു. ഇവിടെ മക്കളെ നോക്കിക്കേ, സോവിയറ്റ് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ വീക്ക്നെസ്സസ് നമ്മൾ പറഞ്ഞു. എന്നാൽ എന്താണ് അവരുടെ വീക്ക്നെസ്സസ് നമ്മൾ പറഞ്ഞില്ലല്ലോ. അത് ഓരോന്നായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് എന്താണെടാ, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ അവർക്ക് ഉണ്ടായിരുന്നില്ല. സസ്പെൻഷൻ ഓഫ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ. നമുക്ക് പറയാൻ തോന്നിയ ഒരു കാര്യം, നമ്മുടെ മനസ്സിലുള്ള ഒരു കാര്യം നമുക്ക് എന്ത് ചെയ്യണം? മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അല്ലെ. അപ്പൊ നമ്മൾ പേടിച്ച് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. അവിടെ എന്തായിരുന്നു? ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഉണ്ടായിരുന്നില്ല. ഒരൊറ്റ സിംഗിൾ പാർട്ടി മാത്രമേ നിലനിന്നുള്ളൂ. സിംഗിൾ പാർട്ടിന് മാത്രം നിലനിൽക്കുമ്പോഴുള്ള പ്രശ്നം എന്താ? ഒപ്പോസിഷൻ പാർട്ടി ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഭരണവർഗം അല്ലെങ്കിൽ സിംഗിൾ പാർട്ടിയാണ് ഭരിക്കുമ്പോൾ അവരെന്തൊക്കെ മിസ്റ്റേക്കുകൾ ചെയ്യുന്നു എന്ന് ചൂണ്ടിക്കാണിക്കാൻ അവിടെ എന്ത് വേണം? ഒരു ഒപ്പോസിഷൻ പാർട്ടി ഉണ്ടായിരിക്കണം, ഒരു പ്രതിപക്ഷം ഉണ്ടായിരിക്കണം. ഒരു ഭരണപക്ഷം ഉണ്ടെങ്കിൽ അവിടെ ഒരു പ്രതിപക്ഷം കൂടെ എന്തായിരിക്കണം? ഉണ്ടായിരിക്കണം. പിന്നെ എന്താ പറയുന്നത് മക്കളെ, അവിടുത്തെ ബ്യൂറോക്രാറ്റ്സിന്റെ ഒരു ഡോമിനേഷൻ നമുക്ക് കാണായിരുന്നു. അവർക്ക് അവരുടെ തോന്നിയ രീതിയിൽ അവർ കാര്യങ്ങൾ അവർ മറ്റുള്ളവരെന്താ അടിമകളാക്കിയ അങ്ങനെ ഒരു രീതിയായിരുന്നു ആർക്കുണ്ടായിരുന്നത്? ബ്യൂറോക്രാറ്റ്സിന് ഉണ്ടായിരുന്നത്. ആൻഡ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വാസ് നോട്ട് അക്കൗണ്ടബിൾ ടു ദ പീപ്പിൾ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പാർട്ടി ആയിരുന്നില്ല അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താ ആളുകൾക്കൊന്നും അവർക്കൊരു അക്കൗണ്ടബിൾ ആയിട്ടുള്ള ഒരു പാർട്ടി ആയിരുന്നില്ല. അതേപോലെ തന്നെ ഒരുപാട് പൊളിറ്റിക്കൽ കറപ്ഷൻ എന്തിന്റെ ഉള്ളിൽ നടന്നു? പാർട്ടിയുടെ ഉള്ളിൽ നടന്നു. ഇത് സോവിയറ്റ് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഇന്റേണൽ വീക്ക്നെസ്സസ് ആണ് നമ്മൾ പറഞ്ഞത്. ഇനി സോവിയറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിലെ എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഇന്റേണൽ വീക്ക്നെസ്സസിലേക്കാണ് നമ്മൾ അടുത്തതായിട്ട് പോകുന്നത്. സോ ഇവിടെ നോക്കിക്കുക മക്കളെ, സ്റ്റാഗ്നേഷൻ ഓഫ് എക്കണോമിക് സിസ്റ്റം. എക്കണോമിക് സിസ്റ്റത്തിന് ഒരു സ്റ്റാഗ്നേഷൻ സംഭവിക്കുന്നു. ടെക്നോളജിക്കൽ ബാക്ക്വേർഡ്നെസ് ക്രിയേറ്റ് ആവുന്നു. കൺസ്യൂമർ ഗുഡ്സിൽ ഷോർട്ടേജ് നമ്മൾ ഫേസ് ചെയ്യാൻ തുടങ്ങി. അഗ്രികൾച്ചർ പ്രൊഡക്റ്റ് ഒക്കെ എന്ത് ചെയ്യുന്നു? ഫെയിലിയർ ആയി പോകുന്നു. അങ്ങനെ എന്ത് ചെയ്യാ സംഭവിക്കുന്നത്? പീപ്പിൾ അവെയർ ഓഫ് ദ എക്കണോമിക് അഡ്വാൻസ് ഓഫ് ദി വെസ്റ്റ്. വെസ്റ്റിലെ എക്കണോമിക്, ഇവർ ഈസ്റ്റ് ആണ്, വെസ്റ്റിലെ എക്കണോമിക് അഡ്വാൻസിനെ കുറിച്ച് അവർ അറിയാൻ തുടങ്ങുന്നു. ഇത് എന്തിലേക്കുള്ള? സോവിയറ്റ് യൂണിയന്റെ ഡിസ്ഇന്റഗ്രേഷനിലേക്കുള്ള ഒരു കാരണമായി മാറും. മൂന്നാമത്തെ ഒരു റീസൺ പറയുന്നത് എന്തായിരുന്നു? ആളുകൾക്ക് നമുക്കറിയാം, ഇറ്റ് വാസ് നോർമലി എ ഫെഡറൽ യൂണിയൻ ഓഫ് 50 റിപ്പബ്ലിക്സ്. നമ്മുടെ ജോർജിയ, ഉക്രൈൻ, ലാറ്റ്വിയ, എസ്റ്റോണിയ ഇവരെല്ലാവരും ചേർന്നിട്ടാണുള്ള ഒരു 50 റിപ്പബ്ലിക്കുകൾ, 15 റിപ്പബ്ലിക്സ് ചേർന്നിട്ടാണ് നമ്മുടെ സോവിയറ്റ് യൂണിയൻ. സോ ഇവർക്കൊക്കെ എന്ത് ചെയ്യാണ്? റഷ്യ ഇവരുടെ മേലെ ഡോമിനേറ്റ് ചെയ്യുന്നു എന്നൊരു ഫീൽ ഇവർക്ക് ഉണ്ടാവും. ഇവരെ പോലുള്ള ആളാണ് റഷ്യ. വൈ അവര് നമ്മളെ ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു ഫീല് മറ്റുള്ള രാജ്യങ്ങൾക്ക് ഉണ്ടാവുന്നു. അതെന്താ ക്രിയേറ്റ് ചെയ്യുന്നത്? ക്രിയേറ്റ് ചെയ്ത ഫീലിംഗ് ഓഫ് അവോയ്ഡൻസ് അമംഗ് അതർ റിപ്പബ്ലിക്. സോ ഞങ്ങളെ ആരെയും എന്ത് ചെയ്യുന്നില്ല? ഫോക്കസ് ചെയ്യുന്നില്ല. USSR, സോവിയറ്റ് യൂണിയൻ നമ്മൾ ആരെയും വേണ്ട, റഷ്യനെ മാത്രം മതി, റഷ്യനെ മാത്രം ഇവർ ഫോക്കസ് ചെയ്യുന്നു, നമ്മളെ അവോയ്ഡ് ചെയ്യുന്നു എന്നൊരു ഫീല് മറ്റുള്ള റിപ്പബ്ലിക്സിന് ഉണ്ടാകാൻ തുടങ്ങി. ദെൻ ഗോർബച്ചേവിന്റെ പരിഷ്കാരങ്ങൾ. ഗോർബച്ചേവ് മക്കളെ എന്തായിരുന്നു? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ 1985 സോവിയറ്റ് യൂണിയനിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു മിഖായിൽ ഗോർബച്ചേവ്. അദ്ദേഹം USSRന്റെ ലാസ്റ്റ് പ്രസിഡന്റ് ആയിരുന്നു. അതോടുകൂടെ USSR അവസാനിക്കാം. അപ്പം ലാസ്റ്റ് പ്രസിഡന്റ് ആയിരുന്നു. അങ്ങനെ ഈ ഒരു പീരീഡിലാണ് USSRന്റെ ഡിസ്ഇന്റഗ്രേഷൻ കംപ്ലീറ്റ് ആയത്. എന്തോ അവാർഡ് പോലെയല്ല നമ്മൾ പറഞ്ഞത്. അദ്ദേഹം വന്നതോടുകൂടെ എന്ത് ചെയ്തു? അടപടലം പോയി നമുക്ക് പറയാം. അങ്ങനെ അദ്ദേഹം മക്കളെ 2 റെവല്യൂഷണറി റിഫോംസ് കൊണ്ടുവരുന്നുണ്ട്. ഒന്ന് പെരസ്ട്രോയിക്ക്, ഒന്ന് ഗ്ലാസ് നോച്ചു. എന്താണിത്? ത്രൂ ദിസ് റിഫോംസ് ഹി ട്രൈ ടു റിഫോം സോവിയറ്റ് എക്കോണമി. അദ്ദേഹം ശ്രമിച്ചത് ഈ ഒരു റിഫോംസിലൂടെ സോവിയറ്റ് എക്കോണമി റിഫോം ചെയ്യാനാണ് ശ്രമിച്ചത്. ബട്ട് ഇവിടെ എന്ത് സംഭവിക്കുന്നു? അത് പരാജയപ്പെട്ടു പോകുന്നല്ലേ മക്കളെ? എന്ത് സംഭവിക്കുന്നു? പരാജയപ്പെട്ടു പോകുന്നു. എന്താണ് ഈ പെരസ്ട്രോയിക്ക എന്ന് പറയുന്നത്? സോ അതൊരു ഓപ്പൺനെസ് ആൻഡ് ട്രാൻസ്പെറൻസി ഇൻ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഒരു ഓപ്പൺനെസ്സും ട്രാൻസ്പെറൻസിയും ആയിരുന്നു ഈ പെരസ്ട്രോയിക്ക എന്ന് പറയുന്നത്. ആൻഡ് ഗ്ലാസ്നോസ് എന്ന് പറയുന്നത് എന്താണ്? എക്കണോമിക് സിസ്റ്റം എന്ത് ചെയ്യാ? റെസ്ട്രിക്റ്റിംഗ് ചെയ്യാ അല്ലെ? എക്കണോമിക് സിസ്റ്റം എന്ത് ചെയ്യാണ്? റെസ്ട്രിക്ചറിങ് ചെയ്യാണ്. പക്ഷെ ഇത് എന്ത് ചെയ്തു? പരാജയപ്പെട്ടു പോകുന്നു. അങ്ങനെ ഈ ഒരു സോവിയറ്റ് യൂണിയന്റെ ഡിസ്ഇന്റഗ്രേഷന്റെ കോൺസിക്വൻസസിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് കോൾഡ് വാറിന്റെ എൻഡ് നമുക്ക് പറയാം. പവർ റിലേഷനിൽ ഒരു ചേഞ്ചസ്
അതേപോലെ തന്നെ പുതിയ പുതിയ കൺട്രീസ് എന്ത് ചെയ്ത് മെർജ് ചെയ്തത് നമ്മളെ സോവിയറ്റ് യൂണിയന്റെ ഡിസിന്റഗ്രേഷന്റെ പ്രോസസ് ആയിട്ടുണ്ട്. ആൻഡ് ഈ സമയത്താണ് മക്കളെ ഷോക്ക് തെറാപ്പി വന്നത്. ഷോക്ക് തെറാപ്പി എന്ന് പറയുന്നത് എന്താ? ആരെ നമ്മളെ ഷോക്ക് അടിപ്പിക്കുകയാണോ? അതേപോലെ തന്നെയാട്ടോ സംഭവം. എന്താ നമുക്ക് നോക്കിയാലോ? ഡിസിന്റഗ്രേഷൻ ലെഡ് ടു ദ പ്രോസസ് ഓഫ് ട്രാൻസിഷൻ. മക്കളെ ഈ ഡിസിന്റഗ്രേഷൻ സോവിയറ്റ് യൂണിയനിലേക്ക് വന്നതോടുകൂടെ ഇവിടെ ഒരുപാട് ട്രാൻസിഷൻസും കാര്യങ്ങളും നടക്കുന്നു. ട്രാൻസിഷൻ ഫ്രം അതോറിറ്റേറിയൻ സോഷ്യലിസ്റ്റ് സിസ്റ്റം ടു ഡെമോക്രാറ്റിക് ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റം. അതായത് ഒരു അതോറിറ്റേറിയൻ സോഷ്യലിസ്റ്റ് സിസ്റ്റത്തിൽ നിന്ന് ഒരു ഡെമോക്രാറ്റിക് ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റത്തിലേക്ക് വരുന്നു. ആൻഡ് ദ മോഡൽ ഓഫ് ട്രാൻസിഷൻ ഇൻ റഷ്യ, Central Asia, East Europe that was influenced by the World Bank and IMF came to be known as എന്ത് പേരില്? ഷോക്ക് തെറാപ്പി. എന്ത് പേരിൽ അറിയപ്പെട്ടു? ഷോക്ക് തെറാപ്പി എന്ന പേരിൽ അറിയപ്പെട്ടു. ക്ലിയർ ആയോ മക്കളെ? The model of transition in Russia, Central Asia, East Europe that was influenced by the World Bank and IMF came to be known as shock therapy. ആൻഡ് എന്താണ് ഈ ഷോക്ക് തെറാപ്പിയുടെ ഫീച്ചർ? നമ്മൾ പറഞ്ഞു പ്രൈവറ്റ്, അവിടെ ഒരു ട്രാൻസിഷൻ നടക്കുന്നു. ട്രാൻസിഷന്റെ ഫലമായിട്ട് പ്രൈവറ്റ് ഓണർഷിപ്പ് എന്താവുകയാണ്? എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നു. ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഫ്രീ ട്രേഡ്. സോ ഇവിടെ എന്താണ്? ഇതിന്റെ ഫലമായിട്ട് ഒരു ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റും ഫ്രീ ട്രേഡും എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നു. പിന്നെ നമ്മളെ പോളിസി ഓഫ് പ്രൈവറ്റൈസേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. കളക്റ്റീവ് ഫാമിംഗ് വരുന്നു. അതിലൂടെ തന്നെ എന്താണ്? സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള നമ്മളെ പ്രൈവറ്റ് ഫാമിങ്ങും കാര്യങ്ങളും ഫോം ചെയ്യുന്നു. ഒരു സോവിയറ്റ് മോഡൽ ഓഫ് എക്കോണമി മാറിയിട്ട് അത് എന്തിനുമൊക്കെ വരുന്നു? ക്യാപിറ്റലിസ്റ്റ് മോഡൽ ഓഫ് എക്കോണമിയിലേക്ക് വരുന്നു. സോ ഇറ്റ്സ് എ ട്രാൻസിഷൻ ഫ്രം ദിസ്, അല്ലെ? ഇറ്റ്സ് എ ട്രാൻസിഷൻ ഫ്രം സോവിയറ്റ് മോഡൽ എക്കോണമി ടു ക്യാപിറ്റലിസ്റ്റ് മോഡൽ ഓഫ് എക്കോണമി. അതിലേക്കുള്ള ട്രാൻസിഷൻ ആണ് ഇവിടെ ഒരു നടക്കുന്നത്. ക്ലിയർ ആയില്ലേ? ഈ ഷോക്ക് തെറാപ്പിയിലൂടെ ഉണ്ടാകുന്ന കോൺസിക്വൻസസ് ആണ് അടുത്ത് നമ്മൾ പറയുന്നത്. നമ്മളെ സ്റ്റേറ്റ് കൺട്രോൾഡ് ഇൻഡസ്ട്രീസും എല്ലാം എന്ത് ചെയ്തു? കൊലാപ്സ് ആവാൻ തുടങ്ങി. ദ റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ വാസ് ഹൈ ആൻഡ് പീപ്പിൾ ലോസ് ദർ സേവിങ്സ്. അങ്ങനെ സാധനങ്ങളുടെ വിലയെല്ലാം എന്ത് ചെയ്തു? കുത്തനെ കൂടുന്നു. ആളുകളുടെ സേവിങ്സും കാര്യങ്ങളൊക്കെ മക്കളെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളെ അവിടുത്തെ കോയിന്റെ വാല്യൂ എന്ത് ചെയ്തു? അത് ഡിക്ലൈൻ ആവാൻ തുടങ്ങി. ദെൻ ബ്ലാക്ക് മാർക്കറ്റ്സ് ഇൻക്രീസ് ചെയ്തു വന്നു. ആളുകളൊക്കെ എന്ത് ചെയ്തു? സാധനങ്ങൾ ഹോൾഡ് ചെയ്ത് വെക്കാൻ തുടങ്ങി. ദെൻ കളക്റ്റീവ് ഫാം സിസ്റ്റം എല്ലാം കൊളാപ്സ് ചെയ്ത് ഫുഡിന് ഷോർട്ടേജ് ഫേസ് ചെയ്തു. ഇന്റേണൽ പ്രൊഡക്ഷനിൽ ഡിക്ലൈൻ സംഭവിച്ചു. സോഷ്യൽ വെൽഫെയർ സിസ്റ്റം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു? ഡിസ്ട്രോയ് ചെയ്തു. ഒന്ന് തുടങ്ങാൻ കാത്തിരിക്കുകയാണ്, ബാക്കി എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തു? നശിച്ചുകൊണ്ടേയിരുന്നു. സോ ദ അക്കാദമിക് ആൻഡ് ഇന്റലക്ച്വൽ മാൻ പവർ എന്ത് ചെയ്തു? ഡിസിന്റഗ്രേറ്റഡ് ആയി. കുറെ ആളുകൾ മൈഗ്രേറ്റ് ചെയ്തു പോയി. ദ ആക്റ്റീവ് ഇൻവോൾവ്മെന്റ് ഓഫ് മാഫിയ ഇൻ കൺട്രോളിംഗ് മെനി എക്കണോമിക് ആക്ടിവിറ്റി. ഒരുപാട് എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ത് ചെയ്തു? മാഫിയെ കൺട്രോൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എന്താ എത്താൻ തുടങ്ങി. ഇസ് ഇറ്റ് ക്ലിയർ ആയില്ലടാ? ഓക്കെ അല്ലേ? സെറ്റ്. അപ്പൊ നമുക്ക് അടുത്തേക്ക് പോവാം. ഇന്ത്യ ആൻഡ് പോസ്റ്റ് കമ്മ്യൂണിസ്റ്റ് കൺട്രീസ് ആണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇന്ത്യ ഹാസ് മെയിൻറ്റെയിൻ ഗുഡ് റിലേഷൻ വിത്ത് ഓൾ ദ പോസ്റ്റ് കമ്മ്യൂണിസ്റ്റ് കൺട്രി. ഇന്ത്യക്ക് പണ്ട് മുതലേ എല്ലാവരുമായിട്ട് നല്ല ബന്ധം ഇന്ത്യ മെയിൻറ്റെയിൻ ചെയ്തു. എസ്പെഷ്യലി ആരുമായിട്ട്? റഷ്യയുമായിട്ട്. ബിക്കോസ് റഷ്യ എന്തായിരുന്നു? സ്ട്രോങ്സ്റ്റ് ആയിരുന്നു. അവരെന്തായിരുന്നു? ശക്തിമാനായിരുന്നു, അല്ലെ? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ മ്യൂച്വൽ ട്രസ്റ്റ് ആൻഡ് കോമൺ ഇൻട്രസ്റ്റ്. ഇവർ തമ്മിൽ എന്താ? ഒരു മ്യൂച്വൽ ട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഇവർക്ക് രണ്ടുപേർക്കും എന്താ? ഒരു കോമൺ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. സോ ഇന്ത്യക്ക് എപ്പോഴും എന്താണ്? പോസ്റ്റ് കമ്മ്യൂണിസ്റ്റ് കൺട്രീസ് ആയിട്ട് നല്ലൊരു റിലേഷൻ ആയിരുന്നു ഇന്ത്യ ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ക്ലിയർ മക്കളെ? ഇനി ഇന്ത്യ റഷ്യ റിലേഷൻസിന്റെ ഏരിയാസ് നമ്മൾ നോക്കുകയാണെങ്കിൽ, കാശ്മീർ ഇഷ്യൂ സംഭവിച്ച സമയത്ത്, കാശ്മീർ ഇഷ്യൂ നടന്ന സമയത്ത്, ഇന്ത്യ പാകിസ്ഥാനായിട്ട് നടന്ന സമയത്ത് ഇന്ത്യനെ റഷ്യ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈക് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ ഇവർ എനർജി സപ്ലൈസ്, ദെൻ ഇൻഫർമേഷൻ ഷെയറിങ്ങും, ഇന്റർനാഷണൽ ടെററിസം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്തു പോന്നു. ദെൻ നമ്മളെപ്പോഴും ചൈനയുമായിട്ടുള്ള റിലേഷൻ ബാലൻസ് ചെയ്യാം. അതിലൊക്കെ റഷ്യ ആരെ സഹായിച്ചിട്ടുണ്ടായിരുന്നു? ഇന്ത്യയെ സഹായിച്ചു. ഇന്ത്യ സെക്കൻഡ് ലാർജസ്റ്റ് ആംസ് മാർക്കറ്റ് ഫോർ റഷ്യ. റഷ്യയുടെ സെക്കൻഡ് ലാർജസ്റ്റ് ആം മാർക്കറ്റ് ആണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ട്? റഷ്യ എന്ത് ചെയ്തിട്ടുണ്ട്? ഇന്ത്യയുടെ ന്യൂക്ലിയർ എനർജി പ്ലാന്റ്സിൽ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ അസിസ്റ്റിംഗ് ഇന്ത്യ സ്പേസ് ഇൻഡസ്ട്രി ഫോർ ഗിവിംഗ്. അതേപോലെ തന്നെ നമ്മൾ എന്താ? ഈ റോക്കറ്റ് ലോഞ്ച് റിലേറ്റഡ് ആയിട്ടുള്ള ഇന്ത്യയുടെ സ്പേസ് ഇൻഡസ്ട്രിയിലും ആര്
ചെയ്തിട്ടുണ്ട്, റഷ്യ ചെയ്തിട്ടുണ്ട്. ഇനി കൾച്ചറൽ റിലേഷനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹിന്ദി ഫിലിംസ് ആൻഡ് ഇന്ത്യൻ കൾച്ചർ വർ പോപ്പുലർ ഇൻ സോവിയറ്റ് യൂണിയൻ. സോവിയറ്റ് യൂണിയനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ഹിന്ദി കൾച്ചർ ആയാലും ഹിന്ദി മൂവീസ് ആയാലും ഫിലിംസ് ആയാലും ഇന്ത്യൻ കൾച്ചർ ആയാലും വളരെ ഫേമസ് ആയിട്ടുള്ള ഒന്നാണ്, വളരെ പോപ്പുലർ ആണ് എവിടെ, നമ്മുടെ സോവിയറ്റ് യൂണിയൻ. ക്ലിയർ ആയില്ല മക്കളെ? അപ്പൊ അതോടുകൂടെ നമ്മുടെ 11ാമത്തെ ചാപ്റ്റർ നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ എങ്ങോട്ടാ പോകുന്നേ? നമ്മളെ 12ാമത്തെ 12th ചാപ്റ്ററിലേക്കാണ് പോകുന്നത്. സോ ഇവിടെ ആരുടെയോ ഹെജിമണി കാണാം. വാട്ട് ഡു മീൻ ബൈ ഹെജിമണി? യുഎസ് ഹെജിമണി ഇൻ വേൾഡ് പൊളിറ്റിക്സ്. എന്താണ് ഈ ഹെജിമണി എന്ന് എന്റെ മക്കൾക്ക് അറിയോ? അറിയാവോ? അറിയുന്നവരൊന്ന് വേഗം കമന്റ് ചെയ്തേ. എന്താണ് ഈ ഹെജിമണി? ഹെജിമണി എന്ന് പറഞ്ഞത് എന്തോ മണിയാണ്, അങ്ങനെ തോന്നുന്നുണ്ടാലേ. സോ എന്തോ മണിയല്ല, ഹെജിമണി എന്ന് പറയുന്നത് ഒരു ഡോമിനൻസ് ആ മക്കളെ. ഒരു എക്കണോമിക്കലി ആയിട്ടുള്ളതും ഫിനാൻഷ്യലി ആയിട്ടുള്ളതും ദെൻ കൾച്ചറലി ആയിട്ടുള്ളതും അക്കാദമിക്കലി എല്ലാത്തിന്റെയും ഒരു ഡോമിനേഷൻ ആണ്. സോ ആ ഡോമിനേഷനെയാണ് നമ്മൾ ഹെജിമണി എന്ന് വിളിക്കുന്നത്. സോ ഇവിടെ ആർക്കാണ് ആ ഡോമിനേഷൻ ഹെജിമണി ഉള്ളത്? നമ്മുടെ യുഎസിനാണ് ഉള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ യുഎസിന് എവിടേക്കാണ് ആ ഹെജിമണിയും കാര്യങ്ങളും ഉണ്ടായിരുന്നതും ആൻഡ് ഹൗ ടു ഓവർകം ദിസ് ഹെജിമണി, നമ്മൾ എങ്ങനെ ഈ ഒരു ഹെജിമണിനെ ഓവർകം ചെയ്യുന്നു നമുക്ക് നോക്കിയാലോ. സോ അതൊക്കെയാണ് നമ്മുടെ 12th ചാപ്റ്റർ ആയ യുഎസ് ഹെജിമണി ഇൻ വേൾഡ് പൊളിറ്റിക്സിൽ പഠിക്കാനുള്ളത്. ഓക്കെ, റെഡി അല്ലേ? അപ്പൊ നമ്മളിതാ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് മക്കളെ ഒരു ന്യൂ വേൾഡ് ഓർഡർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ അതുമായിട്ടാണ്, അതിന്റെ ഒരു ബിഗിനിങ്ങിലൂടെയാണ് നമ്മൾ പോകുന്നത്. നമുക്ക് നോക്കാം. യുഎസ് ബിക്കം സൂപ്പർ പവർ. എന്താ പറയുന്നത്? യുഎസ് ബിക്കം സൂപ്പർ പവർ. യുഎസ് ബിക്കം സൂപ്പർ പവർ ഇൻ 1991. മക്കളെ, സോവിയറ്റ് യൂണിയന്റെ അധപതനത്തോടുകൂടെ ഡിസിന്റഗ്രേഷനിലൂടെ നമ്മൾ വേൾഡിലെ സൂപ്പർ പവർ ആയിട്ട് ആര് മാറുന്നു? നമ്മുടെ യുഎസ് മാറുന്നു. ദാറ്റ് മീൻസ് നമ്മുടെ അമേരിക്ക മാറും. അമേരിക്ക 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 എന്നായി ലോകം മൊത്തം അല്ലെ. സോ ദ വേൾഡ് ബിക്കം യൂണിപോളാർ. വേൾഡ് എന്ത് ചെയ്യുന്നു? ബൈപോളാരിറ്റി ഉള്ളത്. സോ നമ്മുടെ കഴിഞ്ഞ ചാപ്റ്റർ എന്തായിരുന്നു? എൻഡ് ഓഫ് ബൈപോളാരിറ്റി. ദാറ്റ് മീൻസ് യുഎസും യുഎസ്ആറും നമ്മളെ ആ ഒരു ബൈപോളാരിറ്റിയുടെ എൻഡ് നമ്മൾ നോക്കി. ഇപ്പം നമ്മൾ എവിടെ എന്താ കാണുന്നത്? ഒരു യുഎസിന്റെ ഒരു യൂണിപോളാർ വേൾഡ് എന്താണ് ക്രിയേറ്റ് ആകപ്പെട്ടു. യുഎസ് ഹെജിമണി എല്ലാവരും അതെപ്പോഴായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്? 1945 സെക്കൻഡ് വേൾഡ് വാർ എൻഡ് ചെയ്തതോടുകൂടെ യുഎസിന് എത്രത്തോളം ഹെജിമണി ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇറ്റ് വാസ് ദ ഗ്ലോബലൈസേഷൻ ഓഫ് 1991 ദാറ്റ് ബൂസ്റ്റഡ് യുഎസ് ഹെജിമണി. യുഎസ് ഹെജിമണി ഒന്നുകൂടെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്ലോബലൈസേഷന് സാധിച്ചിട്ടുണ്ട്. സോ ഇവിടെ നമ്മൾ ആദ്യം തന്നെ മക്കളെ പഠിക്കാൻ പോകുന്നത് 1991 ഫസ്റ്റ് ഗൾഫ് വാർ ആണ്. എന്താ നോക്കാൻ പോകുന്നത്? 1991 ഫസ്റ്റ് ഗൾഫ് വാർ. In August 1990, Iraq attacked Kuwait and annexed it. 1990 ഓഗസ്റ്റിൽ എന്ത് സംഭവിക്കുന്നു? ഇറാഖ് കുവൈറ്റ് അറ്റാക്ക് ചെയ്യുന്നു. ആൻഡ് ആഫ്റ്റർ ദ സീരീസ് ഓഫ് ഡിപ്ലോമാറ്റിക് അറ്റംപ്റ്റ്സ്, ഒരുപാട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചകൾക്ക് വിധേയമാകുന്നു. പക്ഷെ ഇവിടെയൊക്കെ ഇവർ പരാജയപ്പെട്ടു. ആൻഡ് ഇറാഖ് സ്റ്റോപ്ഡ് അഗ്രഷൻ. ദ UN mandated the liberation of Kuwait by force. A massive coalition force. മക്കൾ ഇവിടെ എന്താണ്? ഒരു മാസീവ് കോalition ഫോഴ്സ് എങ്ങോട്ട് നടക്കുകയാണ്? ഇറാഖിനെതിരെ ഫൈറ്റ് ചെയ്യാൻ ഇറങ്ങുന്നു. ഇറാഖിനെ പരാജയപ്പെടുത്തുന്നു, കുവൈറ്റിനെ വീണ്ടെടുക്കുന്നു. സോ ഇറ്റ്സ് നോൺ ആസ് ദ ഫസ്റ്റ് ഗൾഫ് വാർ. അത് എന്ത് പേരിൽ അറിയപ്പെട്ടു? ഒന്നാം ഗൾഫ് യുദ്ധം എന്ന പേരിൽ അറിയപ്പെട്ടു. ഇത് ഫസ്റ്റ് ഗൾഫ് വാർ എന്ന പേരിൽ അറിയപ്പെട്ടു. സോ ഈ ഒരു ഫസ്റ്റ് ഗൾഫ് വാറോട് കൂടെ നമ്മുടെ അമേരിക്ക 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 എന്ന ഫസ്റ്റിൽ കൂടുതൽ എന്ത് ചെയ്തു? ശക്തമാകാൻ തുടങ്ങി. വേൾഡ് മൊത്തം ആർക്കുള്ള ഡോമിനൻസ്? അമേരിക്കയുടെ ഡോമിനൻസ് നമ്മൾ കാണാൻ തുടങ്ങി. ആൻഡ് UN called the military operation. സോ UN ഈ ഒരു മിലിറ്ററി ഓപ്പറേഷനെ വിളിച്ചിരുന്ന പേരെന്താണ്? ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോം എന്നായിരുന്നു വിളിച്ചിരുന്നത്. UN operation was overwhelmingly American. സോ ഇവര് എല്ലാവരും എന്താ അമേരിക്കനെ ഭയങ്കരമായിട്ട് വെൽക്കമിങ്ങോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. അമേരിക്ക കാരണമാണ് ഇത് രക്ഷപ്പെട്ടെന്നും ഇവരെ സഹായിച്ചെന്നൊക്കെയുള്ള ഒരു പേരും ഇതൊക്കെ അമേരിക്കക്കായി. അങ്ങനെ ഈ ഒരു ഫസ്റ്റ് ഗൾഫ് വാറിന്റെ ഒരു ഫീച്ചർ നമ്മൾ പറയുകയാണെങ്കിൽ 75% സോൾജേഴ്സ് അമേരിക്കയിൽ നിന്നുള്ളതായിരുന്നു.
അതേപോലെ തന്നെ റിവീൽ ദ ഗ്രേറ്റ് ടെക്നോളജിക്കൽ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ US ആ സമയത്ത് ഒരുപാട് ടെക്നോളജിക്കൽ അഡ്വാൻസ് ഉണ്ടായിരുന്നു. മറ്റുള്ള കൺട്രീസും തമ്മിൽ വളരെ വലിയ തോതിലൊരു ടെക്നോളജിക്കൽ ഗ്യാപ്പ് നമുക്ക് കാണാമായിരുന്നു. US ആ സമയത്ത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് സ്മാർട്ട് ബോംബ്സ് ആയിരുന്നു അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ക്രിയേറ്റ് ദ ഇംപ്രഷൻ ദാറ്റ് ഇറ്റ് വാസ് എ കമ്പ്യൂട്ടർ വാർ. സോ അതുകൊണ്ട് തന്നെ ഇതൊരു കമ്പ്യൂട്ടർ വാർ എന്ന രീതിയിലുള്ള ഒരു ഇംപ്രഷനും കാര്യങ്ങളൊക്കെ മക്കളോട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആസ് എ റിസൾട്ട് ഓഫ് ദ വൈഡ് സ്പ്രെഡ് ടെലിവിഷൻ കവറേജ്, ഇത് ഈ ഒരു വാറിനെ കുറിച്ചൊരു വേൾഡ് മൊത്തം എന്ത് ചെയ്തു, ടെലിവിഷൻ കവർ ചെയ്തു, ലോകം മുഴുവൻ അറിയുന്നു. സോ അങ്ങനെ ഇത് എന്ത് പേരിലും അറിയപ്പെടുന്നുണ്ട്, വീഡിയോ ഗെയിം വാർ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. US മേഡ് എ പ്രോഫിറ്റ് ഫ്രം ദ വാർ. ഈ വാറിന് US എന്ത് ചെയ്തു, പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ടിരുന്നു. സോ ഈ ഒരു സമയത്താണ് നമ്മുടെ ക്ലിന്റന്റെ ക്ലിന്റന്റെ ആ ഒരു കാലഘട്ടം നമ്മൾ കാണുന്നത്. ക്ലിന്റന്റെ കാലഘട്ടം എന്ന് പറയുമ്പോൾ എന്ത് കാലഘട്ടമാണ്, ആരാണ് ക്ലിന്റൻ എന്നൊക്കെ നമുക്ക് നോക്കാം. 1992-96 വരെ ഉണ്ടായിരുന്ന പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ വോൺ ചെയ്ത് വിജയിച്ച വ്യക്തിയായിരുന്നു ആര്, നമ്മുടെ ക്ലിന്റൻ ചേട്ടൻ. ആരാണ്, നമ്മുടെ ക്ലിന്റൻ ചേട്ടൻ. ഓക്കെ. ആൻഡ് remained the president of the US for 18 years. 8 years or 8 years അല്ല, 18 അല്ല, 8 years. മക്കളെ 8 വർഷക്കാലം എന്താണ്, US എന്തായിട്ട് ഉണ്ടായിരുന്നു, പ്രസിഡന്റ് ആയിരുന്നു. The Clinton period gave the impression that America had withdrawn into the internal affairs and was not fully engaged in വേൾഡ് പൊളിറ്റിക്സ്. ആൻഡ് ഇവിടെ എന്താ പറയുന്നത്, അമേരിക്ക എന്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തു, ഇന്റേണൽ അഫയേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തു, വേൾഡ് പൊളിറ്റിക്സിൽ എൻഗേജ് ചെയ്തിട്ടാണ്, പക്ഷെ നോട്ട് ഫുള്ളി എൻഗേജ്. അറ്റ് ദ സെയിം ടൈം ദ കോൺസെൻട്രേറ്റ് ഓൺ എന്താണ്, ഇന്റേണൽ അഫയേഴ്സിലാണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. അത് ഇന്ത്യൻ ഗവൺമെന്റ് ടെൻഡ് ടു ഫോക്കസ് ഓൺ ദ സോഫ്റ്റ് ഇഷ്യൂസ് ലൈക്ക് ദ ഡെമോക്രസി, പ്രൊമോഷൻ, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് വേൾഡ് ട്രേഡ്. നമ്മൾ കേൾക്കുമ്പോൾ വളരെ സോഫ്റ്റ് ഇഷ്യൂ എന്ന് തോന്നുന്ന ഒരുപാട് കാര്യത്തിൽ ഇവരെന്ത് ചെയ്തു, ഇമ്പോർട്ടൻസ് കൊടുത്തു. ലൈക്ക് ഡെമോക്രസി, പ്രൊമോഷൻ, ക്ലൈമറ്റ് ചേഞ്ച്, വേൾഡ് ട്രേഡ്, അതിലൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തു. ആൻഡ് ദ ഹാർഡ് പൊളിറ്റിക്സ് ഓഫ് മിലിറ്ററി പവർ സീം ടു ബി ഔട്ട് ഓഫ് ഫോക്കസ്. സോ ഇവിടെ എന്താണ്, ഒരു മിലിറ്ററി പവറിന് അധികം ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് അവരെന്ത് ചെയ്തു, ഇമ്പോർട്ടൻസും കാര്യങ്ങളും കൊടുക്കാൻ തുടങ്ങി. ഈവൻ ഡ്യൂറിംഗ് ദിസ് ഇയേഴ്സ് ദ US showed as interest in hard politics by bombarding targets around Yugoslavia for 2 months and forcing the downfall of the government of Slobodan Milosevic in Kosovo. Another significant military action was against Al-Qaeda, a terrorist organization which bombed US embassies in Kenya and Tanzania. US embassies ആയ കെനിയയിലും തൻസാനിയയിലും ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആയ Al-Qaeda എന്ത് ചെയ്യുന്നു, ഒരു മിലിറ്ററി ആക്ഷൻ നടത്തുന്നു. വിത്തിൻ ഫ്യൂ ഡേയ്സ് എന്തെയാണ്, നമ്മളെ ക്ലിന്റൺ ഓടെ മിലിറ്ററി ഓപ്പറേഷൻ അഗെയിൻസ്റ്റ് അൽഖ്വയ്ദക്കെതിരെ ഒരു മിലിറ്ററി ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നു, മിലിറ്ററി ഓപ്പറേഷൻ എന്ത് ചെയ്യുന്നു, സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ക്ലിന്റൺ ഓർഡർ കൊടുക്കുന്നു. ഇറ്റ് കെയിം ടു ബി നോൺ ആസ് ഓപ്പറേഷൻ ഇൻഫിനിറ്റ് റീച്ച്. സോ ഇത് എന്ത് പേരിൽ അറിയപ്പെട്ടു, ഓപ്പറേഷൻ ഇൻഫിനിറ്റ് റീച്ച് എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടത്. And cruise missile strike came on Al-Qaeda terrorist target in Sudan and Afghanistan, 9/11 and the global war on terror. And ഇവിടെ സംഭവിക്കുന്ന എന്താണ്, അങ്ങനെ 2001 സെപ്റ്റംബർ 11 19 hijackers took control of 4 American commercial aircraft. മക്കളെ 2001 സെപ്റ്റംബർ 11 19 hijackers എന്ത് ചെയ്യാണ്, അമേരിക്കൻ കൊമേഴ്ഷ്യൽ എയർക്രാഫ്റ്റ് എന്ത് ചെയ്യുന്നു, പിടിച്ചെടുക്കുന്നു. And flew them to the important skyscrapers in USA. The north and south towers of the World Trade Center in New York were hit. അതെന്ത് ചെയ്യാണ്, നമ്മുടെ ന്യൂയോർക്ക് സിറ്റിയിലെ നോർത്ത് ആൻഡ് സൗത്ത് ടവേഴ്സ് എന്ത് ചെയ്തു, ഹിറ്റ് ചെയ്യുന്നു. The attack have come to be known as, ഇത് എന്ത് പേരിൽ അറിയപ്പെട്ടു, 9/11 എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടത്. And it was a terrific shock to America. അമേരിക്ക ഒരിക്കലും എന്താണ് ഇമാജിൻ പോലും ചെയ്യാത്തൊരു, പെട്ടെന്ന് ഒരിക്കലും അവർക്ക് ഇങ്ങനെ സംഭവിക്കുന്ന അവർ എക്സ്പെക്ട് പോലും ചെയ്യാത്തതൊന്നായിരുന്നു. സോ ഇതൊരു ടെറിഫിക് ഷോക്ക് ആയിട്ട് അവർക്ക് മാറി. It was the most severe attack in the history of US since the 1776. So 76 മുതൽ US ഇത്രയും രീതിയിലുള്ള ഒരു അറ്റാക്കും കാര്യങ്ങളൊന്നും US ഫേസ് ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല. Attacking nearly 3,000 persons. So ഈ ഒരു അറ്റാക്ക് കാരണം 3,000 persons എന്ത് ചെയ്തു, ആയി. And it was a joy to the American who had a complete trust in the security
ഒരുപാട് ആളുകൾക്ക് അമേരിക്കൻ സെക്യൂരിറ്റിയിലെ വിശ്വാസം നഷ്ടപ്പെട്ടു. ജോർജ് ബുഷ് ബിക്കേം ദ നെക്സ്റ്റ് അമേരിക്കൻ പ്രസിഡന്റ്. അതിനുശേഷം നമ്മുടെ ജോർജ് ബുഷ് ആയി അമേരിക്കയുടെ അടുത്ത പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഹി വാസ് നോട്ട് സോഫ്റ്റ് ലൈക്ക് ക്ലിന്റൺ. ക്ലിന്റനെ പോലെ സോഫ്റ്റ് ലൈക്ക് ആയിരുന്നു. ക്ലിന്റൺ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു സോഫ്റ്റ് ലൈക്ക് ഇഷ്യൂസ് ആയ ക്ലൈമറ്റ്, ഡെമോക്രസി പ്രൊമോഷൻ ലൈക്ക് ദാറ്റ്. നമ്മുടെ ജോർജ് ബുഷ് എന്തായിരുന്നു, ഹി വാസ് നോട്ട് സോഫ്റ്റ് ലൈക്ക് ക്ലിന്റൺ. ക്ലിന്റനെ പോലെ ഒരു സോഫ്റ്റ്വെയർ ആയിട്ടുള്ള പേഴ്സൺ അല്ലായിരുന്നു. And George Bush launched the Operation Enduring Freedom against those suspected to be the being the 9/11 attack. So 9/11 അറ്റാക്കിൽ ഫേസ് ചെയ്തിരുന്ന അതിനെതിരെ എത്രത്തോളം ആളുകൾ അവിടെ സഫർ ചെയ്തു, കഷ്ടപ്പെട്ടു. അതിനെതിരെ ജോർജ് ബുഷ് എന്ത് ചെയ്തു, ഒരു ഓപ്പറേഷൻ എൻഡ്യൂറിംഗ് ഫ്രീഡം അതിനെതിരെ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഇറാഖ് ഇൻവേഷൻ ആണ് പിന്നെ നമുക്ക് എന്താണ് മക്കളെ അവിടെ നടക്കുന്നത്. സോ ക്ലിന്റനെ പോലെ സോഫ്റ്റ് ആയിരുന്നില്ല ആരെന്ന് പറയുന്ന ജോർജ് ബുഷ് ഈ സംഭവത്തിനെതിരെ എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹം ഒരു ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ആ ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ എൻഡ്യൂറിംഗ് ഫ്രീഡം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ദ ഇറാഖ് ഇൻവെൻഷൻ ആണ്. അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താ നമുക്ക് പഠിക്കാനുള്ളത്, ഇറാഖ് ഇൻവേഷൻ. ഇറാഖ് ഇൻവേഷൻ നോക്കുകയും ദ പേർപ്പസ് ഓഫ് ദ ഇൻവേഷൻ വാസ് ടു പ്രിവെന്റ് ഇറാഖ് ഫ്രം ഡെവലപ്പിംഗ് വെപ്പൺ ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ. അതായത് നമ്മുടെ പ്രധാനപ്പെട്ട പേർപ്പസ് എന്തായിരുന്നു, പ്രിവെന്റ് ഇറാഖ് ഫ്രം, അവര് ഒരുപാട് വെപ്പൺസും കാര്യങ്ങളും മാസ് ഡിസ്ട്രക്ഷന് വേണ്ടിയുള്ള വെപ്പൺസ് ക്രിയേറ്റ് ചെയ്തത് നമ്മൾ പ്രിവെന്റ് ചെയ്യായിരുന്നു അവരുടെ ലക്ഷ്യം. ഓപ്പറേഷൻ ഇറാഖി ഫ്രീഡം വാസ് ലോഞ്ച് ഓൺ 9 March 2003. 2003 മാർച്ച് 19 ആയിരുന്നു ഓപ്പറേഷൻ ഇറാഖി ഫ്രീഡം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. 14 കൺട്രീസ് ഇതിലെതിരുണ്ടായിരുന്നു. മോർ ദാൻ 14 കൺട്രീസ് ജോയിൻ വിത്ത് അമേരിക്ക ഇൻ ദ അറ്റാക്ക്. ഈ ഒരു അറ്റാക്കിൽ അമേരിക്കയുടെ കൂടെ 40ഓളം കൺട്രീസ് ഫോം ചെയ്തു, ചേർന്നു. ആൻഡ് ഇറാഖ് ഇതിൽ പരാജയപ്പെട്ടു. ബട്ട് നോ എവിഡൻസ് ഓഫ് WMD was found. It was a speculated move from the America. It aimed to have control over Iraqi oil field and establish a government friendly to the USA. So ഇവരെ പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത് ഇറാഖിൽ ഒരുപാട് എന്തുണ്ടായിരുന്നു, ഓയിൽ ഫീൽഡ് ഉണ്ടായിരുന്നു, ഇത് കൺട്രോൾ ചെയ്യുക, അതേപോലെ തന്നെ ഗവൺമെന്റ് ആയിട്ടൊരു ഫ്രണ്ട്ലി ആ ഒരു റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ഒക്കെ ആയിരുന്നു ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇനി നമുക്ക് ഇവിടെ പറയേണ്ടത് വാട്ട് ഡസ് ഹെജിമണി മീൻസ്. എന്താണ് ഈ ഹെജിമണി എന്ന് പറയുന്നത് മക്കളെ? എന്താണ് ഈ ഹെജിമണി എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എ പൊളിറ്റിക്കൽ, എക്കണോമിക് ആൻഡ് മിലിറ്ററി പ്രിഡോമിനൻസ് ഓഫ് വൺ സ്റ്റേറ്റ് ഓവർ ദ അതേഴ്സ്. മറ്റുള്ള സ്റ്റേറ്റിന്റെ മുകളിലായിട്ട് അവർക്കാട്ടും കൂടുതലായിട്ട് പൊളിറ്റിക്കൽ, എക്കണോമിക്കൽ ആൻഡ് മിലിറ്ററി പ്രിഡോമിനൻസ് ഉണ്ടെങ്കിൽ, അവർക്കൊരു ഹൈപ്പ് ഉണ്ടെങ്കിൽ അതിന് നമുക്ക് എന്താ ഹെജിമണി എന്ന് വിളിക്കാം. ആഫ്റ്റർ ദ ഡിസിന്റഗ്രേഷൻ ഓഫ് യുഎസ്ആറിന്റെ ഡിസിന്റഗ്രേഷനോടുകൂടെ സൂപ്പർ പവർ ആയിട്ട് ആര് മാറുന്നു? അമേരിക്ക മാറുന്നു. ദ ഇന്റർനാഷണൽ സിസ്റ്റം ഡോമിനേറ്റഡ് ബൈ സോൾ സൂപ്പർ പവർ ഇസ് കോൾഡ് ദ യൂണിപോളാർ സിസ്റ്റം. സോ ഒരു ഇന്റർനാഷണൽ സിസ്റ്റം ഡോമിനേറ്റ് ചെയ്യുന്ന ഒരൊറ്റ സോൾ പവർ ആയിരുന്നു. ദാറ്റ് മീൻസ് നമ്മുടെ US ആയിരുന്നു, അമേരിക്ക ആയിരുന്നു. സോ ആ ഒരു ഇതിനെ നമ്മൾ വിളിച്ച പേരായത് എന്ത് മക്കളെ? യൂണിപോളാർ സിസ്റ്റം എന്ന്. ക്ലിയർ ആയില്ലേ മക്കളെ? ഇവിടെ 3 types of ഹെജിമണിനെ കുറിച്ച് പറയുന്നുണ്ട്. ഹെജിമണി ആസ് എ ഹാർഡ് പവർ, ഹെജിമണി ആസ് എ സ്ട്രക്ചറൽ പവർ, ഹെജിമണി ആസ് എ സോഫ്റ്റ് പവർ. അപ്പൊ ഇത് ഓരോന്നും നമുക്ക് പഠിച്ചാലോ? ഹെജിമണി ആസ് എ ഹാർഡ് പവറിൽ നമ്മൾ എന്ത് പറയും? ഹെജിമണി refers to the relations and patterns of military capability among different states. സോ ഇവിടെ എന്താണ്? ഒരു മിലിറ്ററി കപ്പാബിലിറ്റി ഹെജിമണി ആർക്കുണ്ട്? നമ്മുടെ അമേരിക്കക്കുണ്ട്. ആൻഡ് ഇവിടെ പിന്നെ എന്താ പറയുന്നത്? അടുത്തത് എന്താ മക്കളെ പറയുന്നത്? ഓക്കെ, അടുത്ത നമുക്ക് എന്താ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്? അമേരിക്ക ഹാസ് അബ്സല്യൂട്ട് മിലിറ്ററി ഡോമിനൻസ്. മറ്റുള്ള കൺട്രീനെക്കാട്ടും കൂടുതൽ ഒരു അബ്സല്യൂട്ട് ആയിട്ടുള്ള ഒരു മിലിറ്ററി ഡോമിനൻസ് ആർക്കുണ്ട്? നമ്മുടെ അമേരിക്കക്കുണ്ട്. ആൻഡ് നോ പവർ ഇൻ ദ വേൾഡ് ക്യാൻ മാച്ച് ദ സ്ട്രെങ്ത് ഓഫ് അമേരിക്കൻ മിലിറ്ററി. അമേരിക്കൻ മിലിറ്ററിനെ മാച്ച് ചെയ്യാൻ ഒരു പവറും നമ്മുടെ ലോകത്ത് ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും നമുക്ക് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അത്രത്തോളം അവരെന്താണ്? ഡെവലപ്ഡ് ആണ്, എക്വിപ്ഡ് ആണ്, ആൻഡ് സ്കിൽഡ് ആണ്. ആൻഡ് ഹെജിമണി ആസ് എ സ്ട്രക്ചറൽ പവറിലേക്ക് വരുന്ന സമയത്ത് അമേരിക്ക ഒരു ഗ്ലോബൽ എക്കണോമിക് സിസ്റ്റത്തിൽ ഒരു ഡോമിനേറ്റ് സ്റ്റിൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മള് മക്കളെ എല്ലാ സെക്ടേഴ്സ് എടുത്തു നോക്കുകയാണ്, വേൾഡ് എക്കണോമിയിലെ എല്ലാ സെക്ടറും എടുത്തൊക്കെ എല്ലാത്തിലും നമുക്ക് ആരുടെ പ്രസൻസ് കാണാം? US പ്രസൻസ് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ
വേൾഡ് എക്കോണമിയിലെ your show or the world economy is 28% and 50 or the world trade is America. മക്കളെ 15% എന്താണ് അമേരിക്കയുടെ ഷെയർ ആണുള്ളത്. ആൻഡ് ഹെജ്മണി സോഫ്റ്റ് പവറിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഒരു കൾച്ചറൽ ആൻഡ് ഐഡിയോളജിക്കൽ ഡോമിനേഷൻ നമുക്ക് US കാണാൻ സാധിക്കും. US try to pursue the dominated people took the world in the way favorable to the dominant power. അങ്ങനെ 3 ഹെജിമണിയാണ് ഇവിടെ മക്കളെ നമുക്ക് പറയാനുള്ളത്. ഇനി അടുത്ത പോയിന്റ് നമുക്ക് പറയാനുള്ളത് ഇന്ത്യയും US-ഉമായുള്ള ബന്ധമാണ്. ആര് തമ്മിലുള്ള ബന്ധമാണ് നമുക്ക് പറയാനുള്ളത്? ഇന്ത്യയും US-ഉമായുള്ള ബന്ധം. നോക്കാം എന്ത് ബന്ധമാണ് ഇവര് തമ്മിലുള്ളതെന്ന് നമുക്ക് നോക്കാം. പോലാമാ ശ്രദ്ധിച്ചേ. Two important factors in Indo-US relation, technological development അതേപോലെ തന്നെ റോൾ ഓഫ് ഇന്ത്യൻ അമേരിക്കൻ ഡയസ്പോറ. 65% of Indian export in software reached the USA. 35% of the technical staff of Boeing are Indians. അവിടുത്തെ ഇന്ത്യൻസ് ആണ് വർക്ക് ചെയ്യുന്നത് ബോയിങ്ങില്. And no less than 3 lakh of Indians work in Silicon Valley. So US-ഉം ഇന്ത്യയും തമ്മിലുള്ള റിലേഷൻ ഇതിൽ കൂടുതൽ വേണ്ടല്ലോ. നമ്മൾ എവിടെ പോയാലും മലയാളികളെ കാണുമെന്ന് പറയുന്നത് പോലെ തന്നെ എന്താ ഇവിടെയും നമുക്ക് എന്താ മലയാളികൾ നമ്മൾ കേരളം ഒരു ലെവലിൽ പറഞ്ഞു പോയത് മക്കളെ എവിടെ പോലും നമുക്ക് എന്താ ഒരു ഇന്ത്യക്കാരുടെ പ്രസൻസ് നമുക്ക് കാണാം അല്ലെ. ദെൻ അടുത്ത മക്കളെ നമുക്ക് പറയാനുള്ളത് ഹൗ ക്യാൻ ഹെജിമണി ബി ഓവർകം. എങ്ങനെ നമുക്ക് ഹെജിമണി ഓവർകം ചെയ്യാം എന്നാണ് അടുത്ത നമ്മൾ പറയുന്നത്. എങ്ങനെ നമുക്ക് ഹെജിമണി ഓവർകം ചെയ്യാം? എ മിലിറ്ററി കോയിലേഷൻ എഗെയിൻസ്റ്റ് ദ US അല്ലെ. ഒരു മിലിറ്ററി US-നെതിരെ ഒരു മിലിറ്ററി കോയിലേഷൻ നടത്തുമ്പോൾ നമുക്ക് എന്താണ് ഹെജിമണി ഓവർകം ചെയ്യാൻ പറ്റും. കീപ് അവേ ഫ്രം ദ ഡോമിനന്റ് പവർ മാറി നിൽക്കുക. അവരുടെ കൂടെ നിൽക്കാതെ അവരിൽ നിന്ന് മാറി നിൽക്കുക. അതേപോലെ തന്നെ സ്ട്രിക്ട്നെസ് ഓഫ് ഇന്റർനാഷണൽ റൂൾസ് ആൻഡ് റെഗുലേഷൻ. നമ്മളെ ഇന്റർനാഷണൽ റൂൾസ് ആൻഡ് റെഗുലേഷൻ എന്താ സ്ട്രിക്റ്റ് ആക്കുക. സോഷ്യൽ മൂവ്മെന്റ് ആൻഡ് പബ്ലിക് ഒപ്പീനിയൻ നടത്താം. ഫോർമേഷൻ ഓഫ് വേൾഡ് ഗവൺമെന്റ്. ഇതിലൂടെ നമുക്ക് എന്താണ് ഈ ഒരു ഹെജിമണി ഓവർകം ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പൊ US ഹെജിമണി ഇൻ വേൾഡ് പൊളിറ്റിക്കൽ ക്ലിയർ ആയില്ലേ? വേൾഡ് പൊളിറ്റിക്സ് എന്ന ചാപ്റ്റർ ക്ലിയർ ആയില്ലേ? വേഗം ഒന്ന് കമന്റ് അയച്ചേടാ. ക്ലിയർ ആയില്ലേ? സെറ്റ് അല്ലേ? അപ്പൊ ഒന്ന് വെള്ളം കുടിച്ചൊന്ന് സെറ്റ് ആയിക്കോട്ടെ. അപ്പൊ നമ്മള് 9, 10, 11, 12 നമ്മൾ 4 ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞ് നമ്മൾ 13ാമത്തെ ചാപ്റ്ററിലെ നമ്മൾ പോകാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ 5 ചാപ്റ്റേഴ്സ് ആവട്ടോ. അപ്പൊ നമുക്ക് പോവാം. റെഡി അല്ലേ? അപ്പൊ ചാപ്റ്റർ 19 ഓൾട്ടർനേറ്റീവ് സെന്റേഴ്സ് ഓഫ് പവർ. ഓക്കെ, ഇവിടെ മക്കളെ നോക്കിക്കേ. ആദ്യം നമുക്ക് യൂറോപ്യൻ ഇന്റഗ്രേഷന്റെ ടൈം ലൈൻ നമുക്കൊന്ന് കൊടുക്കാം. യൂറോപ്യൻ ഇന്റഗ്രേഷന്റെ ടൈം ലൈൻ ആണ്. ഓർഗനൈസേഷൻ ഫോർ യൂറോപ്യൻ എക്കണോമിക് കോർപ്പറേഷൻ വാസ് ഫോംഡ് ഇൻ 1948. 1948 മക്കളെ യൂറോപ്യൻ എക്കണോമിക് കോർപ്പറേഷൻ എന്ത് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. 1949 കൗൺസിൽ ഓഫ് യൂറോപ്പ് എന്ത് ചെയ്തു എസ്റ്റാബ്ലിഷ് ചെയ്തു. 1957 യൂറോപ്പ് എക്കണോമിക് കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്തു. 1992 ഫോളോ ദ സോവിയറ്റ് ബ്ലോക്ക് ലെഡ് ടു ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് യൂറോപ്യൻ യൂണിയൻ ഓൺ 17 ഫെബ്രുവരി 1992. ഇത് യൂറോപ്യൻ ഇന്റഗ്രേഷന്റെ ടൈം ലൈൻ ആണ്. ഇനി നമ്മൾ എന്താണ് യൂറോപ്യൻ യൂണിയൻ എന്ന് നോക്കാം. യൂറോപ്യൻ യൂണിയന്റെ ഹെഡ് ക്വാർട്ടർ എന്ന് പറയുന്നത് ബ്രൂസൽസിലാണ്. 28 മെമ്പർ കൺട്രീസ്, അതായത് 28 കൺട്രീസിനെയാണ് അവർ മെമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. അത് നമുക്ക് യൂറോപ്യൻ യൂണിയനിൽ കാണാൻ സാധിക്കും. യൂറോ ദ ന്യൂ കറൻസി വാസ് ഇൻട്രൊഡ്യൂസ് ഇൻ ജാനുവരി 2002 ജാനുവരിയിൽ യൂറോ എന്നു പേരുള്ള ഒരു പുതിയ കറൻസി ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിന് അവരുടേതായുള്ള ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ ഫ്ലാഗ് ഉണ്ടായിരുന്നു, ആന്തം ഉണ്ടായിരുന്നു, കറൻസി. യൂറോപ്യൻ യൂണിയൻ അവർക്ക് അവരുടേതായ ഫ്ലാഗ് ഉണ്ട്, ആന്തം ഉണ്ട്, കറൻസി ഉണ്ട്. ഇറ്റ് ഹാസ് എ കോമൺ ഫോറിൻ ആൻഡ് സെക്യൂരിറ്റി പോളിസി. അതിലൊരു കോമൺ ഫോറിൻ ഉണ്ടായിരിക്കും, സെക്യൂരിറ്റി പോളിസി ഉണ്ടായിരിക്കും യൂറോപ്യൻ യൂണിയന്. ഇറ്റ് ഹാസ് എക്കോണമിക്, പൊളിറ്റിക്കൽ, ഡിപ്ലോമാറ്റിക് ആൻഡ് മിലിറ്ററി ഇൻഫ്ലുവൻസ്. ഈ 3 ഇൻഫ്ലുവൻസ് നമുക്ക് കാണാം. യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നത് നമ്മുടെ വേൾഡിലെ ബിഗ്ഗസ്റ്റ് എക്കോണമി ആയിട്ട് എന്ത് ചെയ്തു മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് ദ യൂറോ പോസസ് ദ ത്രെറ്റ് ടു ദ US ഡോളർ. US ഡോളറിന് ഒരു ഭീഷണിയായിട്ട് യൂറോ വന്നിട്ടുണ്ട്. ഇറ്റ് ഷെയർ ഓഫ് ദ വേൾഡ് ട്രേഡ്
is 3 times than the US. Like, share the world trade is 3 times of three times that of the USA, and it is an important block in the international economic organization like WTO, World Trade Organization. ഒരു ഇന്റർനാഷണൽ എക്കോണമിക് ഓർഗനൈസേഷൻ ആയിട്ട് ഒരു ഇമ്പോർട്ടന്റ് ബ്ലോക്ക് ആയിട്ട് യൂറോപ്യൻ യൂണിയൻ മാറാൻ സാധിച്ചിട്ടുണ്ട്. ബ്രിട്ടൻ ആൻഡ് ഫ്രാൻസ് ഇവരെന്ത് ചെയ്തു? ആർ ദ പെർമനന്റ് മെമ്പേഴ്സ് ഓഫ് UN സെക്യൂരിറ്റി കൗൺസിൽ. UN സെക്യൂരിറ്റി കൗൺസിലെ പെർമനന്റ് മെമ്പേഴ്സ് ആണ് ആരൊക്കെ? ബ്രിട്ടനും ഫ്രാൻസും. കമ്പൈൻഡ് യൂറോപ്യൻ യൂണിയൻ മിലിറ്ററി ഇസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് ഇൻ ദ വേൾഡ്. വേൾഡിലെ സെക്കൻഡ് ലാർജസ്റ്റ് മിലിറ്ററി ആണ് ആരുടെ? യൂറോപ്യൻ യൂണിയൻ്റെത്. ബ്രിട്ടൻ ആൻഡ് ഫ്രാൻസ് ഹാവ് ഗ്രേറ്റ് ഷോക്ക് ഓഫ് ന്യൂക്ലിയർ വെപ്പൺ. സോ ബ്രിട്ടനും ഗ്രേറ്റ് സ്റ്റോക്ക് ഉണ്ട്. ബ്രിട്ടനും ഫ്രാൻസിനും എന്താണ്? ന്യൂക്ലിയർ വെപ്പന്റെ ഒരു ഗ്രേറ്റ് സ്റ്റോക്ക് തന്നെ ഉണ്ട്. It occupies the second position in the field of space and communication technology. So അതെന്ത് നമ്മുടെ സ്പേസിലും കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയിലും ഇവർക്ക് എന്ത് ചെയ്തിട്ട് ഒരു സെക്കൻഡ് പൊസിഷൻ ഒക്യുപ്പൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളത് ആസിയാനെ കുറിച്ചിട്ടാണ്. എന്താണ് ആസിയാൻ എന്ന് പറയുന്നത്? മക്കളെ, സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് വരുന്ന ഒരു ചോദ്യമാണ് ആസിയാനെ കുറിച്ചിട്ട്. ആസിയാനെ കുറിച്ച് സ്ഥിരമായിട്ട് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കും കേട്ടോ. എന്താണ് ആസിയാൻ എന്ന് പറയുന്നത്? അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നാഷൻസ്. അതിന്റെ ഒരു അബ്രിവേഷൻ പൂർണ്ണരൂപം എഴുതാൻ പരീക്ഷയ്ക്ക് വരും. മ്യാൻമാർ, തായ്ലൻഡ്, ലാവോസ്, കംബോഡിയ, വിയറ്റ്നാം, മലേഷ്യ, ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ് ലൈക്ക് ദ സൗത്ത് ഈസ്റ്റ് ഏഷ്യ. ഇവരെയാണ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ എന്ന് പറയുന്നത്. ആൻഡ് ദ വിക്ടിംസ് ഓഫ് റിപ്പീറ്റഡ് കൊളോണിയലിസം. ഇവര് വീണ്ടും എല്ലായ്പ്പോഴും ഇവർ റിപ്പീറ്റഡ് ആയിട്ട് കൊളോണിയലിസം കാരണം ഇവർ ഒരുപാട് ഫേസ് ചെയ്തിരുന്നു. റിപ്പീറ്റഡ് കൊളോണിയലിസത്തിന്റെ വിക്ടിംസ് ആയിരുന്നു ഇവരൊക്കെ. മോർ ഓവർ ദേ വർ കൺഫ്രണ്ട് വിത്ത് ദ പ്രോബ്ലംസ് ഓഫ് പോവേർട്ടി. അത് കൂടാതെ ഇവർക്ക് എന്താ? പോവേർട്ടി, ദാരിദ്ര്യം, അതേപോലെ എക്കണോമിക് ബാക്ക്വേർഡ്നെസ്, ഈ പ്രശ്നങ്ങളൊക്കെ അവരെന്ത് ചെയ്യുന്നു? ഫേസ് ചെയ്യുന്നുണ്ട്. ആൻഡ് പിന്നെ എന്താ പറയുന്നത്? ഓക്കെ, പ്രശ്നങ്ങളൊക്കെ ഇവർ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ there was an immense pressure from power blocks to join either of them. അതേപോലെ തന്നെ പവർ ബ്ലോക്സ് ഇവരെ കൂടെ ജോയിൻ ചെയ്തെന്ന് ഭയങ്കരമായിട്ട് ഇവർ എന്ത് ചെയ്യുന്നുണ്ട്? പ്രഷർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ദ നാം വാസ് ഫെയിലിയർ ഇൻ എസ്റ്റാബ്ലിഷ് കോപ്പറേഷൻ അമംഗ് ദ സൗത്ത് ഈസ്റ്റേൺ ഏഷ്യൻ കൺട്രീസ്. സോ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിൽ ഒരു കോപ്പറേഷൻ ബിൽഡ് ചെയ്യുന്നതിൽ നാം പരാജയപ്പെട്ടിട്ടുണ്ട്. ദിസ് അൺഫേവറബിൾ സർക്കംസ്റ്റാൻസസ് ഫോഴ്സ്ഡ് ഇത് സൗത്ത് ഏഷ്യൻ കൺട്രീസ് ടു ഫോം എൻ ആസിയാൻ ഇൻ 1960. ഇതാണ് മക്കളെ 1900 അൺഫേവറബിൾ ആയിട്ടുള്ള ഈ സർക്കംസ്റ്റാൻസസ് ഇവരെ ഫോഴ്സ്ഫുള്ളി ഒരു 1967 ഒരു എന്ത് ഫോം ചെയ്യാൻ? ആസിയാൻ ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാവുകയാണ്. നമ്മൾ ഫോഴ്സ്ഫുള്ളി അത് ആ ഒരു ഫോഴ്സ്ഡായിട്ട് നമ്മൾ ഉണ്ടാക്കി പോവാണ്, വേറെ നിവൃത്തിയില്ലാതെ. അങ്ങനെയാണ് സൗത്ത് ഏഷ്യൻ കൺട്രീസ് എല്ലാവരും കൂടി ചേർന്നിട്ട് എന്താ അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നാഷൻസ് എന്ന ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്തത്. The 5 countries of the region, Indonesia, Malaysia, Philippines, Singapore, and Thailand, signed a Bangkok Declaration on 8 August 1967. 1967 ഓഗസ്റ്റ് 8 ബാങ്കോക്ക് ഡിക്ലറേഷനില് 5 കൺട്രികളായ ഇന്തോനേഷ്യ, മലേഷ്യ, ഫിലിപ്പീൻസ്, സിംഗപ്പൂർ ആൻഡ് തായ്ലൻഡ് ഇവർ സൈൻ ചെയ്യുന്നു. There are 10 members countries in ASEAN. ആസിയാനിൽ 10 കൺട്രീസ് ആണ് ഉള്ളത്. ആസിയാന്റെ ഒബ്ജക്റ്റീവ് എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടു എൻഹാൻസ് എക്കണോമിക് ഗ്രോത്ത്. എന്താണ് ഇവരെ മെയിൻ എയിം എന്ന് പറയുന്നത്? ഒരു എക്കണോമിക് ഗ്രോത്ത് എന്ത് ചെയ്യുക? എൻഹാൻസ് ചെയ്യുക. ആൻഡ് സോഷ്യൽ പ്രോഗ്രസ്, കൾച്ചറൽ ഡെവലപ്മെന്റ് എൻഹാൻസ് ചെയ്യുക. ടു പ്രൊമോട്ട് റീജിയണൽ പീസ് ആൻഡ് സ്റ്റെബിലിറ്റി ബേസ്ഡ് ഓൺ ദ റൂൾ ഓഫ് ലോ ആൻഡ് പ്രിൻസിപ്പിൾ ഓഫ് ദ UN ചാർട്ടർ. സോ ഇവിടെ എന്ത് പ്രൊമോട്ട് ചെയ്യുക? ടു പ്രൊമോട്ട് റീജിയണൽ പീസ്, ഒരു നമ്മളെ സമാധാനം ബിൽഡ് ചെയ്യുക, ഒരു സ്റ്റെബിലിറ്റി ബിൽഡ് ചെയ്യുക. ഇതായിരുന്നു അവരുടെ മെയിൻ എയിം എന്ന് പറയുന്നത്. ആൻഡ് ക്രിയേറ്റിംഗ് എ കോമൺ മാർക്കറ്റ് ആൻഡ് പ്രൊഡക്ഷൻ ബേസ് വിത്തിൻ ആസിയാൻ. ആസിയാൻ സ്റ്റേറ്റിനിടയ്ക്ക് ഒരു കോമൺ മാർക്കറ്റ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള മാർക്കറ്റ്സും കാര്യങ്ങളും ബിൽഡ് ചെയ്യുക. ഇതൊക്കെ ഇവരുടെ എന്തിൽ വരുന്നതായിരുന്നു? ലക്ഷ്യങ്ങളിൽ വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇനി മക്കളെ ആസിയാനിലെ 3 പില്ലേഴ്സ് നമ്മൾ പറയാണ്. ഒന്ന് ആസിയാൻ സെക്യൂരിറ്റി കമ്മ്യൂണിറ്റി. അത് മിസ് ഡാർക്ക് ചെയ്ത് തരാം കേട്ടോ. കാണുന്നില്ലടാ? ആസിയാൻ സെക്യൂരിറ്റി കമ്മ്യൂണിറ്റി, ആസിയാൻ എക്കണോമിക് കമ്മ്യൂണിറ്റി, ആസിയാൻ സോഷ്യോ കൾച്ചറൽ കമ്മ്യൂണിറ്റി. അപ്പൊ ഓരോ കമ്മ്യൂണിറ്റി നമുക്ക് പഠിക്കാടാ. ആസിയാൻ സെക്യൂരിറ്റി കമ്മ്യൂണിറ്റി നോക്കാം. The boundary disputes of the member state should not turn into the armed confrontation.
ഇറ്റ് ഹാഡ് സെവറൽ അഗ്രിമെന്റ് ടു അപ്പോൾഡ് പീസ്. സോ സെക്യൂരിറ്റി കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്, നമ്മുടെ പീസ് എഗ്രിമെന്റ്സും കാര്യങ്ങളും നടക്കുന്നുണ്ട് മക്കളെ. പീസ്, ന്യൂട്രാലിറ്റി, കോപ്പറേഷൻ, നോൺ ഇന്റർഫിറൻസ്, റെസ്പെക്ട് ഫോർ നാഷണൽ ഡിഫറൻസസ് ആൻഡ് സോവറിൻ റൈറ്റ്. ഇതിനെ തുടർന്ന് ഒരുപാട് എഗ്രിമെന്റ് ഒക്കെ ആസിയാൻ സെക്യൂരിറ്റി കമ്മ്യൂണിറ്റിയിൽ നടക്കുന്നുണ്ട്. ഇത് ആസിയാന്റെ ഒരു പില്ലറാണ്. രണ്ടാമത്തെ പില്ലറായ എക്കണോമിക് കമ്മ്യൂണിറ്റി എന്താ, ഇറ്റ് ക്രിയേറ്റ് എ കോമൺ മാർക്കറ്റ് ആൻഡ് പ്രൊഡക്ഷൻ സെന്റർ വിത്ത് ആസിയാൻ മെമ്പേഴ്സിലുള്ള ആളുകൾ തമ്മിൽ ഒരു കോമൺ മാർക്കറ്റ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ സെന്റേഴ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ടു എയ്ഡ് സോഷ്യൽ ആൻഡ് എക്കണോമിക് ഡെവലപ്പ് ഇൻ ദ റീജിയൻ. ഈ റീജിയനിൽ സോഷ്യൽ ആൻഡ് എക്കണോമിക് ഡെവലപ്മെന്റ് ബിൽഡ് ചെയ്യുക ഒക്കെയാണ് ഇതിന്റെ ലക്ഷ്യം. ആൻഡ് അടുത്ത മക്കളെ പറയുന്നത് ആസിയാൻ സോഷ്യോ കൾച്ചറൽ കമ്മ്യൂണിറ്റിനെ കുറിച്ചാണ്. അപ്പൊ മിസ് ഒന്ന് വെള്ളം കുടിച്ചാൽ കേട്ടടാ, നിങ്ങളൊക്കെ ഒന്ന് വെള്ളം കുടിച്ചൊന്ന് സെറ്റ് ആവണേ. അടുത്തത് ആസിയാൻ സോഷ്യോ കൾച്ചറൽ കമ്മ്യൂണിറ്റി എന്താ, ടു വർക്ക് ഫോർ സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഡെവലപ്മെന്റ് ഇൻ ദ റീജിയൻ. ഈ ഒരു റീജിയൻ എന്താണ്, കൾച്ചറൽ ഡെവലപ്മെന്റ്, സോഷ്യൽ ഡെവലപ്മെന്റും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുക. ഇതും എന്തായിരുന്നു അവരുടെ എയിംസിൽ, അത് അവരുടെ 3 പില്ലേഴ്സിൽ വരുന്ന ഒന്നാണ്. അപ്പൊ ഇതാണ് ആസിയാൻ കമ്മ്യൂണിറ്റി 3 പില്ലേഴ്സ്. ഏതൊക്കെയാണ്, ആസിയാൻ സെക്യൂരിറ്റി കമ്മ്യൂണിറ്റി, ആസിയാൻ എക്കണോമിക് കമ്മ്യൂണിറ്റി, ആസിയാൻ സോഷ്യോ കൾച്ചറൽ കമ്മ്യൂണിറ്റി. ഇത് 3 എന്താ പ്രധാന പില്ലേഴ്സ് ആണ് കേട്ടോ. അടുത്തത് ഇനി നമുക്ക് പഠിക്കാനുള്ളത് ചൈനീസ് എക്കോണമിയുടെ എന്താണ്, അടുത്ത നമുക്ക് എന്താ പഠിക്കാനുള്ളത്, ദ റൈസ് ഓഫ് ചൈനീസ് എക്കോണമി. ചൈനീസ് എക്കോണമിയുടെ ഒരു വളർച്ച അതാണ്, ഒരു ഉയർച്ചയൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഇറ്റ് ഈസ് തേർഡ് ഓൾട്ടർനേറ്റീവ് സെന്റർ ഓഫ് പവർ. മൂന്നാമത്തെ ഓൾട്ടർനേറ്റീവ് സെന്റർ ഓഫ് പവർ ആണ്. ദ റേസ് ഓഫ് ചൈനീസ് എക്കോണമി ഈസ് നോട്ടബിൾ ഫീച്ചർ ഓഫ് പ്രസന്റ് വേൾഡ്. ഇന്നത്തെ വേൾഡിൽ നമുക്കൊരു നോട്ടബിൾ ഫീച്ചർ, ഒരു വളരെ സുപ്രധാന ഒരു പൊസിഷനിൽ ചൈന മാറി നിൽക്കുന്നുണ്ട്. ഷീ ഈസ് ദ ഫാസ്റ്റസ്റ്റ് എക്കോണമിക് ഡെവലപ്പിംഗ് കൺട്രി ഇൻ ദ വേൾഡ്. വേൾഡിലെ ഏറ്റവും കൂടുതൽ ഫാസ്റ്റസ്റ്റ് എക്കണോമിക് ഡെവലപ്പിംഗ് കൺട്രിയാണ് ആരെന്ന് പറയുന്നത്, ചൈന എന്ന് പറയുന്നത്. ദ കമ്മ്യൂണിസ്റ്റ് റിപ്പബ്ലിക് ഓഫ് ചൈന ഫോം ചെയ്തത് 1949 ആയിരുന്നു മക്കളെ. ചൈനീസ് റെവല്യൂഷനിൽ നമ്മുടെ മോച്ചേസിംഗിന്റെ അവരുടെ പേര് പ്രൊണൗൺസ് ചെയ്താണ് മാവോ ചേറ്റോ ഒക്കെ നമുക്ക് പ്രൊണൗൺസ് ചെയ്യാം, സ്പെല്ലിംഗ് തെറ്റി പോകണമെന്ന് മതി. സോ അവരുടെ ലീഡർഷിപ്പിൽ നടന്ന റെവല്യൂഷൻ, ചൈന റെവല്യൂഷന് ശേഷം 1949 കമ്മ്യൂണിസ്റ്റ് റിപ്പബ്ലിക് ഓഫ് ചൈന ഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. സോവിയറ്റ് മോഡൽ ഓഫ് എക്കോണമി ആയിരുന്നു അവിടെ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവരെപ്പോഴും ക്യാപിറ്റലിസ്റ്റ് ബ്ലോക്കിൽ ഐസൊലേറ്റ് ചെയ്തിട്ടായിരുന്നത്, ഐസൊലേഷൻ ഫ്രം ക്യാപിറ്റലിസ്റ്റ് ബ്ലോക്ക്. ആൻഡ് ഇവരെ യൂണിറ്ററി ഫോം ഓഫ് ഗവൺമെന്റ് ആണ് അഡോപ്റ്റ് ചെയ്തത്. ഷി മേ ഓവർടേക്ക് ദ അമേരിക്കൻ എക്കോണമി ബൈ നിയർ ഫ്യൂച്ചർ. സോ നിയർ ബൈ ഫ്യൂച്ചറിൽ എന്ത് ചെയ്തു, അമേരിക്കൻ എക്കോണമിനെ ഓവർടേക്ക് ചെയ്ത് ആര്, നമ്മുടെ ചൈന മാറി. ഓക്കെ, ഇനി മക്കളെ ഇവിടെ നോക്കിയേ, സ്ട്രെങ്ത് ഓഫ് ചൈന ആസ് എ ഓൾട്ടർനേറ്റീവ് സെന്റർ ഓഫ് പവർ. ഓൾട്ടർനേറ്റീവ് ഓഫ് സെന്റേഴ്സ് ഓഫ് പവർ എന്ന് പറയുന്ന സമയത്ത് ചൈനയുടെ സ്ട്രെങ്ത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ നോക്കാനുള്ളത്, എന്തൊക്കെ കാര്യങ്ങളാ, ചൈനീസ് റീജിയണൽ ലൊക്കേഷൻ ഇൻ ദ ഏഷ്യ. നമ്മുടെ ഏഷ്യയിലെ ചൈനീസ് റീജിയണൽ ലൊക്കേഷൻ വളരെ പ്രധാനപ്പെട്ടാണ്. അവർക്ക് സ്റ്റെബിൾ ആയിട്ടുള്ള എക്കോണമി ഉണ്ട്, ആൻഡ് എക്സസ് ആയിട്ടുള്ള നാച്ചുറൽ റിസോഴ്സസ് അവർക്കുണ്ട്, പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ്, മറ്റുള്ള വേൾഡ് കൺട്രീസ് ഒരു പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് അവർക്കുണ്ട്, ആൻഡ് റാപ്പിഡ് പോപ്പുലേഷൻ ഗ്രോത്ത്. ഇതൊക്കെ എന്താണ് അവരെ ഒരു സ്ട്രെങ്ത് ഓഫ് ദ ചൈന ആസ് എൻ ഓൾട്ടർനേറ്റീവ് സെന്റർ ഓഫ് പവർ എന്ന് നമുക്കെന്നാ പറയാൻ സാധിക്കും. ആൻഡ് ഇവിടെ മക്കളെ അടുത്തത് പറയുന്നത് 4 മോഡേണൈസേഷൻ ആണ്. 1973 ചൈനീസ് പ്രീമിയർ ആയിട്ടുണ്ടായ സോ എലായി മോഡേണൈസേഷൻ പ്രപ്പോസ് ചെയ്യാണ്. ഏതൊക്കെ സെക്ടറിലാ, അഗ്രികൾച്ചറില്, ഇൻഡസ്ട്രിയില്, സയൻസില്, ടെക്നോളജി. ഇതിൽ എന്ത് ചെയ്യാണ്, ഒരു മോഡേണൈസേഷൻ എന്ത് ചെയ്യാണ് അദ്ദേഹം കൊണ്ടുവരികയാണ്. എന്ത് കൊണ്ടുവരികയാണ്, മോഡേണൈസേഷൻ അദ്ദേഹം കൊണ്ടുവരികയാണ്. ഓക്കെ, ആൻഡ് ഇവിടെ നോക്കിക്കേ, ഓപ്പൺ ഡോർ പോളിസി എന്ന് പറയുന്നത് എന്താണ്, 1978 ചൈനീസ് പ്രീമിയർ ആയിരുന്നുണ്ടായിരുന്ന ഡെൻ സിയോപിങ് അനൗൺസ് ചെയ്യാണ്, ഒരു ഓപ്പൺ ഡോർ പോളിസി അനൗൺസ് ചെയ്യുന്നു. അതിൽ അവർ ഫോക്കസ് ചെയ്ത് എന്തിലായിരുന്നു, ലിബറലൈസേഷൻ ഓഫ് എക്കോണമി. എന്തിലായിരുന്നു, ലിബറലൈസേഷൻ ഓഫ് എക്കോണമി. രണ്ടാമത് എക്സസ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ, ദെൻ മാർക്കറ്റ് സിസ്റ്റം, പ്രൈവറ്റ് ഓണർഷിപ്പ്. ഇതിലായിരുന്നു അവർ എന്ത് ചെയ്തത്, ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിലൊക്കെ ആയിരുന്നു അവർ എന്ത് ചെയ്തത് മക്കളെ,
ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, കാണുന്നില്ലേ? ഓക്കെ. ആൻഡ് ഇവിടെ മക്കളെ നോക്കിക്കേ, പിന്നെ എന്താ പറയുന്നത് എന്നുള്ളത്. അതേപോലെ തന്നെ പ്രൈവറ്റ് ഓണർഷിപ്പ് നമ്മൾ പറഞ്ഞു. ആൻഡ് അഗ്രികൾച്ചർ വാസ് പ്രൈവറ്റ്. 1982 എന്ത് ചെയ്തു? അഗ്രികൾച്ചർ പ്രൈവറ്റൈസ് ചെയ്യുന്നു. 2001 ചൈന എന്ത് ചെയ്യാണ്? WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഒരു മെമ്പർ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഇന്ത്യ ചൈന റിലേഷൻ, ഇന്ത്യ ചൈന ബന്ധത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഇവരെ ബന്ധത്തിനെ കുറിച്ച് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് പറയാൻ പറ്റുന്നത്? നമുക്ക് നോക്കാം. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം, ഇന്ത്യയും ചൈനയുള്ള തമ്മിലുള്ള ബന്ധം നോക്കാം. They had limited political, economical and cultural relation in the ancient period. Ancient period ഒരു ലിമിറ്റഡ് ആയിട്ടായിരുന്നു പൊളിറ്റിക്കൽ ആയാലും എക്കണോമിക്കൽ ആയാലും കൾച്ചറൽ റിലേഷൻ ഉണ്ടായിരുന്നു. ആഫ്റ്റർ ദി ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഇറ്റ് വാസ് hope that two countries would join hands. ഇവർ രണ്ടുപേരും എന്ത് ചെയ്യുന്നു? ഒന്നിക്കുമെന്ന് വിശ്വസിക്കുന്നു. For a while slogan ഹിന്ദി ചിന്നി ബായ് ബായ് was popular in both countries. സോ രണ്ട് കൺട്രീസിലും വളരെ പോപ്പുലർ ആയിട്ടുള്ള സ്ലോഗൻ ആയിരുന്നു ഹിന്ദി ചിന്നി ബായ് ബായ്, ഹിന്ദി ചിന്നി ബായ് ബായ്. The border issue made the two countries hostile to each other. ഇവർ തമ്മിൽ എന്തായിരുന്നു? ബോർഡർ ഇഷ്യൂസ് നിലനിന്നിരുന്നു. Relations seemed to improve with a series of talks. The borders issue was settled in 1981. ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചർച്ചയ്ക്ക് ശേഷം 1981 ഈ ഇഷ്യൂസ് ഒക്കെ എന്ത് ചെയ്തു? അവര് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ക്ലിയർ ചെയ്തു. ഓക്കെ. ആൻഡ് അടുത്ത മക്കളെ നമുക്ക് പറയാനുള്ളത് the factors that made the relation between India China more solid are. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ രാജീവ് ഗാന്ധി വിസിറ്റ് ചൈന 1988 വിസിറ്റ് ചെയ്തിരുന്നു. അവരെന്ത് ചെയ്തിരുന്നു? ഒരു കൾച്ചറൽ എക്സ്ചേഞ്ച് അഗ്രിമെന്റ് സൈൻ ചെയ്തിരുന്നു. സയൻസ് ആൻഡ് ടെക്നോളജി ആയിട്ട് നമുക്കൊരു മ്യൂച്വൽ കോപ്പറേഷൻ ആണ് രണ്ടുപേർക്കുള്ളത്. ആൻഡ് ദ മ്യൂച്വലി ഓപ്പൺ ബോർഡർ പോസ്റ്റ് ഫോർ ട്രേഡ്. അല്ലെ? അപ്പം ചൈനയും ഇന്ത്യയും തമ്മിലുള്ള റിലേഷൻ നമ്മൾ അവിടെ നോക്കി. അങ്ങനെ നമ്മുടെ ഏത് ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു കഴിഞ്ഞു? നമ്മുടെ 13ാമത്തെ ചാപ്റ്റർ ആയ ഓൾട്ടർനേറ്റീവ് സെന്റേഴ്സ് ഓഫ് പവർ നമ്മൾ പഠിച്ചു. ഇപ്പൊ എത്ര ചാപ്റ്റർ നമ്മൾ പഠിച്ചു? 9, 10, 11, 12, 13. 5 ചാപ്റ്റേഴ്സ് കഴിഞ്ഞു. ഇനി റിമൈനിങ് 5 ചാപ്റ്റേഴ്സ് നമുക്കുണ്ട്. ഓക്കെ, 5 ചാപ്റ്റേഴ്സ് നമ്മൾ ഓൾമോസ്റ്റ് ഒരു മിനിറ്റും ഒരു മണിക്കൂർ 10 മിനിറ്റ് അടുക്കുന്നു. അപ്പൊ നമ്മൾ 5 ചാപ്റ്റർ റിവൈസ് ചെയ്തു കഴിഞ്ഞു. ഇനി നമ്മൾ 5 ചാപ്റ്റേഴ്സ് കൂടെ നമുക്ക് റിവൈസ് ചെയ്യാനുണ്ട്. നമ്മൾ ആദ്യത്തേക്കാൾ കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ് ഇനി വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ റെഡി അല്ലേ? സെറ്റ് അല്ലേടാ? ഓക്കെ, അപ്പൊ നമ്മളെ 14ാമത്തെ ചാപ്റ്റർ ആയ കണ്ടംപററി സൗത്ത് ഏഷ്യയിലേക്ക് നമുക്ക് പോകാം. മക്കളെ, സൗത്ത് ഏഷ്യ is a region where rivalry and goodwill, hope and despair, mutual suspicion and trust exist side by side. It stands for diversity in every sense. ഇവരെന്തായിരുന്നു? എല്ലാ രീതിയിലും ഇവർക്ക് ഡൈവേഴ്സിറ്റി ഉണ്ടായിരുന്നു. ഇറ്റ് കണ്ടെയ്ൻസ് ഫോർ 7 countries. അവിടെയാണ് എന്താണ് 7 countries, 7 sisters എന്ന് പറയുന്നത്. 7 countries ഏതാ? ബംഗ്ലാദേശ്, ഭൂട്ടാൻ, 7 sisters ഇവരെല്ലാം മാറിപ്പോയതാണ്. It consists of 7 countries: ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ഇന്ത്യൻ മാൽദീവ്സ്, നേപ്പാൾ, പാകിസ്ഥാൻ ആൻഡ് ശ്രീലങ്ക. The boundaries of സൗത്ത് ഏഷ്യ, ഇവര് തമ്മിലുള്ള ബൗണ്ടറീസ് ഏതൊക്കെയായിരുന്നു മക്കളെ? ഹിമാലയൻ ഓൺ ദ നോർത്ത് സൈഡിൽ നമുക്ക് ഹിമാലയ കാണാം. നമ്മളെ സൗത്ത് സൈഡിൽ ഇന്ത്യൻ ഓഷ്യൻ കാണാൻ സാധിക്കും. വെസ്റ്റ് സൈഡിൽ അറേബ്യൻ സീ ആൻഡ് നമ്മളെ ഈസ്റ്റ് സൈഡിൽ ബേ ഓഫ് ബംഗാൾ. ഇത് നമുക്ക് എന്താ കാണാൻ സാധിക്കും? ഇത് ഇവർക്കിടയിൽ ഒരു നാച്ചുറൽ പ്രൊട്ടക്ഷൻ ആയിട്ട് നിലനിന്ന് പോകുന്നതാണ്. പെക്യുലർ ഫീച്ചർ ഓഫ് ദിസ് റീജിയൻ, ഈ ഒരു റീജിയനിലെ പെക്യുലർ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്താണ്? ഡിഫറെന്റ് എത്നിക് ഗ്രൂപ്പ്സിനെ നമുക്ക് കാണാം. ഡിഫറെന്റ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ സിസ്റ്റം നമുക്ക് കാണാൻ സാധിക്കും. വാരിഡ് കൾച്ചർ ആൻഡ് റിലീജിയൻസ്, പലതരത്തിലുള്ള കൾച്ചേഴ്സും പലതരത്തിലുള്ള റീജിയൻസും നമുക്ക് കാണാം. വൈഡ് സ്പ്രെഡ് സപ്പോർട്ട് ഫോർ ഡെമോക്രസി ആൻഡ് ഇൻക്ലൂഷൻ ഓഫ് ന്യൂക്ലിയർ വെപ്പൺ. ഇവരെല്ലാവരും എന്തെന്നു? ഡെമോക്രസി സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ. ഇങ്ങനെ ഒരുപാട് വെറൈറ്റീസ് എന്ത് ചെയ്യുന്നുണ്ട്? നിലനിൽക്കുന്ന ഏരിയ ആണ് ഇത്. നമുക്ക് ആദ്യം ഇവിടെ പഠിക്കാനുള്ളത് ദ മിലിറ്ററി ആൻഡ് ഡെമോക്രസി ഇൻ പാകിസ്ഥാൻ. എന്താണ് മിലിറ്ററി ആൻഡ് ഡെമോക്രസി ഇൻ പാകിസ്ഥാൻ? നോക്കാം. വൺസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് ഫോംഡ് ഇൻ പാകിസ്ഥാൻ, എന്താ അവിടെ പറയുന്നത്? Once the constitution was formed in Pakistan, General Ayub Khan took over the administration of the country and soon got himself elected. മക്കളെ, പാകിസ്ഥാനിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്തതിനു ശേഷം നമ്മളെ ആരായി മാറുന്നു? ഇലക്ഷൻ നടക്കുന്നു. ജനറൽ അയൂബ് ഖാൻ എന്ത് ചെയ്യുന്നു? അവിടുത്തെ എന്തായി മാറുന്നു? ജനറൽ അയൂബ് ഖാൻ എന്തായി മാറുകയാണ്? അവിടുത്തെ പവർ ഏറ്റെടുക്കുന്നു. അദ്ദേഹം ഈ റൂൾ പാകിസ്ഥാൻ ഫോർ എ ഡിക്കേഡ്, എത്രത്തോളം? അദ്ദേഹം ഒരു ഡിക്കേഡോളം ഭരിക്കുന്നു.
when there was a popular dissatisfaction against his rule, General Dayan Khan captured the power with the support of military സപ്പോർട്ടോടുകൂടെ ജനറൽ യാങ് ഖാൻ എന്ത് ചെയ്യാണ്, ഇവര് ഭരണം പിടിച്ചെടുക്കുന്നു. നമ്മുടെ യാഹ്യ മിലിറ്ററി റൂൾ ആ ഒരു സമയത്ത് പാകിസ്ഥാൻ ഫേസ് ചെയ്തൊരു പ്രശ്നമായിരുന്നു നമ്മുടെ ബംഗ്ലാദേശ് ക്രൈസിസ്. സോ ഇന്ത്യയുമായിട്ട് 1971 എന്തു സംഭവിക്കുന്നു, വാർ നടക്കുന്നു. ആൻഡ് ഇലക്റ്റഡ് ഗവൺമെന്റ്, അങ്ങനെ പാകിസ്ഥാനിൽ 1971-77 ഒരു ഇലക്റ്റഡ് ഗവൺമെന്റ് വരുന്നു. സുൽഫിക്കർ അലി ഭൂട്ടോയുടെ നേതൃത്വത്തിലാണ് ഈ ഒരു ഇലക്റ്റഡ് ഗവൺമെന്റ് എവിടെ വരുന്നത്, നമ്മുടെ പാകിസ്ഥാനിൽ വരുന്നത്. 1977 ഭൂട്ടോ ഗവൺമെന്റ് വാസ് ഓവർത്രോൺ ബൈ ജനറൽ സിയാഉൽ ഹക്ക് അദ്ദേഹം ഓവർത്രോൺ ചെയ്ത് കടന്നു വരുന്നു. ജനറൽ സിയ ഫേസ്ഡ് a pro-democracy movement from 1982 onwards and elected democratic government was established. അങ്ങനെ ഒരു പ്രോ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് 1982 എന്ത് ചെയ്യുന്നു, പാകിസ്ഥാൻ ഉണ്ടാകുന്നു. അങ്ങനെ വീണ്ടും ഒരു 1988 ഒരു ഇലക്റ്റഡ് ഡെമോക്രാറ്റിക് ഗവൺമെന്റ് കടന്നു വരുന്നു. അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ബാനസീർ ഭൂട്ടോയുടെ നേതൃത്വത്തിൽ, സുൽഫിക്കർ അലി ഭൂട്ടോയുടെ ഡോക്ടർ ആയിട്ടുണ്ടായിരുന്ന ബാനസീർ അലി ഭൂട്ടോയുടെ നേതൃത്വത്തിൽ 1988 എന്ത് ചെയ്യാണ്, അവിടെ വീണ്ടും ഒരു ഡെമോക്രാറ്റിക് ഗവൺമെന്റ് ഇലക്ട് ചെയ്യപ്പെടുന്നു. പക്ഷേ 1988 മുതൽ 1999 വരെ ദ ഇലക്ടോറൽ പൊളിറ്റിക്സ് ഓഫ് പാകിസ്ഥാൻ വാസ് ഷെയർഡ് ബൈ ബാനസീർ ഭൂട്ടോ, Pakistan People's Party and Nawaz Sharif Muslim League alternatively. The army stepped in again and removed Nawaz Sharif government and captured the power by the General Pervez Musharraf in 1999. 1999 ജനറൽ ആയിരുന്ന പാവേസ് മുഷറഫ് എന്ത് ചെയ്യുന്നു, ആ സ്ഥലം ക്യാപ്ചർ ചെയ്യുന്നു. 2001 ജനറൽ പാവേസ് മുഷറഫ് ഗോഡ് ഹിംസെൽഫ് ഇലക്റ്റഡ് ഇൻ ദ പ്രസിഡന്റ് ആയിട്ട് ഇലക്ട് ചെയ്യപ്പെടുന്നു. 2008 ജനറൽ ഇലക്ഷൻ നടക്കുന്നു. PPP came to power. PPP എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ പീപ്പിൾ പാർട്ടി ഭരണത്തിൽ വരുന്നു. ആരുടെ നേതൃത്വത്തിൽ, അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ആസിഫ് അലി സർദാറി, പാകിസ്ഥാനിലെ പ്രസിഡന്റ് ആണ്. 2003 ജനറൽ ഇലക്ഷൻ നടക്കുന്നു. 2013 മുസ്ലിം ലീഗ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് നവാബ് ഷെരീഫ് കെയിം ടു പവർ. നവാബ് ഷെരീഫ് എന്ത് ചെയ്യുന്നു, ഭരണത്തിൽ വരുന്നു. മുസ്ലിം ലീഗ് ആയിരുന്നു. 2013 2018 എന്ത് ചെയ്യുന്നു, ഇലക്ഷൻ നടക്കുന്നു. ഇവിടെ പാകിസ്ഥാൻ തെഹ്രീക്ക് ഇൻസാഫ് PTI എന്ന ഒരു പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇമ്രാൻഖാൻ എന്ത് ചെയ്യുന്നു, ഇലക്ഷനിൽ വിജയിക്കുന്നു, ഭരണത്തിൽ വരുന്നു. ഇതാണ് നമ്മുടെ ആരുടെ, പാകിസ്ഥാനിലെ ഡെമോക്രസിനെ കുറിച്ച് പറയുന്നത്. ദെൻ ഡെമോക്രസി പാകിസ്ഥാനിൽ ഫെയിലിയർ ആയിട്ടുണ്ടായിരുന്നു പല കാലഘട്ടങ്ങളിലും. അതിന്റെ കാരണം എന്തായിരുന്നു, ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ടിംഗ് ദ ഫെയിലിയർ ഓഫ് ബിൽഡിംഗ് ഡെമോക്രസി ഇൻ പാകിസ്ഥാൻ. അതിന്റെ കാരണം എന്തായിരുന്നു, ദ സോഷ്യൽ ഡോമിനൻസ് ഓഫ് ദ മിലിറ്ററിക്കെതിരെ അവിടെ ഒരു സോഷ്യൽ ഡോമിനൻസ് ഉണ്ടായത്. clergy, landlord has led to the frequent overthrow by elected government. ഇലക്ട് ചെയ്ത ഗവൺമെന്റിനെ പരാജയപ്പെടുത്താൻ വേണ്ടി ക്ലർജി ആയാലും മിലിറ്ററി ആയാലും ലാൻഡ് ലോഡ്സ് ആയാലും ഒക്കെ എന്ത് ചെയ്തിരുന്നു, ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ദ കോൺഫ്ലിക്റ്റ് വിത്ത് ഇന്ത്യ ഹാസ് മെയ്ഡ് ദ പ്രോ മിലിറ്ററി ഗ്രൂപ്പ്സ് മോർ പവർഫുൾ ഇൻ പാകിസ്ഥാൻ. ഇന്ത്യയുമായിട്ട് പാകിസ്ഥാൻ ഒരു പ്രശ്നം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അവിടെ ഒരു പ്രോ മിലിറ്ററി ഗ്രൂപ്പ്സ് കൂടുതൽ പവർഫുൾ ആയി നിലനിന്നിരുന്നു. There was a little genuine international support for democratic rule of പാകിസ്ഥാനിലെ ഡെമോക്രാറ്റിക് റൂളിന് ആരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ദ വെസ്റ്റ് ഓൾവേസ് ഫിയർഡ് ഗ്ലോബൽ ഇസ്ലാമിക് ടെററിസം. വെസ്റ്റ് എപ്പോഴും പേടിച്ചിരുന്നത് ഒരു ഗ്ലോബൽ ഇസ്ലാമിക് ടെററിസത്തിന് ഭയപ്പെട്ടിട്ടായിരുന്നു അവർ ജീവിച്ചു പോയിട്ടുണ്ടായിരുന്നത്. The military regime in Pakistan has been seen as a protector of Western interest in West Asia and South Asia. ഇപ്പോൾ പാകിസ്ഥാനിലെ മിലിറ്ററി റീജിയൻ നോക്കുകയാണെങ്കിൽ അവരെന്തായിരുന്നു, അവര് വെസ്റ്റേൺ ഇൻട്രസ്റ്റ്, അത് പ്രൊട്ടക്ടർ ഓഫ് ദ വെസ്റ്റേൺ ഇൻട്രസ്റ്റ് ഇൻ വെസ്റ്റ് ഏഷ്യ ആൻഡ് സൗത്ത് ഏഷ്യ, ആ ഒരു രീതിയിലായിരുന്നു അവർ നിലനിന്ന് പോകുന്നത്. ഇത് നമ്മുടെ പാകിസ്ഥാനിലെ കാര്യമാണെങ്കിൽ ബംഗ്ലാദേശിലെ ഡെമോക്രസിയിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് 1947-71 കാലഘട്ടത്തിലാണ് ബംഗ്ലാദേശ് വാസ് പാർട്ട് ഓഫ് പാകിസ്ഥാന്റെ ആ ഒരു പീരീഡിലാണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് പാർട്ടീഷൻ ഏരിയാസ് Bangladesh and Assam from British India. The eastern Pakistan was very often militarily and politically dominated by the West. ഇവിടെ എന്താ മക്കളെ പറഞ്ഞത്, the eastern Pakistan was very often militarily and politically dominated by the West. വെസ്റ്റിൽ അവരായിരുന്നു ഡോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇവിടെ എന്താണ്, വെസ്റ്റേണും ഈസ്റ്റേണും പാകിസ്ഥാനും ആയിട്ടൊരു ടെൻഷൻസ് നടക്കുന്നുണ്ട്. ഏതൊക്കെ ഏരിയയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഈസ്റ്റ് പാകിസ്ഥാൻ അവർ ഉറുദു ലാംഗ്വേജ് എന്ത് ചെയ്തു, ഇമ്പോസ് ചെയ്തു. അതേപോലെ തന്നെ ബംഗാളി കൾച്ചർ വാസ് ഓഫ്റ്റൻ കൺസിഡർ ഇൻഫീരിയർ. ബംഗാളി കൾച്ചറിനെ എന്ത് ചെയ്തു, ഇൻഫീരിയർ ആയിട്ട് കണ്ടു.
അൺഫെയർ അഡ്മിനിസ്ട്രേഷനിൽ ഒരു അൺഫെയർ ഷെയർ ആയിരുന്നു ഉണ്ടായത്. ഇത് ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ കൂട്ടിക്കൊണ്ടേയിരുന്നു. ഈ സ്ട്രഗിൾസ് എന്ത് ചെയ്തു, ഇങ്ങനെ കൂട്ടിക്കൊണ്ട് വന്നുകൊണ്ടേയിരുന്നു. ദ സ്ട്രഗിൾ ഫോർ ഈക്വൽ ട്രീറ്റ്മെന്റ്, ഈ ഒരു ഈക്വൽ ട്രീറ്റ്മെന്റിന് വേണ്ടിയുള്ള സ്ട്രഗിൾസിന് ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഷെയ്ഖ് മുജീബുർ റഹ്മാൻ ആയിരുന്നു. ബംഗ്ലാദേശ് വാസ് ഫോം ആസ് എൻ ഇൻഡിപെൻഡന്റ് കൺട്രി ആഫ്റ്റർ ദ വാർ വിത്ത് ഇന്ത്യയുമായിട്ട് 1971 പാകിസ്ഥാന്റെ വാറിന് ശേഷം ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു ഇൻഡിപെൻഡന്റ് കൺട്രി ഫോം ചെയ്തു. എ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് ഡ്രാഫ്റ്റ് വിത്ത് എംബസൈസ് ഓൺ സെക്യുലറിസം, ഡെമോക്രസി ആൻഡ് സോഷ്യലിസം. ഇതിലൂന്നിയിട്ട് അവരൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ബിൽഡ് ചെയ്തു. 1975 he amended the constitution and opted the presidential form of government, which showed his autocratic attitude towards the power. 1971 കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് കൊണ്ടുവരുന്നു. ഈ അമെൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അവരെ ഓപ്റ്റ് ചെയ്ത ഒരു പ്രസിഡൻഷ്യൽ ഫോം ഓഫ് ഗവൺമെന്റ് ആയിരുന്നു. അത് ഷോ ചെയ്യുന്നത് അവർക്ക് എത്രത്തോളം ഒരു ഓട്ടോക്രാറ്റിക് ആറ്റിറ്റ്യൂഡ്സ് ഉണ്ട് എന്നതായിരുന്നു. ഓൾ പൊളിറ്റിക്കൽ പാർട്ടി വേർ അബോളിഷ്, അവിടുത്തെ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും അബോളിഷ് ചെയ്തു. അദ്ദേഹത്തിന് സ്വന്തം പാർട്ടി അവാമി ലീഗ് അല്ലാത്ത എല്ലാം എന്ത് ചെയ്തു, അബോളിഷ് ചെയ്തു. ഡെമോക്രാറ്റിക് ഡെവലപ്മെന്റ് ചെയ്ത് കൺട്രി ലെറ്റ് ദി കോൺഫ്ലിക്ട് ആൻഡ് ടെൻഷൻ. അവിടുത്തെ ഒരു ഡെമോക്രാറ്റിക് ഡെവലപ്മെന്റ് എന്ന കോൺഫ്ലിക്റ്റിലും ടെൻഷനിലും ഊന്നിയിട്ടായിരുന്നു ഉണ്ടായത്. അങ്ങനെ 1975 മുജീബുർ റഹ്മാൻ വാസ് അസാസിനേറ്റഡ് ബൈ മിലിറ്ററി കോപ്പിനെ അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, അസാസിനേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. സോ അദ്ദേഹത്തിന്റെ ഒരു അസാസിനേഷൻ അവിടെ സംഭവിക്കും. ആൻഡ് പുതിയ റൂളറായ ദിയാവുർ റഹ്മാൻ എന്ത് ചെയ്യുന്നു, അവിടെ വരുന്നു. ഫോംഡ് എ ന്യൂ പൊളിറ്റിക്കൽ പാർട്ടി ഫോം ചെയ്യുന്നു, ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി. ഹി വോൺ ദ ജനറൽ ഇലക്ഷൻ ആൻഡ് റൂൾ ദ കൺട്രി. അദ്ദേഹം ജനറൽ ഇലക്ഷനിൽ ജയിക്കുന്നു, കൺട്രിയെ ഭരിക്കുന്നു. ഹി വാസ് അസാസിനേറ്റഡ് 1980 ആൻഡ് ദ മിലിറ്ററി ടു ഓവർ ദ ഗവൺമെന്റ് ആൻഡ് ദ ലഫ്റ്റനന്റ് ജനറൽ HM ഇർഷാദ്. അങ്ങനെ 1980 അദ്ദേഹത്തിനും എന്ത് ചെയ്യുന്നു, അസാസിനേറ്റ് ചെയ്യുന്നു. എന്നിട്ട് അവിടുത്തെ ഭരണം മിലിറ്ററിയെ വെച്ചിട്ട് അവിടുത്തെ ഭരണം ലഫ്റ്റനന്റ് ജനറൽ HM ഇർഷാദ് പിടിച്ചെടുക്കുന്നു. ആസ് എ റിസൾട്ട് ഓഫ് പ്രൊട്ടസ്റ്റ്, ഒരുപാട് പ്രൊട്ടസ്റ്റ് നടക്കുന്നതിനെ തുടർന്ന് ഇർഷാദ് വാസ് ഫോഴ്സ്ഡ് ടു അലോ പൊളിറ്റിക്കൽ ഫ്രീഡം ഓൺ എ സ്മോൾ സ്കെയിൽ ആൻഡ് ലേറ്റർ ഹി ഹാസ് ഇലക്റ്റഡ് ആസ് എ പ്രസിഡന്റ് ഫോർ 5 years. അങ്ങനെ അദ്ദേഹം ചെറിയ രീതിയിൽ അവർക്ക് ഒരു പൊളിറ്റിക്കൽ ഫ്രീഡം കാര്യങ്ങൾ അലോ ചെയ്യുന്നു. ബട്ട് മാസ് പ്രൊട്ടസ്റ്റ് പിന്നെയും എന്ത് ചെയ്തു, നടന്നുകൊണ്ടേയിരിക്കുന്നു. 1990 വരെ ഈ പ്രൊട്ടസ്റ്റ് നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ 1991 എന്ത് ചെയ്തു, ഇലക്ഷൻ നടക്കുന്നു. സിൻസ് ദെൻ ബംഗ്ലാദേശ് ഫോളോ ദ റെപ്രസെന്റേറ്റീവ് ഡെമോക്രസി ബേസ്ഡ് ഓൺ മൾട്ടി പാർട്ടി സിസ്റ്റം. ഇന്നിപ്പോ അതിനുശേഷം ഇപ്പം വരെ എന്ത് ചെയ്യുന്നുണ്ട്, ബംഗ്ലാദേശ് ഫോളോ ചെയ്യുന്നു റെപ്രസെന്റേറ്റീവ് ഡെമോക്രസിയാണ്. ഒരു മൾട്ടി പാർട്ടി സിസ്റ്റം ബേസ് ചെയ്തുള്ള ഒരു റെപ്രസെന്റേറ്റീവ് ഡെമോക്രസിയാണ് നമ്മൾ ബംഗ്ലാദേശ് ഫോളോ ചെയ്ത് പോകുന്നത്. ഓക്കെ, ഇനി നമ്മളെ നേപ്പാളിലെ മൊനാർക്കിയെ കുറിച്ചാണ് പറയുന്നത്. മൊനാർക്കി ആൻഡ് ഡെമോക്രസി ഇൻ നേപ്പാൾ. നേപ്പാളിലേക്കാട്ടോ മക്കളെ നമ്മൾ വരുന്നത്. ശ്രദ്ധിക്കണേ, ഇവിടെ കുറച്ച് ഇങ്ങനെ ഓരോരുത്തരും നമുക്ക് പറയാനുണ്ട്, ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവുള്ളൂ കേട്ടോ. ഓക്കെ, Nepal was Hindu kingdom in the past and then constitutional monarchy in the modern period of many years. Nepal പണ്ട് ഒരു ഹിന്ദു കിങ്ഡം ആയിരുന്നു മക്കളെ. Instead of constitutional monarchy, the people of Nepal and the political parties demanded a democratic form of government. മക്കളെ, കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കിനെക്കാളും ആളുകൾ അവിടെ പറഞ്ഞു അവർക്കൊരു ഡെമോക്രാറ്റിക് ഫോം ഓഫ് ഗവൺമെന്റ് വേണം എന്നൊരു ഡിമാൻഡ് ചെയ്തുകൊണ്ടിരുന്നു. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആർമിയുടെ സപ്പോർട്ടോടുകൂടെ retained full control over the government and restricted the expansion of democracy in Nepal. A very strong pro-democracy agitation 1990 നടക്കുന്നു. Succeeded in establishing a democratic government. അവിടെ എന്ത് ഒരു ഡെമോക്രാറ്റിക് ഗവൺമെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നു. The king accepted the demand for a new democratic constitution. കിങ് എന്ത് ചെയ്തു, ഡിമാൻഡ് ചെയ്തത് എന്തായിരുന്നു, ആക്സെപ്റ്റ് ചെയ്തത് എന്തായിരുന്നു, ഒരു ന്യൂ ഡെമോക്രാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ആക്സെപ്റ്റ് ചെയ്തു. ബട്ട് ദിസ് ഗവൺമെന്റ് വേർ ഷോർട്ട് ലൈഫ്. അതിന്റെ ലൈഫ് വളരെ കുറച്ചു കാലം ഉണ്ടായിരുന്നുള്ളൂ. 1990 മാവോയിസ്റ്റ് ഇൻഫ്ലുവൻസ് എന്ത് ചെയ്തു, നേപ്പാള് വളരെയധികം ആക്റ്റീവായി കൊണ്ടേയിരുന്നു. ദേ ബിലീവ്ഡ് ഇൻ ആം against the monarch and ruling. അവർ വിശ്വസിക്കുന്ന അറ്റാക്ക് എന്ത് ചെയ്യാണ്, മൊണാർക്കിനെതിരെ റൂളിംഗ് എലൈറ്റിനെതിരെയും അവർ പറ്റിക്കൊണ്ടേയിരുന്നു. ഇറ്റ് ലെഡ് ടു ദ വയലന്റ് കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ദ മാവോയിസ്റ്റ് ഗൊറില്ലാസും ആംഡ് ഫോഴ്സ്, കിങ്ങിന്റെ ആംഡ് ഫോഴ്സും തമ്മിൽ ഒരുപാട് എന്ത് ചെയ്തു, കോൺഫ്ലിക്റ്റുകൾ കൂട്ടിക്കൂട്ടി വന്നു. ദ പീരീഡ് ഓൾസോ വിറ്റ്നസ് ദ ഒരു ട്രയാങ്കുലർ കോൺഫ്ലിക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ നടക്കുന്നുണ്ട്. ഓഫ് 3 ഗ്രൂപ്പ്സ് സച്ച് ആസ് ദ കിങ്സ് ആർമി, മാവോയിസ്റ്റ് ഗൊറില്ല ആൻഡ് ഡെമോക്രാറ്റ്. സോ ഇവിടെ ഒരു നമ്മൾ ട്രയാങ്കുലർ ലവ് സ്റ്റോറി എന്ന് പറഞ്ഞത് ഇവിടെ ഒരു ട്രയാങ്കുലർ കോൺഫ്ലിക്റ്റ് ആണ്. ആരൊക്കെ തമ്മിലാ, കിങ്ങിന്റെ ആർമി, മാവോയിസ്റ്റ് ഗൊറില്ലാസ് ആൻഡ് ഡെമോക്രാറ്റ്, ഇവർ തമ്മിലുള്ള ഒരു അറ്റാക്ക് നടക്കുന്നുണ്ട്. കിങ് ആയിട്ടുണ്ടായിരുന്ന വീരേന്ദ്ര എന്ത് ചെയ്യാണ്, and the royal family were shot down by Prince Deependra and then he shot himself in 2001.
ജ്ഞാനേന്ദ്ര ദ ബ്രദർ ഓഫ് കിങ് വീരേന്ദ്ര ബിക്കം ദ നെക്സ്റ്റ് കിങ് ഓഫ് നേപ്പാൾ. അദ്ദേഹം അടുത്ത നേപ്പാളിലെ കിങ് ആവുന്നു. 2002 ദ കിങ് അബോളിഷ് ദ പാർലമെന്ററി സിസ്റ്റം ആൻഡ് ദിസ് എൻഡഡ് ഈവൻ ദ ലിമിറ്റഡ് ഡെമോക്രസി ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ നേപ്പാൾ. 2002 പാർലമെന്ററി സിസ്റ്റം എന്ത് ചെയ്യുക, അബോളിഷ് ചെയ്യുന്നു. അവർക്ക് ഉണ്ടായിരുന്ന ഡെമോക്രസി എന്ത് ചെയ്യുക, കുറച്ച് ലിമിറ്റഡ് ആയ ഡെമോക്രസി എന്ത് ചെയ്യുന്നുണ്ട്, അവർ എൻഡ് ചെയ്യുന്നു. 2006 ഒരു മാസീവായുള്ള എൻട്രി വൈഡ് ആയുള്ള പ്രോ ഡെമോക്രസി പ്രൊട്ടസ്റ്റ് 2006 നടക്കുന്നു. ഇതിന്റെ ഫലമായിട്ട് ദ കിങ് വാസ് ഫോഴ്സ്ഡ് ടു റീസ്റ്റോർ എ പാർലമെന്റ് ദാറ്റ് ഹാഡ് ബീൻ ഡിസോൾഡ് ഇൻ. 2002 അദ്ദേഹം എന്ത് ചെയ്യാണ്, അദ്ദേഹം ഒഴിവാക്കിയിട്ടുണ്ടായ ഒരു പാർലമെന്റ് സിസ്റ്റം വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നു. ദ നോൺ വയലന്റ് മൂവ്മെന്റ് വാസ് ലാർജ്ലി ഓർഗനൈസ്ഡ് ഇൻ 7-party alliance, the Maoists and social activists. So ഇവിടെ നോൺ വയലന്റ് മൂവ്മെന്റ് വാസ് ലാർജ്ലി ഓർഗനൈസ് ചെയ്തിട്ടുള്ള 7-party alliance ആയിരുന്നു. ദ മാവോയിസ്റ്റ് ആൻഡ് സോഷ്യൽ ആക്ടിവിസ്റ്റ് ഇവരായിരുന്നു ഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ ആരെ കുറിച്ച് പഠിച്ചു, നമ്മുടെ മൊനാർക്കി ആൻഡ് ഡെമോക്രസി ഇൻ നേപ്പാൾ. നേപ്പാളിലെ മൊനാർക്കി ആയതും ഡെമോക്രസി ആയതും ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ എങ്ങോട്ടാ പോകുന്നത്, ഇതിന്റെ കണ്ടിന്യൂഷൻ കുറച്ചുകൂടെ ഉണ്ട് മക്കളെ. 2002 മൊണാർക്കി വാസ് അബോളിഷ് ഇൻ നേപ്പാൾ. 2002 മൊണാർക്കി അബോളിഷ് ചെയ്തിട്ട് അവിടെ എന്താ സെക്കുലർ ആൻഡ് ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് എന്ത് ചെയ്യുന്നു, എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. എ ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ടു എക്സിസ്റ്റ്. 2015 അവരതൊരു പുതിയൊരു കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ആൻഡ് 2007 കോൺസ്റ്റിറ്റ്യൂഷൻ റീപ്ലേസ് ചെയ്തിട്ടാണ് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നത്. The constitution has restructured the nation to a federal democratic republic. The country was divided into 7 states. Country ne 7 states ആയിട്ട് എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു. But still the future of democracy is not stable in Nepal. പക്ഷെ ഡെമോക്രസിയുടെ ഫ്യൂച്ചർ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഡെമോക്രാറ്റിക് കൺട്രി ആണ് ഇപ്പൊ നേപ്പാൾ, പക്ഷെ എത്രത്തോളം അതിന് ആയുസുണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഓക്കെ, അടുത്തത് മക്കളെ ശ്രീലങ്കയിലെ എത്നിക് കോൺഫ്ലിക്റ്റ് ആണ് നമുക്ക് നോക്കാനുള്ളത്. ശ്രീലങ്കയിലെ എത്നിക് കോൺഫ്ലിക്റ്റ് ആണ് നമുക്ക് നോക്കാനുള്ളത്. നോക്കിയാലോ, ശ്രീലങ്കക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുന്നത്, സ്വാതന്ത്ര്യം കിട്ടുന്ന 1948 സ്റ്റേറ്റ് ഇൻ ഡെമോക്രസീസ് ഇൻ ഇൻഡിപെൻഡൻസ് സമയത്ത് ശ്രീലങ്കക്ക് എന്തായിരുന്നു, ഡെമോക്രസിയിൽ വിശ്വാസം ഉണ്ടായിരുന്നു അല്ലെ. ബട്ട് ഡിഡ് നോട്ട് മീൻ ദാറ്റ് എവറിഥിങ് വെന്റ് ഓൺ വെൽ. ശ്രീലങ്ക ഫേസ് ലോട്ട് ഓഫ് പ്രോബ്ലംസ്. ഒത്തിരി കോൺഫ്ലിക്ട്സ് ഒരുപാട് ശ്രീലങ്കയിൽ ഉണ്ടായിരുന്നു. മെജോറിറ്റി കമ്മ്യൂണിറ്റി അതായത് സിൻഹല കമ്മ്യൂണിറ്റി ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ശ്രീലങ്കൻ പൊളിറ്റിക്സ് വാസ് ഡോമിനേറ്റഡ് ബൈ സിംഹലീസ് ആഫ്റ്റർ ഇറ്റ്സ് സ്വാതന്ത്ര്യത്തിന് ശേഷം എന്താണ്, ശ്രീലങ്കൻ പൊളിറ്റിക്സ് വാസ് ഡോമിനേറ്റഡ് ബൈ സിംഹലീസ് ആയിരുന്നു. They were hostile to the Tamils who had migrated from India. അവർ എന്താണ്, they were hostile to Tamil, ഇന്ത്യയിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത ആളുകൾ. ദ സെക്രട്ടേറിയൽ പൊളിറ്റിക്സ് ഓഫ് സിംഹലീസ് ഡിനൈഡ് ദ റൈറ്റ്സ് ഓഫ് തമിഴ് പീപ്പിൾ വിച്ച് ലെഡ് ടു ദ ഗ്രോത്ത് ഓഫ് മിലിറ്റന്റ് തമിഴ് നാഷണലിസം. സോ അവരെന്താണ്, ഒരു പൊളിറ്റിക്സിലേക്ക് വരുമ്പോൾ തമിഴിന് ഇമ്പോർട്ടൻസ് അവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. 1983 ഒരു മിലിറ്റന്റ് ഓർഗനൈസേഷൻ ദ ലിബറേഷൻ ടൈഗേഴ്സ് ഓഫ് തമിഴ് LTTE എന്ന് പറഞ്ഞ have been fighting an armed struggle with the army of Sri Lanka and demanding a separate country for Tamils of Sri Lanka. ശ്രീലങ്കയിലെ തമിഴ്സിന് വേണ്ടി ഒരു സെപ്പറേറ്റ് കൺട്രി വേണമെന്ന് പറയുന്നു. ദ LTTE control the north eastern part of Sri Lanka. അവരെന്ത് ചെയ്തു, ശ്രീലങ്കയുടെ നോർത്ത് ഈസ്റ്റേൺ പാർട്ട് കൺട്രോൾ ചെയ്തു. There were considerable pressure from Tamil people in India to effect that Indian government should protect the interest of the Tamils in Sri Lanka. So ഇന്ത്യയിൽ തമിഴ് പീപ്പിൾ എല്ലാവരും എന്ത് ചെയ്തു, പ്രഷർ ചെയ്തുകൊണ്ടിരുന്നു. ശ്രീലങ്കയിലെ തമിഴ് ആയിട്ടുള്ള ആളുകളെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ഭയങ്കര പ്രഷറും കാര്യങ്ങളും വന്നു. ഇന്ത്യ ഗവൺമെന്റ് സ്റ്റാൻഡേർഡ് ഒരു നെഗോഷിയേഷൻ ഒക്കെ ശ്രീലങ്കൻ ഗവൺമെന്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു. 1987 ഇന്ത്യ ഡയറക്ട്ലി ഇൻവോൾവ് ശ്രീലങ്കൻ ഇഷ്യൂ ഡയറക്ട്ലി അവരെന്ത് ചെയ്തു, ഇൻവോൾവ് ചെയ്തു. കുറച്ച് ട്രൂപ്സിന് എന്ത് ചെയ്യാണ്, പറഞ്ഞയക്കുകയാണ് ചെയ്യുന്നത്. സ്റ്റെബിലൈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ ശ്രീലങ്കൻ ഗവൺമെന്റും തമിഴ്സും തമ്മിൽ എന്ത് ചെയ്യാണ്, ഒരു നല്ല റിലേഷൻ ബിൽഡ് ചെയ്യാൻ വേണ്ടി ട്രൂപ്സിനെ പറഞ്ഞു വിടുന്നു. സോ ഇത് ഇന്ത്യൻ പീസ് കീപ്പിംഗ് ഫോഴ്സ് എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടത്. ശ്രീലങ്ക ഇതിനെ കണ്ടത് എന്താന്ന് വെച്ചാൽ അവരെ ഇന്റേണൽ അഫയേഴ്സിൽ ഇന്ത്യ കയറി ഇടപെടുന്നു എന്ന രീതിയിലായിരുന്നു ഇന്ത്യയുടെ ഈ ഒരു അറ്റംപ്റ്റിന് ശ്രീലങ്ക കണ്ടിട്ടുണ്ടായിരുന്നത്. ദിസ് ലെഡ് ദ അസാസിനേഷൻ ഓഫ് രാജീവ് ഗാന്ധി. അത് ഇതിന് കാരണമായി 1991 രാജീവ് ഗാന്ധിയുടെ അസാസിനേഷന് കാരണമായി. thereafter ശ്രീലങ്കൻ ക്രൈസിസ് കണ്ടിന്യൂ ബി വയലന്റ്. അതിനുശേഷം വീണ്ടും എന്ത് ചെയ്തു, വയലന്റ് ആവാൻ തുടങ്ങി, ഇവരെ പ്രശ്നം കൂടാൻ തുടങ്ങി. അങ്ങനെ അവസാനം എന്ത് ചെയ്യാണ്, ആഫ്റ്റർ ദ അസാസിനേഷൻ ഓഫ് ഒരു മിനിറ്റ് മക്കളെ,
After the assassination of Velupillai Prabhakaran and his family, the LTT surrendered in 2009. 2009 എന്ത് ചെയ്യാണ് ഈ LTT സറണ്ടർ ആയാണ് ആരുടെ അസാസിനേഷന് ശേഷം? വേലുപ്പിള്ളി പ്രഭാകരന് അദ്ദേഹത്തിന്റെ ഫാമിലിയുടെയും അസാസിനേഷന് ശേഷം ശ്രീലങ്ക ഗെയിൻ കൺസിഡറബിൾ എക്കണോമിക് ഗ്രോത്ത് ആൻഡ് റെക്കോർഡ് ഹൈ ലെവൽ ഹ്യൂമൻ ഡെവലപ്മെന്റ്. ശ്രീലങ്കയിൽ നമ്മൾ അത്രത്തോളം ഉള്ള ഒരു ഹൈ ലെവൽ, ഒരു ഹൈ ഗെയിൻ, നല്ല രീതിയിലുള്ള ഒരു എക്കണോമിക് ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. അത് സെയിം ടൈം അവിടെ ഹൈ ലെവൽസ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ് നമുക്ക് കാണാൻ സാധിക്കും. And it was one of the first developing countries to successfully control the rate of growth population. അവരെ എന്ത് ചെയ്യാണ്? അവരെ പോപ്പുലേഷൻ ഗ്രോത്തിന് അവർ സക്സസ്ഫുള്ളി എന്ത് ചെയ്യുന്നുണ്ട്? കൺട്രോൾ ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഒരു കൺട്രി അങ്ങനെ ചെയ്യുന്നത്. ഡെവലപ്പിംഗ് കൺട്രീസിൽ ആദ്യമായിട്ടാണ് ഈ ഒരു കൺട്രി ഇങ്ങനെ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഹാസ് ഹാഡ് ഹൈയസ്റ്റ് GDP ഫോർ മെനി ഇയേഴ്സ് റൈറ്റ് ത്രൂ ദ സിവിൽ വാർ. ഒരുപാട് വർഷമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അവർ നല്ലൊരു GDP അവർക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. ഡ്യൂറിംഗ് ദ ഇന്റേണൽ കോൺഫ്ലിക്ട് ഇറ്റ് മെയിൻറ്റെയിൻഡ് എ ഡെമോക്രാറ്റിക് പൊളിറ്റിക്കൽ സിസ്റ്റം. അവരെന്ത് ചെയ്യാണ്? ഈ ഒരു ഇന്റേണൽ കോൺഫ്ലിക്റ്റ് നടന്നപ്പോൾ പോലും അവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഡെമോക്രാറ്റിക് പൊളിറ്റിക്കൽ സിസ്റ്റം അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ തന്നെ ഡെമോക്രസി ആവണം എന്ന് ഇവർ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അതിനുവേണ്ടി പരിശ്രമിച്ചിട്ടുണ്ടായിരുന്നു. സ്വാതന്ത്ര്യം കിട്ടി അപ്പൊ ഇവര് വിചാരിച്ച മാതിരി നല്ല ഒന്നും നടന്നു. അതിനുശേഷം ഒരുപാട് പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. സ്മൂത്ത് ആയിട്ടൊന്നല്ല പോയത്. പക്ഷെ എന്നിരുന്നാലും ഇവർ ആ ഒരു കോൺഫ്ലിക്റ്റിന്റെ ഇടയ്ക്ക് പോലും ഇവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഡെമോക്രാറ്റിക് പൊളിറ്റിക്കൽ സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്തു പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ അല്ലേടാ? ക്ലിയർ ആയില്ലേ? ഒരു മിനിറ്റ് മക്കളെ. അടുത്തത് ഇന്ത്യ ആൻഡ് ഇറ്റ്സ് അതർ നെയ്ബേഴ്സ്. ഇന്ത്യയുടെ മറ്റുള്ള നെയ്ബേഴ്സിനെയാണ് നമ്മൾ എന്താ നോക്കാൻ പോകുന്നത്. ഇന്ത്യ ആൻഡ് ഇറ്റ്സ് അതർ നെയ്ബേഴ്സ്. അത് ആദ്യം ഇന്ത്യയും ബംഗ്ലാദേശും നമ്മൾ നോക്കുകയാണ്. ഇറ്റ് വാസ് വിത്ത് ഇന്ത്യസ് അസിസ്റ്റൻസ് ദ ബംഗ്ലാദേശ് ഗെയിൻ ഫ്രീഡം ഫ്രം പാകിസ്ഥാൻ. എന്താണ്? പാകിസ്ഥാന് ഫ്രീഡം കിട്ടുന്നത് ആര് കാരണമാണ്? നമ്മുടെ ഇന്ത്യ കാരണമാണ് അല്ലെ. ആൻഡ് ഡിഫറൻസ് ഓവർ സർട്ടൻ ഇഷ്യൂസ്. ഒരുപാട് ഇപ്പൊ നമ്മളെന്താ ഗംഗ ബ്രഹ്മപുത്ര റിവർ വാട്ടർ ഷെയറിംഗ് ഇഷ്യൂസ്, അതേപോലെ തന്നെ ബംഗ്ലാദേശ് denied the illegal immigration to India. ബംഗ്ലാദേശ് went on supporting anti-Indian Islamic fundamentalist group. ബംഗ്ലാദേശ് എന്ത് ചെയ്തു? And it is also did not allow India to move troops through Bangladesh territory towards northeastern India. And it refused to send natural gas to India. ഇങ്ങനെ ഒരുപാട് രീതിയിൽ ഇന്ത്യ സഹായിച്ചെങ്കിലും ബംഗ്ലാദേശിന്റെ ഭാഗത്ത് ഈ ഒരു രീതിയിലുള്ള മറുപടിയാണ് ഉണ്ടായത്. ഇറ്റ് ഡിഡ് നോട്ട് അലോ ഇന്ത്യ ടു ബ്രിങ് നാച്ചുറൽ ഗ്യാസ് ഫ്രം മ്യാൻമാർ ത്രൂ ബംഗ്ലാദേശി ടെറിട്ടറി. കണ്ടേ? നല്ലത് ചെയ്തിട്ട് അവർക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ കാരണം തന്നെ ആരാണ്? നമ്മൾ ഇന്ത്യക്കാരാണ്. പക്ഷെ ഇവിടെ എന്താണ്? ഉൾട്ടടിച്ചാണ് കാര്യങ്ങളൊക്കെ നടന്നത് അല്ലേ? അല്ലേടാ? യെസ്. അപ്പൊ നമ്മൾ ഉപകാരം ചെയ്ത സമയത്ത് ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി ഉപകാരം ചെയ്ത ഇന്ത്യയാണ്. പക്ഷെ എന്താണ്? നാച്ചുറൽ ഗ്യാസ് കൊടുക്കരുത്, അത് കൊടുക്കരുത്, ഇത് കൊടുക്കരുത്. ഇന്ത്യനെ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം എന്താണ്? അത് കൊടുക്കരുത് എന്നാണ് ആര് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? നമ്മുടെ ബംഗ്ലാദേശുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ. ഇനി കോപ്പറേഷൻ ഓവർ സർട്ടൻ ഏരിയാസ്. ഇനി സർട്ടൻ ഏരിയാസിൽ ഇവർ തമ്മിൽ ഒരു കോപ്പറേഷൻ ഉണ്ടായത്. ലൈക്ക് നമ്മൾ എന്താണ്? ഇപ്പൊ നമ്മൾ എക്കണോമിക് റിലേഷൻ ഹാവ് ഇംപ്രൂവ് കൺസിഡറബിളി ഇൻ ദ ലാസ്റ്റ് 10 years ആയിട്ട് നമ്മളൊരു എക്കണോമിക് റിലേഷൻ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ റെഗുലർ കോപ്പറേഷൻ ഓൺ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആൻഡ് എൻവയോൺമെന്റ് ഇഷ്യൂസ്. നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റിലും എൻവയോൺമെന്റ് ഇഷ്യൂസിലും റെഗുലർ ആയിട്ടുള്ള ഒരു കോപ്പറേഷൻ ഇവർ തമ്മിലുണ്ട്. ആൻഡ് ബംഗ്ലാദേശ് ഈസ് എ പാർട്ട് ഓഫ് ഇന്ത്യാസ് ലുക്ക് ഈസ്റ്റ് പോളിസി ദാറ്റ് വാണ്ട് ടു ലിങ്ക് അപ്പ് വിത്ത് സൗത്ത് ഈസ്റ്റ് ഏഷ്യ വൈ മ്യാൻമാർ. സോ ഇങ്ങനെയുള്ള ഒരു ഇതും സ്നേഹവും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ത്യയുമായിട്ട് ആർക്കുണ്ട്? ബംഗ്ലാദേശുമായിട്ട് ഇന്ത്യക്കുണ്ട്. ഓക്കെ. അടുത്ത മക്കളെ നമുക്ക് നോക്കാനുള്ളത് ഇന്ത്യയും നേപ്പാളുമായിട്ടാണ്. നേപ്പാളിൽ മക്കളെ പോകണമെങ്കിൽ നമുക്ക് ഇവർ തമ്മിലായിട്ട് ഒരു ട്രീറ്റ് നമുക്കുണ്ട്. വേറെ ഏത് കൺട്രിയിൽ പോകണമെങ്കിൽ നമുക്ക് പാസ്പോർട്ടും വിസയൊക്കെ പോകണം. പക്ഷെ ഇവിടെ വേണമെങ്കിൽ എന്താ? പാസ്പോർട്ടും വിസയൊന്നും നമുക്ക് ഈ കൺട്രിയിൽ പോകണമെങ്കിൽ നമുക്ക് വേണ്ട. സോ ഇവർ തമ്മിൽ നല്ലൊരു ട്രേഡ് റിലേറ്റഡ് എന്താണ്? ഇവര് ഡിസ്പ്യൂട്ട് റിഗാർഡിംഗ് ട്രേഡ് റിലേറ്റഡ് ഇഷ്യൂസ്, നമുക്ക് കുറച്ച് ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസ്പ്യൂട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യ കനോട്ട് ടോളറേറ്റ് ദ വാം റിലേഷൻ. ചൈനയും നേപ്പാളും തമ്മിലൊരു ബന്ധമുണ്ട്. അപ്പം അതിനെന്താണ് ഇന്ത്യക്ക് അത്രത്തോളം അങ്ങനെ വെൽക്കം ചെയ്യാൻ സാധിച്ചില്ല, ടോളറേറ്റ് ചെയ്യാൻ സാധിച്ചില്ല. ഇന്ത്യ ഈസ് നോട്ട് ഹാപ്പി അബൌട്ട് നേപ്പാൾസ്
interaction against anti-Indian elements in നേപ്പാൾ ആന്റി ഇന്ത്യൻ എലമെന്റ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിന് ഇന്ത്യ എന്ത് ചെയ്യുന്നില്ല, ഇന്ത്യ ഒരിക്കലും ആ ഒരു ഇതിനോട് സന്തോഷവാനല്ല, ഇന്ത്യ ഒരിക്കലും ഹാപ്പി അല്ല എന്നാ പറയുന്നത്. നേപ്പാളിലെ മാവോയിസ്റ്റ് മൂവ്മെന്റ് എന്താണ്, എന്തിന് കാരണമാകുന്നത്, ഇന്ത്യൻ സെക്യൂരിറ്റിയിലെ ത്രെറ്റ്, ഭീഷണിക്ക് കാരണമാകുന്നത്. അതേപോലെ തന്നെ അത് സെയിം നേപ്പാൾ ബിലീവ് ദാറ്റ് ഇന്ത്യ ഈസ് ട്രൈങ് ടു ഇന്റർഫിയർ നേപ്പാൾ ഇന്റേണൽ ഇഷ്യൂ. പക്ഷെ നേപ്പാൾ ചിന്തിക്കുന്നത് എന്താണ്, ഇന്ത്യ എന്ത് ചെയ്യാണ്, ഇന്ത്യ നേപ്പാളിന്റെ ഇന്റേണൽ ഇഷ്യൂസിൽ എന്താണ് കയറി ഇടപെടുക എന്നാണ് ആര് ചിന്തിക്കുന്നത്, നമ്മുടെ നേപ്പാള് ചിന്തിക്കുന്നത് അല്ലെ, അവർ ഇന്റേണൽ ഇഷ്യൂസിൽ കയറി ഇടപെടുക എന്ന് ചിന്തിക്കുന്നത്. ആൻഡ് despite this difference they have stable relationship. പക്ഷെ ഇങ്ങനെ കണ്ടെങ്കിലും ഒരു സ്റ്റേബിൾ റിലേഷൻഷിപ്പ് ഉണ്ട്, ലൈക്ക് മ്യൂച്വലി കോപ്പറേഷൻ ഉണ്ട്, അവർക്ക് കോമൺ നാച്ചുറൽ റിസോഴ്സസ് ഇവർ ഷെയർ ചെയ്യുന്നുണ്ട്, ഇലക്ട്രിസിറ്റി ജനറേഷൻസ്, ഇന്റർലോക്കിംഗ് വാട്ടർ മാനേജ്മെന്റ് ഗ്രിഡ്സ്, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവർ ഇതിന്റെ ഒരു ഷെയറിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. ഇതിന്റെ ഒരു ഷെയറിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ തർക്കങ്ങൾ ഉണ്ടെങ്കിൽ കൂടെ ഈ ഒരു രീതിയിലൊക്കെ എന്താണ് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്, ഈ ഒരു രീതിയിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണ് പറയുന്നത്. ക്ലിയർ ആയോടാ? ക്ലിയർ ആയില്ലേ? അപ്പൊ അടുത്തതിലേക്ക് നമുക്ക് പോകാം. നമ്മുടെ പീസ് ആൻഡ് കോപ്പറേഷൻ ആണ് അടുത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അടുത്ത് നമുക്ക് എന്താണ്, പീസ് ആൻഡ് കോപ്പറേഷൻ ആണ് കേട്ടോ മക്കളെ ഡിസ്കസ് ചെയ്യാനുള്ളത്. പീസ് ആൻഡ് കോപ്പറേഷൻ സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, പീസ് ആൻഡ് കോപ്പറേഷനിലേക്ക് നമുക്ക് പോകാം. ത്രൂ ദർ ആർ certain dislike, എന്താ ഇവിടെ പറയുന്നത്, through there are certain dislike and conflict among the different countries of South Asian region. മക്കളെ ഈ സൗത്ത് ഏഷ്യൻ റീജിയൻസ് തമ്മിൽ ഒരുപാട് ഇഷ്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നുണ്ട് അല്ലെ, ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്, ഇഷ്യൂസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട്. ആര് തമ്മില്, ഈ സൗത്ത് ഏഷ്യൻ കൺട്രീസ് തമ്മിൽ ഒരുപാട് ഇഷ്യൂസ് എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അതിന് വേണ്ടി നമ്മൾ സാർക്ക് ഫോം ചെയ്യുന്നെങ്കിൽ ഇറ്റ് ഇസ് മേജർ റിസൾട്ട് ഇറ്റ്സ് ഫോർമേഷൻ ഓഫ് സാർക്ക്, സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോപ്പറേഷൻ. അത് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്, 1985 മക്കളെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എപ്പോഴാണ് സ്റ്റാർട്ടഡ് ഫംഗ്ഷനിങ് ഇൻ 1985 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബംഗ്ലാദേശ് പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്ന സിയാഉർ റഹ്മാൻ ടുക്ക് ഇനീഷ്യേറ്റീവ്, ഈ സാർക്കിന്റെ ഇനീഷ്യേറ്റീവിന് അദ്ദേഹമായിരുന്നു, ഒരു സാർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ഇനീഷ്യേറ്റീവ് എടുത്ത അദ്ദേഹമായിരുന്നു. അതേപോലെ തന്നെ ഇറ്റ്സ് അൾട്ടിമേറ്റ് എയിം വാസ് ടു എസ്റ്റാബ്ലിഷ്, അതായത് സൗത്ത് ഏഷ്യൻ റീജിയൻ ഒരു പീസും കോപ്പറേഷനും എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നായിരുന്നു ഇതിന്റെ ലക്ഷ്യം. ഈ ഒരു സമയത്ത് അറ്റ് ദ സെയിം ടൈം ടു മേക്ക് ഫ്രീ South Asian nations from the exploitation of Western countries. Western countries ഇവർ ഫേസ് ചെയ്യുന്ന എക്സ്പ്ലോയിറ്റേഷൻ എതിരെയും എന്താണ് ഇവർക്ക് ഫൈറ്റ് ചെയ്യുക, ഈ ഒരു ലക്ഷ്യം കാര്യങ്ങളൊക്കെ എന്താണ് അവർക്ക് ഉണ്ടായിരുന്നു. ദ സൗത്ത് ഏഷ്യ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ്, ഇതിലൂടെ നമ്മൾ സൗത്ത് ഏഷ്യൻ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് വാസ് സൈൻഡ് ബൈ ദ സാർക്ക് മെമ്പേഴ്സ് ഇൻ 2004 സൈൻ ചെയ്യുന്നു, വിച്ച് പ്രോമിസ് ദ ഫോർമേഷൻ ഓഫ് ഫ്രീ ട്രേഡ് സോൺ ഫോർ ദ ഹോൾ സൗത്ത് ഏഷ്യ. ഒരു ഫ്രീ ട്രേഡ് സോൺ എന്ത് ചെയ്യുന്നുണ്ട്, ഇതുമൂലം ഇവർ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുമൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, ഇതാണ് പീസ് ആൻഡ് കോപ്പറേഷനിൽ നമുക്ക് പറയാനുള്ളത്. അതോടുകൂടെ നമ്മൾ ആ ഒരു ചാപ്റ്റർ കഴിഞ്ഞു. ആ ഒരു ചാപ്റ്റർ എന്തായിരുന്നു, അത്യാവശ്യം ലോങ് ആയിരുന്നു അല്ലെ. കണ്ടംപററി സൗത്ത് ഏഷ്യ എന്ന് പറയുന്ന ചാപ്റ്റർ എന്താണ്, അത്യാവശ്യം ലോങ് ആയിട്ടുണ്ടായിരുന്ന ഒരു ചാപ്റ്റർ ആയിരുന്നു അല്ലെ. അപ്പൊ നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോയാലോ? സെറ്റ് അല്ലേ? സെറ്റ് അല്ലേടാ? സെറ്റല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഒരു ഈസി ചാപ്റ്റർ ആണ്, ഈസി പീസ് ചാപ്റ്റർ ആണ്. ഇനിയുള്ള 15, 16, 17, 18 വളരെ ചെറിയ ചാപ്റ്റേഴ്സ് ആണ്. നമുക്ക് വേഗം അത് പഠിച്ചു പോകാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പൊ എത്ര ചാപ്റ്റേഴ്സ് പഠിച്ചു? 9, 10, 11, 12, 13, 14, 6 ചാപ്റ്റേഴ്സ് കഴിഞ്ഞു. 4 ചാപ്റ്റേഴ്സ് നമ്മൾ നോക്കാനുണ്ട്. അപ്പൊ നമ്മളെ 7ാമത്തെ ചാപ്റ്ററിലേക്കാണ് നമ്മൾ പോകുന്നത്, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ. It is formed to maintain പൊളിറ്റിക്കൽ ആയിട്ടുള്ളതും സോഷ്യൽ എക്കണോമിക്കൽ ആയിട്ടുള്ള ഒരു കൊളാബറേഷന് വേണ്ടിയിട്ടും കോപ്പറേഷന് വേണ്ടിയിട്ടും ബിൽഡ് ചെയ്തതാണ് എന്ത് എന്ന് പറയുന്നത്, നമ്മുടെ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ. ചാപ്റ്ററിന്റെ പേര് പോലെ തന്നെ. ആൻഡ് UN ഫോം, ഇത് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമാണ് മക്കളെ UN എന്ത് ചെയ്തത്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോം ചെയ്യുന്നു. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ പീസിനും പ്രോഗ്രസിനും വേണ്ടിയിട്ടാണ് നിലനിന്നിരുന്നത്. ആൻഡ് ഇറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻറ്റു 2 കാറ്റഗറി ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു. ഇന്റർ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ, അതിന്റെ എക്സാമ്പിൾ ആണ്
ലീഗ് ഓഫ് നാഷനും യുണൈറ്റഡ് നാഷൻ ഓർഗനൈസേഷനും. രണ്ടാമത്തെ എന്താണ്? നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ, അമൻസ്ട്രി ഇന്റർനാഷണൽ പോലുള്ള. അപ്പൊ ഇതിന് രണ്ട് കാറ്റഗറൈസ് ചെയ്ത് നോക്കിയില്ലേ. ഇനി എന്തിനാണ് ഈ ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് നോക്കുകയാണെങ്കിൽ, നാഷൻസ് തമ്മിൽ എന്താണ് കോൺഫ്ലിക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത്, ഡിഫറെന്റ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് ഒക്കെ നിലനിൽക്കുന്ന സമയത്ത് അതൊക്കെ സംസാരിച്ച് അവർ തമ്മിലുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ നെഗോഷിയേഷനിലൂടെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ. അതേപോലെ തന്നെ എന്താണ് ഈ ഗ്ലോബൽ വാർമിങ്, എപ്പിഡമിക്സ് ഇതൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മളൊരു മ്യൂച്വൽ ആയിട്ടുള്ള ഒരു കൊളാബറേഷനിലൂടെ നിലനിന്ന് ഇതൊക്കെ നമുക്ക് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ നമുക്ക് എന്താണ് ആളുകളിലേക്ക് കോപ്പറേഷൻസും, അതേപോലെ തന്നെ നമ്മൾ കോപ്പറേഷൻ ആൻഡ് എൻഷുർ ദാറ്റ് ഓൾ മെമ്പേഴ്സ് ആക്ട് ആസ് പെർ എഗ്രിമെന്റ്. നമ്മൾ എന്താണ് ഇൻഫോർമേഷൻസും ഐഡിയാസും കാര്യങ്ങളൊക്കെ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇൻഫോർമേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മുടെ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ. ഇവരൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് ആരെന്ന് പറയുന്നത്, നമ്മുടെ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ആൻഡ് അതിൽ ആദ്യം നമ്മൾ പഠിക്കുന്ന ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ, ഏതൊരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫസ്റ്റ് നമ്മളെ മനസ്സിൽ UN കുറിച്ചാണ്, യുണൈറ്റഡ് നാഷൻ ഓർഗനൈസേഷൻ. എന്താണ് UN? മക്കളെ, UN ഇവല്യൂഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം എന്താണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആണ്. ഇനി ഒരു വേൾഡ് വാർ ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്താണ്. ഇതിന്റെ ഫലമായിട്ടാണ് ലീഗ് ഓഫ് നാഷനും എന്ത് ചെയ്തത് നമ്മൾ ഫോം ചെയ്തത്. ഇനീഷ്യലി ഇതെന്തായിരുന്നു, വളരെ സക്സസ് ആയി മുന്നോട്ട് പോയി. പക്ഷെ സെക്കൻഡ് വേൾഡ് വാർ ഇവർക്ക് തടഞ്ഞു നിർത്താൻ സാധിച്ചില്ല, അതുകൊണ്ട് ഇവർ ഫെയിലിയർ ആയിപ്പോയി. ദ UN ഈസ് റിഫൈൻഡ് ദ ഫോം ഓഫ്, പിന്നെ ഇത് എന്തുമായി മാറി, ലീഗ് ഓഫ് നാഷൻസ് ആയിട്ട് ഇത് വീണ്ടും എന്ത് ചെയ്തു, പുതിയ നമ്മൾ ഒരുപാട് വർഷങ്ങളായുള്ള വീഞ്ഞ് ഒരു പുതിയ കുപ്പിയിൽ നമ്മൾ കൊണ്ടുതരില്ലേ, അതായത് പഴക്കം കൂടുന്നവരും വീഞ്ഞിന് വീര്യം കൂടുന്ന പോലെ ഇതും വീര്യമേറിയിട്ട് വേറൊരു പുത്തൻ കുപ്പിയിൽ എന്ത് ചെയ്യാൻ പ്രസന്റ് ചെയ്യാണ്. അതാണ് ലീഗ് ഓഫ് നാഷന്. അത് വേൾഡ് വാറിന് ശേഷം പെട്ടെന്ന് തന്നെ 1945 ഒക്ടോബർ 24 ഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. 51 ഫൗണ്ടിങ് മെമ്പേഴ്സ് ആണ് മക്കളെ ഇതിലുണ്ടായത്. ഇപ്പൊ പ്രസന്റ് 193 മെമ്പേഴ്സ് നമുക്ക് കാണാൻ സാധിക്കും. ഇവരെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ ഇന്റർനാഷണൽ കോൺഫ്ലിക്റ്റ് എന്ത് ചെയ്യുക, അത് തടഞ്ഞു നിർത്തുക, അത് പ്രിവെന്റ് ചെയ്യാം, ഇവർ തമ്മിൽ നാഷൻസ് തമ്മിൽ ഒരു കോപ്പറേഷൻ ബിൽഡ് ചെയ്യുക. ഇതാണ് ഇവരുടെ മെയിൻ എയിം എന്ന് പറയുന്നത്. And the term UNO was coined by ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് എന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡന്റ് ആണ് UNO എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ UNOയുടെ പ്രിൻസിപ്പൽ ഓർഗൻസ് നോക്കുകയാണെങ്കിൽ ഒന്നാമത്തത് ജനറൽ അസംബ്ലി ആണ്. ജനറൽ അസംബ്ലി എന്ന് പറയുന്ന ഓൾ UN മെമ്പേഴ്സ് സ്റ്റേറ്റ് ആർ മെമ്പേഴ്സ് ഓഫ് ദ ജനറൽ അസംബ്ലി. എല്ലാവരും ഈ ജനറൽ അസംബ്ലിയിലെ മെമ്പേഴ്സ് ആയിരിക്കും. എല്ലാവർക്കും ഈക്വൽ റെപ്രസെന്റേഷൻ വിത്ത് വൺ വോട്ട്, എല്ലാവർക്കും ഒരു വോട്ടുള്ള ഈക്വൽ റെപ്രസെന്റേഷൻ ഉണ്ടായിരിക്കും. ദെൻ ഇറ്റ് ഹാൻഡിൽസ് ദ ബഡ്ജറ്റ് ഓൺ ദ UN ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യും. അതേപോലെ തന്നെ വേൾഡ് പാർലമെന്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏതാണ്, ഈ ജനറൽ അസംബ്ലിയാണ്, യുഎന്റെ ജനറൽ അസംബ്ലിയാണ്. ആൻഡ് സെക്യൂരിറ്റി കൗൺസിൽ എന്ന് പറയുമ്പോൾ സെക്യൂരിറ്റി കൗൺസിൽ 10 മെമ്പേഴ്സ് ആണ് ഉണ്ടായിരിക്കുക. 5 members പെർമനന്റും 5 members ടെമ്പററി. പെർമനന്റ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് USA, ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ, ചൈന. ഇവര് എന്താണ് പെർമനന്റ് മെമ്പേഴ്സ് ആണ്. ദെൻ they are having, അവർക്ക് വീറ്റോ പവറും കാര്യങ്ങളൊക്കെ എന്താണ് ഉണ്ടായിരിക്കും. ടു വോട്ട് in negative manner against a particular decision in the council. And the temporary members എന്ന് പറയുന്നത് are elected by the 2/3 majority of General Assembly for 2-year terms. 2 വർഷ കാലാവധിയിലായിരിക്കും മക്കളെ എന്താണ് ടെമ്പററി മെമ്പേഴ്സിന് നമ്മൾ എന്ത് ചെയ്യുക, ഇലക്ട് ചെയ്യുക. ആൻഡ് എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ എന്ന് പറയുന്നത് എന്താണ്, ആ ഒരു ഓർഗനിൽ നമ്മൾ UNOന്റെ നെക്സ്റ്റ് ഓർഗൻ, ഇപ്പൊ നമ്മൾ പറഞ്ഞ പ്രിൻസിപ്പൽ ഓർഗൻ ആണ് ജനറൽ അസംബ്ലി. നമ്മൾ നോക്കി, സെക്യൂരിറ്റി കൗൺസിൽ നോക്കി, ദെൻ നെക്സ്റ്റ് എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ ആണ്. അതിൽ 54 മെമ്പേഴ്സ് ആണ് ഉണ്ടായിരിക്കുക. അത് ജിയോഗ്രഫിക്കൽ റെപ്രസെന്റേഷൻ ബേസ്ഡ് ചെയ്തിട്ടാണ്. ആൻഡ് അതിന്റെ കാലാവധി 3 വർഷമായിരിക്കും. 1/3 ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് ഗെറ്റ് റിട്ടയർഡ് എവറി ഇയർ. എല്ലാ വർഷവും 1/3 മെമ്പേഴ്സ് എന്ത് ചെയ്യും, റിട്ടയർഡ് ചെയ്തുകൊണ്ടിരിക്കും. ഈ ഡീൽ വിത്ത് നമ്മുടെ കൾച്ചറൽ, സോഷ്യോ എക്കണോമിക് ആൻഡ് കൾച്ചറൽ ഇഷ്യൂസ് ആണ് ഇവർ ഡീൽ ചെയ്യുക. ഇനി 4ാമത്തെ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിലേക്ക് വരുന്ന സമയത്ത് 15 ജഡ്ജസ് ആർ ഇലക്റ്റഡ് ഫോർ 9 വർഷത്തേക്ക്. ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ട് ചെയ്യുന്ന 15 മെമ്പേഴ്സ് ഉണ്ടാവും. ഇവരെ ജനറൽ അസംബ്ലി ആൻഡ് സെക്യൂരിറ്റി കൗൺസിലെ ഒബ്സല്യൂട്ട് മെജോറിറ്റിയിലൂടെയാണ് ഇവരെന്ത് ചെയ്യുന്നത്, ഇലക്ട് ചെയ്യുന്നത്.
ഒരു ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ്, ഫ്രഞ്ച് ആയിരിക്കും. ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ഹാഗ്യു ആണ് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. ഇനി ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ എന്ന് പറയുന്നത് 1994 നവംബർ 1-ാം തീയതി ഫോം ചെയ്തതാണ്. പിന്നെ ലാസ്റ്റ് ദ UN ട്രസ്റ്റ് ടെറിട്ടറി, US ട്രസ്റ്റ് ടെറിട്ടറി ആയിട്ട് ഇത് വർക്ക് ചെയ്തുകൊണ്ട് പോകുന്നു. ആൻഡ് സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത് എന്താണ്? അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ക്വാർട്ടേഴ്സ് ആണ്. അതിൽ ഒരു സെക്രട്ടറി ജനറൽ ആയിരിക്കും അത് ഹെഡ് ചെയ്യുന്നുണ്ടായിരിക്കാം. സെക്രട്ടറി ജനറൽ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? അപ്പോയിന്റഡ് ബൈ ജനറൽ അസംബ്ലി വിത്ത് റെക്കമെൻഡേഷൻ ഓഫ് സെക്യൂരിറ്റി കൗൺസിലിന്റെ റെക്കമെൻഡേഷനിൽ ജനറൽ അസംബ്ലിയിൽ നിന്ന് ആളുകളെ അപ്പോയിന്റ് ചെയ്യുന്നു. ആൻഡ് ഇവരെ കാലാവധി സെക്രട്ടറി ജനറലിന്റെ ടേം എന്ന് പറയുന്നത് 5 വർഷമായിരിക്കും. അതിനുശേഷം റീഇലക്ഷൻ നടക്കും. ആൻഡ് ക്യാൻ ബി റീഇലക്റ്റഡ്, ആ വ്യക്തിക്ക് റീഇലക്റ്റഡ് ആവാൻ സാധിക്കും. ആൻഡ് സെക്രട്ടറി ജനറൽ ഈസ് ഇലക്റ്റഡ് ഫ്രം ദ നോൺ പെർമനന്റ് മെമ്പർ സ്റ്റേറ്റ്. ഈ സെക്രട്ടറി ജനറലിനെ ഇലക്ട് ചെയ്യുന്ന നോൺ പെർമനന്റ് ആയിട്ടുള്ള മെമ്പർ സ്റ്റേറ്റിൽ നിന്നായിരിക്കും ഇലക്ട് ചെയ്യുക. ആൻഡ് അടുത്തത് യുഎന്റെ മെയിൻ ഏജൻസീസ് ആണ് മക്കളെ നോക്കാൻ പോകുന്നത്. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ILO, അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് റോമിലാണ്. യുണൈറ്റഡ് നേഷൻ എഡ്യൂക്കേഷൻ സയന്റിഫിക് കൾച്ചർ ഓർഗനൈസേഷൻ ഇതെവിടെയാണ്? ഇത് അടുത്ത യുഎന്റെ ഏജൻസീസ് ആണ്. വേൾഡ് ബാങ്ക് ഹെഡ് ക്വാർട്ടേഴ്സ് വാഷിംഗ്ടണിലാണ്. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ യുണൈറ്റഡ് നാഷണൽ എഡ്യൂക്കേഷൻ സയന്റിഫിക് ആൻഡ് കൾച്ചർ ഓർഗനൈസേഷൻ, ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് പാരീസ് ആണ്. വേൾഡ് ബാങ്കിന്റെ വാഷിംഗ്ടണിലാണ് ഹെഡ് ക്വാർട്ടേഴ്സ്. ദ യുണൈറ്റഡ് നാഷൻ ചിൽഡ്രൻ ഫണ്ട് യൂണിസെഫിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂയോർക്കിലാണ്. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ WTOന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ജനീവ. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ജനീവയാണ്. ഇത് മെയിൻ ഏജൻസി, യുഎന്റെ മെയിൻ ഏജൻസീസ് പഠിച്ച് വെക്കണം. ഓക്കെ, ഇനി അടുത്ത മക്കളെ നമ്മൾ നോക്കുന്നത് ഇന്ത്യ ആൻഡ് ദ UN റിഫോംസ് ആണ്. India's major concern is structural change in UN Security Council. UN Security Council ചേഞ്ച് വരുന്നത് ഇന്ത്യ പറയുന്നുണ്ട്. ഇന്ത്യക്ക് എന്ത് ചെയ്യുന്നുണ്ട്? പെർമനന്റ് മെമ്പർഷിപ്പിൽ UN സെക്യൂരിറ്റി കൗൺസിൽ ഒരു പെർമനന്റ് മെമ്പർഷിപ്പ് ആവാൻ ആഗ്രഹമുണ്ട്. അതിൽ ഇന്ത്യ ക്ലെയിം ചെയ്യുന്നത് വെച്ചാൽ സെക്കൻഡ് മോസ്റ്റ് പോപ്പുലസ് കൺട്രി ആണ് ഇന്ത്യ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ലാർജസ്റ്റ് ആയിട്ടുള്ള ഡെമോക്രാറ്റിക് കൺട്രിയാണ്. യുഎന്റെ പീസ് ബിൽഡിംഗ് മിഷനിൽ ഒരു ആക്റ്റീവ് റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. ഇന്ത്യ ഈസ് വൺ ഓഫ് ദ ഫാസ്റ്റ് ഡെവലപ്പിംഗ് കൺട്രി, ഏറ്റവും ഫാസ്റ്റ് ഡെവലപ്പിംഗ് കൺട്രിയാണ് ഇന്ത്യ. റെഗുലർ ഫിനാൻഷ്യൽ കോൺട്രിബ്യൂട്ടേഴ്സ് ആണ് UN. അപ്പൊ ഇതൊക്കെ പറഞ്ഞ് ഇന്ത്യ ക്ലെയിം ചെയ്യുന്നുണ്ട്. പക്ഷെ ഇന്ത്യസ് ഡിമാൻഡ് ടു ഗെറ്റ് പെർമനന്റ് മെമ്പർഷിപ്പ് ഈസ് ദ സെക്യൂരിറ്റി കൗൺസിൽ ഈസ് ക്വസ്റ്റ്യൻ ബൈ സം ഫാക്ടേഴ്സ് ലൈക്ക്, അവർ കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്യും. കാരണം ഇവർക്ക് ഇന്ത്യക്ക് ഒരുപാട് നെയ്ബറിംഗ് കൺട്രീസ് ഉണ്ട്. അവർ നെയ്ബറിംഗ് കൺട്രീസ് പാകിസ്ഥാൻ, ചൈന ഒബ്ജക്ട് ടു ഇന്ത്യ ഇൻക്ലൂഷൻ ഇൻ ദ സെക്യൂരിറ്റി കൗൺസിൽ. സെക്യൂരിറ്റി കൗൺസിൽ ഇന്ത്യയുടെ ആ ഒരു വിരൽ അല്ലെങ്കിൽ ഇന്ത്യയെ കടന്നു വരുന്നത് ഇവർക്ക് എന്താണ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ന്യൂക്ലിയർ പവർ, ദെൻ സിമിലർ ഡിമാൻഡ്. സോ ജർമ്മനിയും ബ്രസീലും ജപ്പാനും സൗത്ത് ആഫ്രിക്കയൊക്കെ സിമിലർ ഡിമാൻഡ് ആയിട്ട് വരും. അതുകൊണ്ട് ഇന്ത്യയെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഇവര് പറയും. ദ UN ഇൻ എ യൂണിപോളാർ വേൾഡില് UN കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാ മക്കളെ പറയുന്നത്? The US become all powerful and dominant with fall of the Soviet Union. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയോടുകൂടെ എല്ലാം ആരുടെ നിയന്ത്രണത്തിലായി മാറി? UN നിയന്ത്രണത്തിലായി മാറി. Among those countries who wanted to respecting of the UN hope that UN can serve as a balancing against the US dominance. എപ്പോഴും ഇവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ബാലൻസ് നിലനിർത്താൻ ശ്രമിച്ചിരുന്നു. Can maintain a dialogue between the rest of the world and US and prevent US from doing whatever it wants. But very often UN failed to control the American hegemony. So UN ഒരിക്കലും അമേരിക്കൻ ഹെജിമണി കൺട്രോൾ ചെയ്യാനൊന്നും ഇവർക്ക് സാധിച്ചതിൽ പരാജയപ്പെട്ടു. കാരണം UN ഏറ്റവും കൂടുതൽ ഫിനാൻഷ്യൽ കോൺട്രിബ്യൂഷൻ നൽകുന്ന ആരാണ്? നമ്മുടെ US ആണ്. അതേപോലെ എക്കണോമിക് സ്ട്രെങ്ത് അമേരിക്കൻ മിലിറ്ററിക്കാണുള്ളത്. ദെൻ അമംഗ് ദ UN സ്റ്റാഫ്, UN സ്റ്റാഫിൽ എല്ലാ മെനി മെമ്പേഴ്സ് എന്താണ്? അവര് അമേരിക്കൻ സിറ്റിസൺ ആണ്. വീറ്റോ പവർ അവർക്കുണ്ട്. അങ്ങനെ ഒരുപാട് പവർ ഉള്ളവർ ഒരിക്കലും UN എന്ത് ചെയ്യുന്നുണ്ടായിരുന്നില്ല, ഈ അമേരിക്കൻ ഹെജിമണിനെ കൺട്രോൾ ചെയ്തത് പരാജയപ്പെട്ട് പോവാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ മക്കളെ, ഇനി യുഎന്റെ റെലവൻസ്, യുണൈറ്റഡ് നാഷന്റെ റെലവൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ interdependence of nations and the growth of technology make UN more relevant. UN ഇപ്പോഴും വളരെ റെലവെന്റ് ആയിട്ടുള്ളതാണ്. കാരണം നമുക്ക് എന്താണ് ഒരു പോപ്പുലേഷൻ, ദെൻ ഗ്ലോബൽ വാർമിംഗ്, എപ്പിഡമിക്സ്, ടെററിസം, മൈഗ്രേഷൻ, ക്ലൈമറ്റ് ചേഞ്ച്, ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ വരുന്ന സമയത്ത് അതൊന്ന് ടാക്കിൾ ചെയ്യാനൊക്കെ ആര് വേണം? UN തന്നെ നമുക്ക് ആശ്രയിക്കണം. അതേപോലെ തന്നെ നമുക്കൊരു കോൺഫ്ലിക്റ്റോ വാറോ നടക്കുന്നതിൽ നമ്മളെ പ്രിവെന്റ് ചെയ്യാനും ആര് വേണം എന്നാ പറയുന്ന മക്കളെ?
നമ്മുടെ UN ഉണ്ടായിരിക്കണം. അപ്പൊ UN സ്റ്റിൽ എന്താണ് വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പൊ നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് നമുക്ക് പോകാം. നമ്മുടെ ചാപ്റ്റർ ഏതാണ്? 16ാമത്തെ ചാപ്റ്റർ ആണ്. സോ 16, 17, 18 ഇനി 3 ചാപ്റ്റർ കൂടി പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞിട്ടോ. ഇപ്പൊ നമ്മൾ എത്ര ചാപ്റ്റേഴ്സ് പഠിച്ചു? 7 ചാപ്റ്റേഴ്സ് കഴിഞ്ഞു. നമ്മൾ 8 ചാപ്റ്റേഴ്സിലാണ്. 8th ചാപ്റ്റേഴ്സിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. റെഡി അല്ലേ മക്കളെ? റെഡി അല്ലേ? ഓക്കെ, തുടങ്ങാം. അതിന് മുന്നേ ഒന്ന് വെള്ളം കുടിച്ച് സെറ്റ് ആയിട്ടുണ്ട്. എന്റെ മക്കളും വെള്ളമൊക്കെ കുടിച്ചൊന്ന് സെറ്റ് ആയിക്കേ. വെള്ളമൊക്കെ കുടിച്ചൊന്ന് സെറ്റ് ആയിക്കേ. മക്കളെ നോക്കടാ, സെക്യൂരിറ്റി ഇൻ ദ കോണ്ടംപററി വേൾഡ്. സെക്യൂരിറ്റി ഇൻ ദ കോണ്ടംപററി വേൾഡ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ചാപ്റ്റർ 16 ആണ്. Security implies freedom from threats. It is one of the main concern of all the country. എല്ലാ കൺട്രിയിലെ മെയിൻ കൺസേൺ എന്ന് പറയുന്നത് സെക്യൂരിറ്റി തന്നെയാണ് അല്ലെ. Only extremely dangerous threats that would endanger cover value need to be considerably threat to security. So ഈ സെക്യൂരിറ്റി ഇൻ ദ കോണ്ടംപററി വേൾഡ് എന്ന് പറയുമ്പോൾ 3 നോട്ട്സ് നമുക്ക് പറയാറുണ്ട്. It can be grounded under the 2 heads. ഒന്ന് ട്രഡീഷണൽ നോഷൻ ഓഫ് സെക്യൂരിറ്റി, ഒന്ന് നോൺ ട്രഡീഷണൽ നോഷൻ ഓഫ് സെക്യൂരിറ്റി. എന്താണ് ഈ ട്രഡീഷണൽ നോഷൻ ഓഫ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു 2 കാറ്റഗറി. അതിന് 2 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എക്സ്റ്റേണൽ കാറ്റഗറി, ഇന്റേണൽ എക്സ്റ്റേണൽ ട്രഡീഷണൽ നോഷൻ ഓഫ് സെക്യൂരിറ്റി, ഇന്റേണൽ ട്രഡീഷണൽ നോഷൻ ഓഫ് സെക്യൂരിറ്റി എന്നാണ് 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എക്സ്റ്റേണലിനെ കുറിച്ച് എന്താ പറയുന്നത്? ഇറ്റ് മീൻസ് മിലിറ്ററി ത്രെറ്റ്സ് ഫ്രം അതർ കൺട്രീസ്. മിലിറ്ററി ത്രെറ്റ്സ് ആണ് എക്സ്റ്റേണൽ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ കോ വാല്യൂ ലൈക്ക് സോവറിറ്റി, ഇൻഡിപെൻഡൻസ് and territorial integrity are thus engaged. During the war, the lives and property of the ordinary citizens are also under threat. നമ്മൾ വാറുന്ന സമയത്ത് എന്താണ് അവരുടെ പ്രോപ്പർട്ടിയും അവരുടെ ജീവനും കാര്യങ്ങളൊക്കെ എന്താണ് ഭീഷണിയിലാണ് അല്ലെ. എ കൺട്രി ക്യാൻ റെസ്പോണ്ട് ടു എ ത്രെറ്റ് ഓഫ് വാർ ഇൻ 3 ways. 3 വേയില് ഒരു കൺട്രിക്ക് ഒരു ത്രെറ്റ് ഉണ്ടാവുന്ന സമയത്ത് എന്ത് ചെയ്യാം? റെസ്പോണ്ട് ചെയ്യാം. ഒന്ന് സറണ്ടർ ചെയ്യാം. രണ്ടാമത്തെ ടു പ്രിവെന്റ് the opponent from attack by raising the cost of war to very high degree. ഒന്ന് നമുക്ക് എന്താ പ്രിവെന്റ് ചെയ്യാം, ഓപ്പോണന്റ് നേരെ നമുക്ക് അറ്റാക്ക് നടത്താം. അല്ലെങ്കിൽ ടു ഡിഫെൻഡ് ഇറ്റ്സെൽഫ് വെൻ വാർ ബ്രേക്ക് ഔട്ട്. അപ്പൊ ഈ 3 രീതിയിൽ ഒരു ത്രെറ്റിനോട് ഒരു കൺട്രിക്ക് എന്താ റെസ്പോണ്ട് ചെയ്യാൻ സാധിക്കും. ട്രഡീഷണൽ സെക്യൂരിറ്റി പോളിസി എന്ന് പറയുമ്പോൾ അതിന് 4 ഫാക്ടേഴ്സ് മക്കളെ വരുന്നുണ്ട്. ഒന്ന് ഡിറ്ററൻസ്, ഒന്ന് ഡിഫൻസ്, ബാലൻസ് ഓഫ് പവർ, അലയൻസ് ബിൽഡിംഗ് ഇന്റേണൽ. അപ്പൊ 4 ട്രഡീഷണൽ സെക്യൂരിറ്റി പോളിസീസ് ആണ് കാണുന്നത്. ആൻഡ് ഇറ്റ് മീൻസ് ത്രെറ്റ് ഫ്രം വിത്ത് ദ കൺട്രി മേജർ ഇന്റേണൽ സെക്യൂരിറ്റി ത്രെറ്റ്. ഒരു കൺട്രിയിൽ നിന്ന് തന്നെ നമുക്ക് ഉണ്ടാവുന്ന എന്താണ് ത്രെറ്റ്സ് ആണ് എന്താ? നാർക്കോട്ടിക്സ് ആൻഡ് ഡ്രഗ്. ഒരു കൺട്രിയുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവുന്ന നമുക്ക് ഭീഷണികളാണ് നാർക്കോട്ടിക് ആൻഡ് ഡ്രഗ്, എത്നിക് വയലൻസ്, റീജിയണലിസം, റിലീജിയസ് ഫണ്ടമെന്റലിസം. ഇതൊക്കെ ഒരു കൺട്രിയിനുള്ളിൽ തന്നെ നമുക്ക് എന്താ പ്രശ്നങ്ങൾ നേരിടുന്നതാണ്. ആൻഡ് ട്രഡീഷണൽ സെക്യൂരിറ്റി ആൻഡ് കോപ്പറേഷൻ നമ്മൾ പറയുന്നത് എന്താ? ദ ഇമ്പോർട്ടന്റ് വേ ടു കോപ്പറേഷൻ ടു മെയിൻറ്റെയിൻ ട്രഡീഷണൽ സെക്യൂരിറ്റി. ട്രഡീഷണൽ സെക്യൂരിറ്റി നമുക്ക് എന്താണ്? അത് കോപ്പറേറ്റ് ചെയ്യാം. മീൻസ് അത് ഒഴിവാക്കാൻ നമുക്ക് കോപ്പറേഷൻ ഇൻ ലിമിറ്റിംഗ് വയലൻസ്. നമുക്കത് കോപ്പറേഷൻ ഒരു ലിമിറ്റിംഗ് വയലൻസിന്റെ കോപ്പറേഷൻ ആവാം, ഡിസാർമെന്റ്, ആം കൺട്രോൾ, കോൺഫിഡൻസ് ബിൽഡിംഗ്. ഇതിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? അത് മെയിൻറ്റെയിൻ ചെയ്തു പോകാം എന്നാണ് പറയുന്നത്. ആൻഡ് നോൺ ട്രഡീഷണൽ നോഷൻ ഓഫ് സെക്യൂരിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഗീവ്സ് ഇമ്പോർട്ടന്റ് ടു ദ സെക്യൂരിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽസ് ഓഫ് കമ്മ്യൂണിറ്റി അതർ ദാൻ ദ സെക്യൂരിറ്റി ഓഫ് ടെറിട്ടറി ആൻഡ് ഗവേണിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇറ്റ്സെൽഫ്. സോ ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്താണ്? ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിക്കോ ആയിരിക്കും. അല്ലാതെ എന്താണ് അതർ ദാൻ ദ ടെറിട്ടറി അല്ലെങ്കിൽ ഗവേണിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനെക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് അതിനായിരിക്കും കൊടുക്കാം. നോൺ ട്രഡീഷണൽ സെക്യൂരിറ്റിനെ നമ്മൾ 2 ഹെഡായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഹ്യൂമൻ സെക്യൂരിറ്റി, ഗ്ലോബൽ സെക്യൂരിറ്റി. ഹ്യൂമൻ സെക്യൂരിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് കൺസേൺ മോർ അബൌട്ട് ദ പ്രൊട്ടക്ഷൻ ഓഫ് ദ പീപ്പിൾ ദാൻ അബൌട്ട് ദ പ്രൊട്ടക്ഷൻ ഓഫ് സ്റ്റേറ്റ്. സോ ഇവിടെ എന്താ? സ്റ്റേറ്റിന്റെ പ്രൊട്ടക്ഷനെക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന അവിടെ ജനങ്ങളുടെ പ്രൊട്ടക്ഷൻ ആണ്.
The primary goal of human security is the protection of individuals. So ഇവിടെ എന്താണ് പ്രൈമറി ആയിട്ടുള്ള നമ്മളെ കൺസേൺ എന്താണ്, അവിടുത്തെ ഇൻഡിവിജ്വൽ ഹ്യൂമൻ സെക്യൂരിറ്റി, ഇൻഡിവിജ്വലിന്റെ പ്രൊട്ടക്ഷൻ ആണ് നമ്മൾ പ്രൈമറി ആയിട്ടുള്ള കൺസേൺ. ഇതാണ് ഹ്യൂമൻ സെക്യൂരിറ്റിയിൽ വരുന്നത്. ഗ്ലോബൽ സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, ഇതിനൊരു കളർ മിസ് കൊടുക്കാം എന്നാൽ നിങ്ങൾക്ക് അത് വേഗം മനസ്സിലാവും കേട്ടോ. ഓക്കെ, ഇതിനൊരു കളർ കൊടുത്തോണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്തു അത് വേഗം മനസ്സിലാവും. ഓക്കെ, ഹ്യൂമൻ സെക്യൂരിറ്റി പറഞ്ഞു. ഈ ഗ്ലോബൽ സെക്യൂരിറ്റി ഒക്കെ ആണെങ്കിൽ നോ കൺട്രി ക്യാൻ അലോൺ റിസോൾവ് ദ പ്രോബ്ലംസ് ലൈക്ക് ഗ്ലോബൽ വാർമിംഗ്. ഒരു കൺട്രിക്ക് മക്കളെ ഒറ്റക്ക് ഇരുന്നിട്ട് ഗ്ലോബൽ വാർമിംഗ്, ഇന്റർനാഷണൽ ടെററിസം, ഹെൽത്ത് എപ്പിഡമിക് ലൈക്ക് എയ്ഡ്സ്, ബേർഡ് ഫ്ലൂ, കൊറോണ വൈറസ്, അതൊന്നും ഒരു കൺട്രിക്ക് ഒറ്റക്കൊന്നും അത് സോൾവ് ചെയ്യാൻ പറ്റില്ല. ദിസ് പ്രോബ്ലം ക്യാൻ ബി സോൾവ് ഓൺലി ബൈ ദ മ്യൂച്വൽ കൊളാബറേഷൻ ഓഫ് ഓൾ ദ നേഷൻ. സോ ഇത് നമുക്ക് സോൾവ് ചെയ്യണമെങ്കിൽ മറ്റുള്ള കൺട്രിയുടെ ഒരു മ്യൂച്വൽ കൊളാബറേഷനിലൂടെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതൊക്കെ സോൾവ് ചെയ്യാൻ സാധിക്കുള്ളൂ. ന്യൂ സോഴ്സ് ഓഫ് ത്രെഡ്സ്, പുതിയ ഒരു ത്രെഡ്സ് ആണ് നമ്മൾ ഫേസ് ചെയ്യുന്നത്. എന്തൊക്കെയാണ്, ടെററിസ്റ്റ് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്, ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് വയലൻസ് നമ്മൾ ഫേസ് ചെയ്യുന്നു, ഗ്ലോബൽ പോവേർട്ടി, മൈഗ്രേഷൻസ്, ഒരുപാട് പേര് മൈഗ്രേറ്റ് ചെയ്ത് വരുന്നുണ്ട്, ഹെൽത്ത് എപ്പിഡമിക്സ്, ഇതൊക്കെ പുതിയ സോഴ്സ് ഓഫ് ത്രെഡ്സ് നമ്മൾ ഫേസ് ചെയ്യുന്നതാണ്. ഇവിടെ നമുക്ക് പറയാനുള്ളത് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മക്കളെ, ന്യൂ സോഴ്സ് ഓഫ് ത്രെഡ് ക്യാൻ ബി സോൾവ് ഓൺലി ത്രൂ ദ ഇന്റർനാഷണൽ കോപ്പറേഷൻ. പുതുതായിട്ട് നമ്മൾ ഫേസ് ചെയ്യുന്ന ത്രെഡ്സ് നമുക്ക് ഒഴിവാക്കണമെങ്കിൽ അവിടെ എന്ത് വേണം, ഇന്റർനാഷണൽ കോപ്പറേഷൻ നിർബന്ധമായി വേണം. ഇറ്റ് മേ ബി ബൈലാറ്ററൽ, റീജിയണൽ, കോണ്ടിനെന്റൽ ഓർ ഗ്ലോബൽ. അത് ബൈലാറ്ററൽ ആവാം, റീജിയണൽ ആവാം, കോണ്ടിനെന്റ് ആവാം, അല്ലെങ്കിൽ ഗ്ലോബൽ ആവാം. It would be depend on the nature of the threat and the willingness and ability of the country to respond. So ആ ത്രെറ്റിന്റെ ആ ഒരു ഭീഷണിയുടെ നാച്ചുറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മൾ ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നു, ഒരു കൺട്രീനെ റെസ്പോണ്ട് ആ ഒരു ത്രെറ്റിന്റെ ഭീഷണി. ഇപ്പം കോവിഡ് നമുക്ക് ഒറ്റയ്ക്ക് ഇന്ത്യക്ക് ഫേസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രശ്നമായിരുന്നു അല്ല, നമ്മളെല്ലാരും ചേർന്നിട്ട് നമ്മളത് ഓവർകം ചെയ്തതാണല്ലേ ആ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പം അതിന്റെ നാച്ചുറൽ അനുസരിച്ചിട്ടുണ്ടായിരിക്കും ബാക്കി കാര്യങ്ങൾ. The UN plays very active role in tackling the new source of threat. അതിന് UN നല്ല ആക്റ്റീവ് റോള് പുതിയ നമുക്ക് വരുന്ന ഈ ഒരു പ്രശ്നങ്ങളും ഭീഷണികളും ത്രെഡ്സും കാര്യങ്ങൾക്ക് ടാക്കിൾ ചെയ്യൽ UN നല്ലൊരു ആക്റ്റീവ് റോള് പ്ലേ ചെയ്യുന്നുണ്ടെന്നാണ് നമുക്ക് അവിടെ പറയുന്നത്. സോ ഇന്ത്യന്റെ സെക്യൂരിറ്റി സ്ട്രാറ്റജി എന്തൊക്കെയാണ് നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് പറയാം. ഇന്ത്യ ഫേസസ് ട്രഡീഷണൽ ആൻഡ് നോൺ ട്രഡീഷണൽ ത്രെറ്റ്. ഇന്ത്യ എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ, to its security from within and outside. ഇന്ത്യയുടെ ഉള്ളിലും പുറത്തുനിന്നും ട്രഡീഷണൽ ആയിട്ടും നോൺ ട്രഡീഷണൽ ആയിട്ടുള്ള ത്രെഡ്സ് ഒക്കെ ഫേസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് സെക്യൂരിറ്റി സ്ട്രാറ്റജി ഹാസ് ഫൗണ്ട് 4 ബ്രോഡ് കോമ്പണന്റ്. ഇന്ത്യയുടെ സെക്യൂരിറ്റി സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ 4 ബ്രോഡ് കോമ്പോണൻസിലാണ് നമ്മൾ നോക്കുന്നത്. ഏതൊക്കെയാണ്? ഒന്ന്, സ്ട്രെങ്തനിങ് ദ മിലിറ്ററി സ്ട്രെങ്തനിങ് ചെയ്യുക. 2, ഇന്റർനാഷണൽ നോംസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ട്രെങ്തനിങ് ചെയ്യുക. 3, സെക്യൂരിറ്റി ചാലഞ്ചസ് ഫ്രം വിത്തിൻ. അവർക്ക് എന്താണ് അവരുടെ ഇടയിൽ സെക്യൂരിറ്റി ബിൽഡ് ചെയ്യുക. ലിഫ്റ്റിംഗ് ദ വാസ്റ്റ് മെജോറിറ്റി ഫ്രം പോവർട്ടി ആൻഡ് ഇൻഇക്വാലിറ്റി. ഇതിലൂടെ അതൊക്കെയാണ് എന്താ ഇന്ത്യയുടെ സെക്യൂരിറ്റി സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അത് ക്ലിയർ ആയില്ലേ? അപ്പൊ മക്കളെ, സെക്യൂരിറ്റി ഇൻ ദ കോണ്ടംപററി വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്റർ അത്രയേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. വെയിറ്റേജ് കുറഞ്ഞൊരു ചാപ്റ്റർ കൂടിയാണ് ഈ ഒരു ചാപ്റ്റർ. പക്ഷെ നമ്മൾ പഠിച്ചിരിക്കണം കേട്ടോ, നമുക്ക് ചോദ്യങ്ങളൊക്കെ വരും അവിടുന്ന്. ഓക്കെ, ക്ലിയർ ആയില്ലേ? സെറ്റ് ആയില്ലേ? അപ്പൊ 8 ചാപ്റ്റേഴ്സ് നമ്മൾ സക്സസ്ഫുള്ളി പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഓൾമോസ്റ്റ് നമ്മളിപ്പോ ആ ഒരു 2 മണിക്കൂർ ആവാൻ പോകുന്നു. 2 മണിക്കൂറുള്ള നമ്മൾ 8 ചാപ്റ്റർ പഠിച്ചില്ലേ? ഇനി ഒരു ഹാഫ് ആൻ അവർ വേണം. ഒരു 50 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് 2 ചാപ്റ്റേഴ്സ് പഠിച്ചെടുത്താലോ? സെറ്റ് അല്ലേ? ചിലപ്പോ 50 മിനിറ്റ്സ് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നോക്കിയിരിക്കും. സെറ്റ് അല്ലേ? ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ എൻവയോൺമെന്റ് ആൻഡ് നാച്ചുറൽ റിസോഴ്സസ് ആണ് അടുത്ത പഠിക്കുന്നത്. മിസ് കുറച്ച് H2O കൺസ്യൂം ചെയ്തോട്ടെ കേട്ടോ. ഓക്കെ, H2O നമ്മളെ വെള്ളത്തിനെ കൊണ്ടാണ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ചാപ്റ്റർ 17, എൻവയോൺമെന്റ് ആൻഡ് നാച്ചുറൽ റിസോഴ്സസ്. മക്കളെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എൻവയോൺമെന്റൽ ഇഷ്യൂസ് നമുക്ക് നോക്കിയാലോ. ഇൻ ദ പ്രീവിയസ് ചാപ്റ്റർ വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് വാർസ് ആൻഡ് ട്രീറ്റീസ്, സ്റ്റേറ്റ് പവേഴ്സ്. ഇതിന്റെ മുന്നത്തെ ചാപ്റ്ററിൽ നമ്മൾ എന്താ വാറിനെ കുറിച്ചിട്ടും ട്രീറ്റിനെ കുറിച്ചിട്ടും സ്റ്റേറ്റിന്റെ പവേഴ്സിനെ കുറിച്ചിട്ടും ഗവൺമെന്റ്, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഒക്കെ നമ്മൾ പഠിച്ചു.
സോ ഈ ചാപ്റ്ററിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എൻവയോൺമെന്റൽ ഇഷ്യൂസ് ആണ്. സോ എൻവയോൺമെന്റ് ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണ്? നമ്മളെ കൾട്ടിവേബിൾ ആയിട്ടുള്ള ലാൻഡിന്റെ ഡിക്ലൈൻ സംഭവിക്കുന്നത്, വാട്ടർ പൊല്യൂട്ട് ആവുന്നത്, ഡീഫോറസ്ട്രേഷൻ സംഭവിക്കുന്നു, കോസ്റ്റൽ ഏരിയാസിൽ പൊല്യൂഷൻ നടക്കുന്നു, ഓസോൺ ഡിപ്ലഷൻ, ഗ്ലോബൽ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, ഇതൊക്കെ നമ്മൾ ഫേസ് ചെയ്യുന്ന എൻവയോൺമെന്റൽ ഇഷ്യൂസ് ആണ് അല്ലെ. സോ കുറച്ച് എൻവയോൺമെന്റൽ പ്രോഗ്രാംസ് നമുക്ക് സെറ്റ് ചെയ്താലോ? Awareness of the environmental consequences of economic growth acquired a political character from 1960 onwards. In 1972, the club of നമ്മൾ 1960 നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഒരുപാട് എൻവയോൺമെന്റൽ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. 1972 ദ ക്ലബ് ഓഫ് റോം പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു പുസ്തകമാണ് ലിമിറ്റ്സ് ടു ഗ്രോത്ത് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ബ്രോട്ട് ഔട്ട് ദ പൊട്ടൻഷ്യൽ ഡിപ്ലഷൻ ഓഫ് ദ എർത്ത് റിസോഴ്സസ്. എർത്ത് റിസോഴ്സസിന്റെ ഒരു പൊട്ടൻഷ്യൽ ഡിപ്ലഷൻ നമുക്ക് അതിൽ കാണാൻ സാധിക്കും. ആൻഡ് ഡ്യൂ ടു ദ റാപ്പിഡ് ഗ്രോത്ത് ഓഫ് വേൾഡ് പോപ്പുലേഷന്റെ റാപ്പിഡ് ഗ്രോത്ത് കാരണം എന്ത് സംഭവിക്കുന്നുണ്ട്? എർത്തിന്റെ റിസോഴ്സസിലൊരു ഡിപ്ലഷൻ സംഭവിക്കുന്നുണ്ട്. ആൻഡ് ഡീറ്റെയിൽ സ്റ്റഡി ഓൺ എൻവയോൺമെന്റ് പ്രോബ്ലംസ് വർ അണ്ടർടേക്കൻ ബൈ വാരിയസ് ഇന്റർനാഷണൽ ഏജൻസീസ് ലൈക്ക് യുണൈറ്റഡ് നാഷണൽ എൻവയോൺമെന്റ് പ്രോഗ്രാംസ് പോലെ ഒരുപാട് ഇന്റർനാഷണൽ ഏജൻസീസ് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള എൻവയോൺമെന്റ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസിനെ കുറിച്ചിട്ട് സ്റ്റഡീസും കാര്യങ്ങളൊക്കെ നടത്തി പോരുന്നുണ്ട്. ആൻഡ് 1992 മക്കളെ എർത്ത് സബ്മിറ്റ് നടക്കുന്നത്. അത് UN കോൺഫറൻസ് ആയിരുന്നു എർത്ത് ആൻഡ് ഡെവലപ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. ബ്രസീലില് 1992 ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ വെച്ചിട്ടാണ് എന്ത് നടക്കുന്നത്? ഈ ഒരു സബ്മിറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അങ്ങനെ എന്ത് സംഭവിക്കുകയാണ്? ഇറ്റ് വാസ് അറ്റൻഡഡ്. അത് എന്ത് പേരിൽ അറിയപ്പെടുന്നു? എർത്ത് സബ്മിറ്റ് എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു. 1,170 കൺട്രീസ് എന്ത് ചെയ്യുന്നു? അതിൽ അറ്റൻഡ് ചെയ്യുന്നു. തൗസൻഡ്സ് ഓഫ് നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷനും മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇത് എന്ത് പേരിൽ അറിയപ്പെടുന്നുണ്ട്? അജണ്ട 21 എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഈ ഒരു റിയോ സബ്മിറ്റ് കെയിം ഔട്ട് അജണ്ട 21 റിഗാർഡിംഗ് ദ ക്ലൈമറ്റ് ചേഞ്ച്, ബയോഡൈവേഴ്സിറ്റി, ഫോറസ്ട്രി റിലേറ്റ് ചെയ്തിട്ടുള്ളതൊക്കെ ആയിരുന്നു. ആൻഡ് ഇറ്റ് വാണ്ട് ദ ട്രഡീഷണൽ എക്കണോമിക് ഗ്രോത്ത് ദാറ്റ് വാസ് നോട്ട് സസ്റ്റൈനബിൾ ഇൻ ദ ലോങ് റൺ. മക്കളെ, നമുക്കൊരു ട്രഡീഷണൽ എക്കണോമിക് ഗ്രോത്ത് വേണമെന്ന് പറഞ്ഞിട്ടാണ്. ആൻഡ് ദ ഗ്ലോബൽ നോർത്ത് റിച്ച് ആൻഡ് ഡെവലപ്ഡ് കൺട്രി ദ ഫോക്കസ്ഡ് ഓൺ ഓസോൺ ഡിപ്ലഷൻ. ഇപ്പം നോർത്ത് അവർ എന്ത് ഫോക്കസ് ചെയ്യണം? അവർ റിച്ച് ആൻഡ് ഡെവലപ്ഡ് കൺട്രീസ് ആണ്. സോ ഓസോൺ ഡിപ്ലഷൻ അവർ ഫോക്കസ് ചെയ്യാം. സൗത്ത് എന്താണ്? പുവർ ആയിട്ടുള്ളതും ഡെവലപ്പിംഗ് ആയിട്ടുള്ള കൺട്രീസ് ആണ്. അവർ കൺസേൺ ചെയ്യേണ്ടത് എക്കണോമിക് ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റ് മാനേജ്മെന്റ് ആണ് അവർ ഫോക്കസ് ചെയ്യേണ്ടത്. ആൻഡ് the Rio Summit came out with the Agenda 21 regarding climate change, biodiversity, forestry. അപ്പൊ ഓരോരുത്തർക്ക് ഓരോ നോക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ദ കോൺസെപ്റ്റ്, നമ്മുടെ നോർത്തുകാരാണെങ്കിൽ അവർ റിച്ച് ആണ്, ഡെവലപ്ഡ് ആണ്. അപ്പൊ അവര് ഓസോൺ ഡിപ്ലഷൻ നോക്കാം. നമ്മൾ സൗത്ത് പുവർ ആണ്, നമ്മൾ ഡെവലപ്പ് ആയിക്കൊണ്ടേയിരിക്കുന്നുള്ളൂ. അപ്പൊ നമ്മൾ എക്കണോമിക് ഡെവലപ്മെന്റും എൻവയോൺമെന്റ് മാനേജ്മെന്റും നോക്കാം. ആൻഡ് ദ കോൺസെപ്റ്റ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് വാസ് ഡിസ്കസ്ഡ് ഇൻ ദ സബ്മിറ്റ്, which is combining economic growth with ecological responsibility. So ഇവിടെ നമുക്ക് എന്താണ്? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന കോൺസെപ്റ്റ് വന്നിരുന്നു. സോ അത് അവിടെ ഡിസ്കസ് ചെയ്തിരുന്നു. അങ്ങനെ അജണ്ട 21 വാസ് ഇൻ ദ ഫേവർ ഓഫ് എക്കണോമിക് ഗ്രോത്ത് ആൻഡ് നോട്ട് ഇക്കോളജിക്കൽ കൺസർവേഷൻ. സോ അജണ്ട 21 എന്ന് പറയുന്നത് എക്കണോമിക് ഗ്രോത്ത് ഫേവർ ചെയ്തിട്ടുള്ളതാണ്, ഒരിക്കലും എന്താ എക്കോളജിക്കൽ കൺസർവേഷൻ അല്ല, നോട്ട് എക്കോളജിക്കൽ കൺസർവേഷൻ. അങ്ങനെ ഗ്ലോബൽ കോമൺസ്, ദ പ്രൊട്ടക്ഷൻ ഓഫ് ഗ്ലോബൽ കോമൺസ് ആണ് മക്കളെ അടുത്ത് നോക്കുന്നത്. കോമൺസ് ആർ ദോസ് റിസോഴ്സസ് വിച്ച് ആർ നോട്ട് ഓൺ ബൈ എനി വൺ ബട്ട് റാദർ ഷെയർഡ് ബൈ കമ്മ്യൂണിറ്റി. മക്കളെ, ഇവിടെ നമ്മൾ ഗ്ലോബൽ കോമൺസ് എന്ന ഒരു വ്യക്തികൾ അല്ല, അത് അതിന്റെ ഓണർ ആയിട്ട് ഒരു വ്യക്തികളെ നമുക്ക് പറയാൻ പറ്റും, ഒരു കൺട്രി ഒന്നും പറയാൻ പറ്റും. പക്ഷെ അത് നമ്മൾ എല്ലാവരും എന്ത് ചെയ്യുന്നു? ഈക്വലി ഷെയർ ചെയ്തെടുക്കുന്നുണ്ട്. ലൈക്ക് നമ്മൾ എന്താണ്? നമ്മുടെ ഔട്ടർ സ്പേസ്, ദെൻ നമ്മളെ ഓഷ്യൻ ഫ്ലോർ, ദെൻ അന്റാർട്ടിക്ക, എർത്തിന്റെ അറ്റ്മോസ്ഫിയർ, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കോമൺ ആയിട്ട് നമ്മൾ എടുക്കുന്നതാണ്. സോ അതിനെന്ത് ചെയ്യേണ്ടത്? നമ്മളത് പ്രൊട്ടക്ട് ചെയ്യുന്ന ഡ്യൂട്ടി എന്താ? എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഡ്യൂട്ടിയാണ്. ഇവിടെയാണ് നമ്മളെ ക്യോട്ടോ പ്രോട്ടോകോളിനെ കുറിച്ച് പറയുന്നത്. പ്രോട്ടോകോളിനെ കുറിച്ച് പറയുന്നത് ക്യോട്ടോ പ്രോട്ടോകോൾ. ഇറ്റ് ഈസ് എ ഇന്റർനാഷണൽ, അതൊരു ഇന്റർനാഷണൽ അഗ്രിമെന്റ് ആയിരുന്നു. ഡെവലപ്ഡ് കൺട്രീസ് ടു കട്ട് ഡൗൺ ദ എമിഷൻ ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്. ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസ്, നമ്മളല്ല, നമ്മൾ ഡെവലപ്പിംഗ് കൺട്രീസ് ആണ് ഇന്ത്യ ഒക്കെ അല്ലെ. അപ്പൊ നമ്മുടെ സൗത്തുകാര് ഡെവലപ്പിംഗ് കൺട്രീസ് ആണ്. ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസ് എന്ത് ചെയ്യാണ്? അവരെ എമിഷൻ, അവരെ ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ എമിഷൻ എന്താ?
കട്ട് ഡൗൺ ചെയ്യാം. ദ പെർ ക്യാപിറ്റ ഇൻ എമിഷൻ ഓർ ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ്. ഇനി നമ്മളെ കാര്യമാണ് ഡെവലപ്പിംഗ് കൺട്രീസ് ഈസ് ലോ. നമ്മള് പെർ ക്യാപിറ്റ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഒരു എന്താണ് ഗ്രീൻ ഹൗസ് ഗ്യാസിന്റെ എമിഷൻ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ലോ ആണ്. ദിസ് കൺട്രി അതിലുള്ള കൺട്രിയാണ്, അങ്ങനെ വരുന്ന കൺട്രിയാണ് ലൈക്ക് ചൈന, ഇന്ത്യ, നമ്മളൊക്കെ അല്ലെ. ആൻഡ് അതർ ഡെവലപ്പിംഗ് നാഷൻസ് ആർ എക്സെപ്റ്റ് ഫ്രം ദ സ്റ്റിപ്പുലേഷൻ ഓഫ് കൊയോട്ട പ്രോട്ടോകോൾ. ആൻഡ് ഇവിടെ നമ്മൾ കോമൺ പ്രോപ്പർട്ടി റിസോഴ്സസിനെ കുറിച്ച് മക്കളെ പഠിക്കുന്നുണ്ട്. എന്താണ് ഈ കോമൺ പ്രോപ്പർട്ടി റിസോഴ്സസ് എന്ന് പറയുന്നത്? എന്താണ് ഈ കോമൺ പ്രോപ്പർട്ടി റിസോഴ്സസ് എന്ന് പറയുന്നത്? നമുക്ക് നോക്കാം അല്ലെ. ഇറ്റ് മീൻസ് പ്രോപ്പർട്ടി കോമൺ ടു ഓൾ. അതായത് എല്ലാവർക്കും ഇവിടെ എന്താണ് പ്രോപ്പർട്ടിയും കാര്യങ്ങളും എല്ലാവർക്കും എന്താണ് തുല്യമായിട്ടുള്ളതും ഈക്വൽ ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. പീപ്പിൾ ഹാവ് ദ റൈറ്റ് അറ്റ് ദ സെയിം ടൈം റെസ്പോൺസിബിലിറ്റി ടു യൂസ് ആൻഡ് പ്രൊട്ടക്ട് ദ കോമൺ പ്രോപ്പർട്ടി. ഇവിടെ എന്താ ആളുകൾക്ക് എന്തുണ്ട് എന്നാണ് പറയുന്നത്? ആളുകൾക്ക് എന്തുണ്ടെന്ന മക്കളെ പറയുന്നത്? പീപ്പിൾ ഹാവ് ദ റൈറ്റ്, ആളുകൾക്ക് അവകാശമുണ്ട്. അറ്റ് ദ സെയിം ടൈം അവർക്ക് എന്ത് റെസ്പോൺസിബിലിറ്റി ഉണ്ട്? ഈ കോമൺ പ്രോപ്പർട്ടി പ്രൊട്ടക്ട് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി കൂടെ ഉണ്ട്. ദേ ആർ ദ റിയൽ കസ്റ്റോഡിയൻ ഓഫ് കോമൺ പ്രോപ്പർട്ടി. അവരാണ് ഈ ഒരു കോമൺ പ്രോപ്പർട്ടിയുടെ റിയൽ കസ്റ്റോഡിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത മക്കളെ നമ്മൾ പറയുന്നത് ഇന്ത്യ സ്റ്റാൻഡ് ഓൺ എൻവയോൺമെന്റൽ ഇഷ്യൂ. ഇന്ത്യ എങ്ങനെയാണ് ഈ ഒരു എൻവയോൺമെന്റൽ ഇഷ്യൂവിന്റെ കൂടെ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയുടെ അപ്രോച്ച് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ നോക്കുന്നത്. ഇന്ത്യ ഹാസ് ഓൾറെഡി ടേക്കൻ വാരിയസ് സ്റ്റെപ്പ്. ഇന്ത്യ ഒരുപാട് ഗ്ലോബൽ വാർമിംഗ് എഗെയിൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ട് ഒരുപാട് ആക്ഷൻസും കാര്യങ്ങളും ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ ഇന്ത്യസ് നാച്ചുറൽ ഓട്ടോ ഫ്യൂൽ പോളിസി ഇൻസിസ്റ്റ് ഓൺ വൺ ക്ലിയറർ ഫ്യൂൽ ഫോർ വെഹിക്കിൾസ്. ആൻഡ് അടുത്ത് നമ്മൾ പറയുകയാണെങ്കിൽ 2003 ഇലക്ട്രിസിറ്റി ആക്ട് കൊണ്ടുവന്നിട്ടുണ്ട്. റിന്യൂവബിൾ എനർജി എൻകറേജ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. അടുത്തത് ഇമ്പോർട്ട് ഓഫ് നാച്ചുറൽ ഗ്യാസ് ആൻഡ് അഡോപ്ഷൻ ഓഫ് ക്ലീൻ കോൾ ടെക്നോളജി. നാച്ചുറൽ ഗ്യാസിന്റെ ഇമ്പോർട്ടും അതേപോലെ തന്നെ കോൾ ടെക്നോളജീസിന്റെ അഡോപ്ഷനും ആണ് അടുത്തത് പറയുന്നത്. ദെൻ പിന്നെ പറയുന്നത് 11 million hectares of land have been set aside for biodiesel production. ബയോഡീസൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് 11 million hectares ലാൻഡ് ചെയ്യുന്നുണ്ട്, മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ത്യൻ എൻവയോൺമെന്റ് ഇഷ്യൂസിൽ എത്രത്തോളം എഫേർട്ട് എടുക്കുന്നതെന്ന് കാണിക്കുന്ന കാര്യങ്ങളാണ് മക്കളെ നമുക്ക് ഇതൊക്കെ അല്ലെ. ഓക്കെ അല്ലേടാ, ക്ലിയർ അല്ലേ? ആൻഡ് എൻവയോൺമെന്റ് മൂവ്മെന്റിലേക്ക് നമ്മൾ പറയുകയാണെങ്കിൽ എൻവയോൺമെന്റ് മൂവ്മെന്റ് ആർ ദ മോസ്റ്റ് വൈബ്രന്റ് പവർഫുൾ അല്ലെ. എൻവയോൺമെന്റ് മൂവ്മെന്റ് എന്ന് പറയുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ഒന്നാണ് അല്ലെ. നമ്മൾ ഗ്ലോബൽ ലെവൽ ഒരുപാട് എൻവയോൺമെന്റ് മൂവ്മെന്റും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കാണാനൊക്കെ സാധിക്കുന്നുണ്ട്. ന്യൂ ഫോംസ് ഓഫ് പൊളിറ്റിക്കൽ ആക്ഷൻ ആർ ബോൺ വിത്തിൻ ദിസ് സോഷ്യൽ മൂവ്മെന്റ്. ഡൈവേഴ്സിറ്റി ഇസ് ദ മെയിൻ ഫീച്ചർ ഓഫ് കണ്ടംപററി എൻവയോൺമെന്റ് മൂവ്മെന്റ്. ഈ ഒരു എൻവയോൺമെന്റ് മൂവ്മെന്റ് പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ എന്നാൽ ഡൈവേഴ്സിറ്റി തന്നെയാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫോറസ്റ്റ് മൂവ്മെന്റ് നടക്കുന്നുണ്ട്, ആന്റി ഡാം മൂവ്മെന്റ്. അപ്പൊ ഒരു മൂവ്മെന്റ് പല രീതിയിലുള്ള മൂവ്മെന്റ് എൻവയോൺമെന്റിന് വേണ്ടിയിട്ടുണ്ട് അല്ലെ. ഫോറസ്റ്റ് മൂവ്മെന്റ്, ആന്റി ഡാം മൂവ്മെന്റ്, പ്രോ റിവർ മൂവ്മെന്റ് ഉണ്ട്. അതേപോലെ മിനറൽ ഇൻഡസ്ട്രീസിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള മൂവ്മെന്റ് ഉണ്ട്. ഇതൊക്കെ നമ്മുടെ എൻവയോൺമെന്റ് നശിപ്പിക്കാൻ വേണ്ടി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെതിരെ അത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് മൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ ഒരു ഡൈവേഴ്സിറ്റി ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ഇവിടെ നടക്കുന്നുണ്ട്, നമ്മുടെ വേൾഡിൽ നടക്കുന്നുണ്ട്. ഇനി മക്കളെ നമ്മൾ പറയുന്നത് ഗ്ലോബൽ സ്ട്രാറ്റജിയിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ കയ്യിലുള്ള നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിസോഴ്സസ് ആണ് ഓയിലും വാട്ടറും. ഓയിൽ എന്ന് പറയുന്നതാണ് the global economy relied on oil for much of the 20th century as a portable and dispensable fuel. The immense wealth associated with the oil generates political struggle to control, and the history of petroleum is also the history of war and struggle. നമുക്ക് ഓയിലാണ്, പെട്രോളിയം അതേപോലെ ഡീസലൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഫ്യൂച്ചറിൽ ഒരു വാർ ഈ ഒരു പെട്രോളിയത്തിന് വേണ്ടിയിട്ട് വരുമോ നമുക്കറിയില്ല. അതിലുള്ള കൺട്രി നമ്മൾ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി വാർ ഉണ്ടാവുമോ നമുക്കറിയില്ല. അത്രത്തോളം ഗ്ലോബൽ സ്ട്രാറ്റജിയിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിസോഴ്സ് ആണ്. അതേപോലെ വാട്ടർ നമ്മൾ എന്താണ് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള റിസോഴ്സ് ആണ്. ഈ 21st സെഞ്ചുറിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വാട്ടർ സ്കാർസിറ്റി, ഫ്രഷ് വാട്ടർ സ്കാർസിറ്റി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വെള്ളത്തിന് വേണ്ടിയിട്ട് നമുക്കൊരു യുദ്ധം നടക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനിയൊരു യുദ്ധം ഉണ്ടെങ്കിൽ എന്താ, വെള്ളത്തിന് വേണ്ടിയിട്ടാന്നൊക്കെ പറയുന്നുണ്ട്. കേട്ടില്ല മക്കളെ? വെള്ളം സർവത്ര വെള്ളം, തുള്ളി കുടിക്കാൻ എത്ര, എല്ലാം നോക്കുമ്പോ വെള്ളമാണ്, പക്ഷെ തുള്ളി കുടിക്കാൻ വെള്ളമില്ല. അതാണ് ഫ്രഷ് വാട്ടറിനെ കുറിച്ച് പറയുന്നത് കേട്ടോ. ഓക്കെ, സെറ്റ് അല്ലേ? അങ്ങനെ നമ്മളെ ഫൈനൽ ചാപ്റ്ററിലേക്ക് വന്നു. ഓക്കെ, അപ്പൊ 2 hours കൊണ്ട്, യെസ് 2 hours ആൻഡ് ഓൾമോസ്റ്റ് ഒരു 10 minutes 6-7 minutes കൂടെ നമ്മൾ
9 ചാപ്റ്റേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു കഴിഞ്ഞു. സോ വിത്തിൻ ഒരു 10 minutes കൊണ്ട് നമുക്ക് എന്താ നമ്മളെ 18ാമത്തെ ഗ്ലോബലൈസേഷൻ എന്നാണ് നമ്മളെ ഫൈനൽ ചാപ്റ്ററോടെ പഠിക്കാൻ. അതോടുകൂടെ നമ്മളെ കംപ്ലീറ്റ് ചാപ്റ്റർ നമ്മൾ റിവിഷൻ ചെയ്ത് കഴിഞ്ഞു. ഇനി മിസ്സിനെ നിങ്ങൾ കാണാം ഈ ഒരു ചാപ്റ്ററിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആയിട്ടായിരിക്കും ഇനി നമ്മൾ എന്ത് ചെയ്യാം മീറ്റ് ചെയ്യാൻ പോവാട്ടോ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഗ്ലോബലൈസേഷൻ നമുക്ക് തുടങ്ങാം. സോ ഗ്ലോബലൈസേഷന്റെ കോൺസെപ്റ്റിലേക്ക് വരുന്ന സമയത്ത് ഇറ്റ് ഈസ് എ ക്ലോസർ ഇന്റഗ്രേഷൻ ഓഫ് കൺട്രീസ് ആൻഡ് പീപ്പിൾ ഓഫ് ദ വേൾഡ് ത്രൂ ഫ്രീ ഫ്ലോ ഓഫ് ദ ഗുഡ്സ്. സോ ഇവിടെ ഒരു ഫ്രീ ഫ്ലോ ആണ് കൺട്രീസ് തമ്മിലുള്ള ഗുഡ്സ്, സർവീസ്, ക്യാപിറ്റൽ, നോളജ്, ഇതിനൊരു ഫ്രീ ഫ്ലോ ആണെന്ന് കാണുന്നത്. പീപ്പിൾ അക്രോസ് ദ നാഷണൽ ബോർഡേഴ്സ്, പല ബോർഡേഴ്സിലെ ആളുകൾ തമ്മിലുള്ള ഒരു ഫ്രീ ഫ്ലോ നമുക്ക് കാണാൻ സാധിക്കും. ഗ്ലോബലൈസേഷൻ ബേസിക്കലി ഡീൽസ് വിത്ത് ദ ഫ്ലോസ്. ഏതൊക്കെയാണ്? ഐഡിയാസ് ഫ്ലോ ഫ്രം വൺ പാർട്ട് ഓഫ് ദ ഗ്ലോബ് ടു അനദർ. ഒരു വേൾഡിൽ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്ത് ഐഡിയ ഫ്ലോ ചെയ്യുന്നു, ക്യാപിറ്റൽ ഫ്ലോ ചെയ്യുന്നു, ആളുകൾ എന്ത് ചെയ്യുന്നു ഒരു കൺട്രിയിൽ നിന്ന് മറ്റൊരു കൺട്രിയിലേക്ക് പോകുന്നു. ദിസ് കോൺസ്റ്റന്റ് ഫ്ലോ ക്രിയേറ്റഡ് എ സസ്റ്റെയിൻ വേൾഡ് വൈഡ് ഇന്റർ കണക്ഷൻ. സോ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട് നമ്മള് വേൾഡ് മൊത്തമായിട്ട് നമ്മളൊരു ഇന്റർ കണക്ഷൻ ബിൽഡ് ചെയ്യാന്നുണ്ട്. ഈ ഒരു ഗ്ലോബലൈസേഷന്റെ കോഴ്സസിലേക്ക് നമ്മൾ വരുമ്പോൾ എന്തൊക്കെ കാരണങ്ങളാണ് ഗ്ലോബലൈസേഷനിൽ വരാൻ കാരണം? നമ്മൾ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്, നമ്മളെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. പണ്ടൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു തപാലിട്ടാൽ, ഏത്തിട്ടാൽ, കത്തിട്ടാൽ എത്ര ദിവസം കഴിഞ്ഞിട്ട് ഇപ്പൊ വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇട്ട ലോകത്തിൽ എവിടെ വേണമെങ്കിലും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ലേ. ആൻഡ് എമർജൻസ് ഓഫ് ഫ്രീ മാർക്കറ്റ്, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് കൊമേഴ്ഷ്യലൈസേഷൻ, ഇതൊക്കെ എന്താണ് ഗ്ലോബലൈസേഷന്റെ കോസസ് ആയിട്ട് നമുക്ക് പറയാം. ഈ ഗ്ലോബലൈസേഷന്റെ കോൺസിക്വൻസസിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഒന്ന് നമുക്ക് ഫസ്റ്റ് പറയാനുള്ളത് പൊളിറ്റിക്കൽ കോൺസിക്വൻസ്. ഇറ്റ് ബാഡ്ലി എഫക്ട് സുവേണിറ്റി ഓഫ് ദ കൺട്രി. ഒരു കൺട്രിന്റെ സുവേണിറ്റിന്റെ പരമാധികാരത്തിന് ബാഡ്ലി എഫക്ട് ചെയ്തിട്ടുണ്ട് ഉള്ള നമുക്ക് പറയാലോ. അതേപോലെ തന്നെ ഒരു നാഷന്റെ വെൽഫെയർ ഫംഗ്ഷന് എഫക്ട് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഓൾസോ എഫക്ട് ചെയ്ത ഡിസിഷൻ മേക്കിംഗ്, അതായത് ഒരു രാജ്യത്തിന്റെ പോളിസി മേക്കിങ്ങിനെ വരെ ഗ്ലോബലൈസേഷൻ എഫക്ട് ചെയ്യുന്നുണ്ട്. Modern technology is helpful for the state to collect more information about their citizens. So, modern technology എന്താണ് ഒരു കൺട്രിയിലെ സിറ്റിസണിനെ കുറിച്ചുള്ള കൂടുതൽ ഇൻഫർമേഷൻ എന്ത് ചെയ്യുന്നത് അവർ കളക്റ്റും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇതാണ് പൊളിറ്റിക്കൽ കോൺസിക്വൻസസ്. എക്കണോമിക് കോൺസിക്വൻസസിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇറ്റ് ഇൻവോൾവ് ഗ്രേറ്റർ ട്രേഡ് അക്രോസ് ദ വേൾഡ്. നമ്മൾ വേൾഡിൽ ഒരു ഗ്രേറ്റർ ട്രേഡ്, ദെൻ ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ ലോസ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ്. നമ്മൾ ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ എന്ത് ചെയ്തു, അതിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ നഷ്ടപ്പെട്ടു. കോട്ടേജ് ഇൻഡസ്ട്രീസ് റീവാനാണ്, ഫോർമേഷൻ ഓഫ് മൾട്ടിനാഷണൽ കമ്പനീസ് ഫോം ചെയ്തു വന്നു, മാർക്കറ്റ്സ് ഒക്കെ സെൻട്രലൈസ് ആവാൻ തുടങ്ങി. ഡിസ്ട്രോയ് ദ എക്കോണമി ഓഫ് ദ തേർഡ് വേൾഡ് കൺട്രി. മൂന്നാം ലോക രാഷ്ട്രത്തിന്റെ എക്കോണമി എന്ത് ചെയ്തിട്ടുണ്ട്, തകർത്തിട്ടുള്ള ഒന്നാണ് എന്ത് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. കൾച്ചറൽ കോൺസിക്വൻസ് എന്ന് പറഞ്ഞാൽ ഒരു കൾച്ചറൽ യൂണിഫോം ലീഡിലേക്ക് ലീഡ് ചെയ്തിട്ടുണ്ട്. യൂണിഫോം കൾച്ചർ ഈസ് എൻ ഇമ്പോസിഷൻ ഓഫ് വെസ്റ്റേൺ കൾച്ചർ. വെസ്റ്റേൺ കൾച്ചറിന്റെ ഒരു ഇമ്പോസിഷൻ ആണ് ഈ ഒരു യൂണിഫോം കൾച്ചർ നമുക്ക് പറയാം. ആൻഡ് യൂണിഫോം കൾച്ചർ ഈസ് എ ത്രെറ്റ് ടു ദ കൾച്ചർ ഓഫ് ദ വേൾഡ്. ഈ യൂണിഫോം കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, വേൾഡ് കൾച്ചറിലെ ഒരു ഭീഷണിയാണ് മക്കളെ. ഗ്ലോബലൈസേഷൻ ഷേപ്പ് അവർ തോട്ട്സ് ആൻഡ് ഡിസയർ. ഗ്ലോബലൈസേഷൻ ആണ് നമ്മൾ എന്ത് ചിന്തിക്കണം, എന്ത് ഡിസയർ ചെയ്യണം. നമ്മളൊരു മാർക്കറ്റിൽ പോയിട്ട്, സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ആ സാധനങ്ങൾ വാങ്ങുമ്പോൾ എന്ത് നമ്മളത് വാങ്ങണം എന്ന് വരെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്. ഓൾറെഡി നമ്മൾ അറിഞ്ഞോ അറിയാതെ ഓരോ സോപ്പ് എന്ന് പറയുമ്പോൾ അത്, മറ്റേന്ന് പറയുമ്പോൾ ഇത്, അപ്പൊ ഓരോന്ന് പറയുമ്പോൾ ഓരോ നമ്മൾ പിക്ക് ചെയ്ത് പോകുന്ന എന്താണ് ഈ ഒരു ഗ്ലോബലൈസേഷന്റെ ഒരു എന്താണ് എഫക്റ്റ് വെച്ചിട്ടാണ് കേട്ടോ. ഓക്കെ, ഇനി ഗ്ലോബലൈസേഷനെ തുടർന്ന് എന്താണ് ഒരുപാട് ക്രിറ്റിസിസം കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഗ്ലോബലൈസേഷൻ നിലനിൽക്കുന്നുണ്ട്. സോ അടുത്ത നമ്മൾ ഇനി നോക്കേണ്ടത് ക്രിറ്റിസിസം എഗെയിൻസ്റ്റ് ഗ്ലോബലൈസേഷൻ. എന്താ മക്കളെ നോക്കേണ്ടത്? ക്രിറ്റിസിസം എഗെയിൻസ്റ്റ് ഗ്ലോബലൈസേഷൻ. ഓക്കെ, എന്തൊക്കെയാണ് ഗ്ലോബലൈസേഷനെതിരെയുള്ള ക്രിറ്റിസിസം? യൂണിഫോം കൾച്ചർ. എന്താണ് ഒരു യൂണിഫോം കൾച്ചർ എന്ത് ചെയ്യുന്നുണ്ട്, ഫോം ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ കോട്ടേജ് ഇൻഡസ്ട്രീസിന് റെയിന്, ദെൻ ഡൊമസ്റ്റിക് പ്രൊഡക്ട്സ് ഡിവാല്യൂഡ് ആയിട്ടുള്ളത്, ട്രഡീഷണൽ കൾച്ചേഴ്സ് അതിന്റെ ഇമ്പോർട്ടൻസ് ലോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ദെൻ പിന്നെ എന്താ പറയുന്നത്, ഫാമേഴ്സ് പെർസൺസ് ആർ ട്രൂ വിക്ടിം. ഗ്ലോബലൈസേഷന് ട്രൂ വിക്ടിം ആയിരുന്നു ആര് മക്കളെ? നമ്മുടെ ഫാമേഴ്സും പെസൻസും അതേപോലെ വെസ്റ്റേണൈസേഷൻ ഒക്കെ ഈ ഒരു ഗ്ലോബലൈസേഷന് എതിരായിട്ടുള്ള ക്രിറ്റിസിസം ആണ് കേട്ടോ. ഇനി ഇന്ത്യയും ഗ്ലോബലൈസേഷനും തമ്മിലുള്ള ഒരു ബന്ധം നമ്മൾ നോക്കുകയാണെങ്കിൽ, കൊളോണിയൽ കാലഘട്ടത്തിലെ ഇന്ത്യ ബിക്കം എൻ എക്സ്പോർട്ടർ ഓഫ് പ്രൈമറി ഗുഡ്സ്. പണ്ട് കാലത്തെ നമ്മൾ എന്തായിരുന്നു, ഒരുപാട് ഗുഡ്സിന്റെ എക്സ്പോർട്ടർ ആയിരുന്നു നമ്മൾ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആൻഡ്
കൺസ്യൂമർ ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് കൺസ്യൂം ചെയ്യുന്ന നമ്മൾ ഇവിടുന്ന് എല്ലാ കാര്യങ്ങളും കൊണ്ടുപോയിട്ട് അവരെന്ത് ചെയ്യുന്നു, ഗുഡ്സ് ഉണ്ടാക്കി നമ്മളിലേക്ക് തിരിച്ചെത്തുന്നു. ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് വി ബിഗാൻ ടു റിലേ ഓൺ അവർ സെൽഫ് ഫോർ മാനുഫാക്ചറിങ് കൺസ്യൂമർ ഗുഡ്സ്. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, കൺസ്യൂമർ ഗുഡ്സ് നമ്മൾ മാനുഫാക്ചർ ചെയ്യാൻ തുടങ്ങി സ്വാതന്ത്ര്യത്തിന് ശേഷം. വി ഡിഡ് നോട്ട് എൻകറേജ് ഇമ്പോർട്ട് സോ ദാറ്റ് അവർ ഓൺ producers could turn to new methods of manufacturing. This is way of protecting our industries called protectionism. Protectionism caused slow economic growth in India. ഇന്ത്യക്ക് മക്കളെ ഒരു പ്രൊട്ടക്ഷനിസം കാരണം എന്താണ്, ഒരു സ്ലോ ഗ്രോത്ത് ആണ്, സ്ലോ എക്കണോമിക് ഗ്രോത്ത് ആണ് ഉണ്ടാകുന്നത്. പക്ഷെ അത് നല്ലതാ, കാരണം നമ്മളിവിടുന്ന് എല്ലാ റോ മെറ്റീരിയലും കൊണ്ടുപോയി അവിടുന്ന് ഉണ്ടാക്കിയിട്ട് ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ട് നമ്മളിവിടുത്തെ നമ്മൾ വാങ്ങുന്ന സമയത്ത് ഒരു കാലത്ത് നമ്മൾ ബ്രിട്ടീഷുകാരുടെ ഒരു ആധിപത്യം നമ്മൾ ഫേസ് ചെയ്ത. അപ്പൊ വീണ്ടും അങ്ങനെ പോകാതിരിക്കണമെങ്കിൽ ഇന്ത്യക്ക് കുറച്ചൊക്കെ സ്ലോ ഗ്രോത്ത് ആണെങ്കിലും അവിടെ എന്താ ഒരു പ്രൊട്ടക്ഷനിസം നിലനിൽക്കുന്നതാണ്. മെല്ലെ മെല്ലെ ഗ്രോത്ത് ഉണ്ടായാലും അടമുടനം നമ്മളെ ബ്രിട്ടീഷേഴ്സ് ഫോറിനേഴ്സ് നമ്മളെ കൊണ്ടുപോകുന്നതിനേക്കാൾ എത്ര നല്ലതാണ് മെല്ലെ മെല്ലെ ഗ്രോത്ത് ഉണ്ടാകും. എല്ലാം നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോയ 2-3 കൊല്ലത്തിനടുത്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ എല്ലാം അവര് കാലിയാക്കി പോകും. അതിന് നല്ലത് നമ്മൾ ചിലപ്പോൾ ഒരു 4 അല്ലെങ്കിൽ 5, 6 കൊല്ലം എടുത്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഗ്രോപ്പ് നമുക്ക് കിട്ടാറ്. പക്ഷെ അതെന്ത് ചെയ്യും, ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഗ്രോപ്പ് ആയിരിക്കും. അതായിരിക്കും എപ്പോഴും നല്ലത്. അതേപോലെ തന്നെ ഹെൽത്ത്, ഹൗസിംഗ് ആൻഡ് പ്രൈമറി എഡ്യൂക്കേഷൻ വേർ നെഗ്ലക്റ്റഡ്. ഗ്ലോബലൈസേഷനെയാണ് പറയുന്നത്. To speed up our economic growth, our government adopted new economic policy in ഈ ഒരു എക്കണോമിക് ഗ്രോത്ത് ഇങ്ങനെ സ്പീഡപ്പ് ആവുന്നതിനെ തുടർന്ന് നമ്മളെ ഗവൺമെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്, 1991 പുതിയൊരു എക്കണോമിക് പോളിസി എന്ത് ചെയ്തിട്ടുണ്ട്, അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഇൻക്ലൂഡ് ആവുന്നതാണ് ഗ്ലോബലൈസേഷൻ, ലിബറലൈസേഷൻ ആൻഡ് പ്രൈവറ്റൈസേഷൻ എന്ന് പറഞ്ഞ കാര്യം. ഓക്കെ, ഇത് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന മക്കളെ ലീസ്റ്റ് ഇമ്പോർട്ടൻസ് ചാപ്റ്റർ. ലീസ്റ്റ് ഇമ്പോർട്ടൻസ് എന്ന് പഠിക്കാനില്ല എന്നല്ല, ചെറിയ ഒരു 2 മാർക്കിന്റെ 2-3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ഒരു പാഠഭാഗം നിങ്ങൾക്ക് വരുള്ളൂ. അത്ര ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഈ ഗ്ലോബലൈസേഷൻ പഠിച്ചാൽ അതിൽ കൂടുതലൊന്നും പഠിക്കണം. ഈ ചെറിയ മിനിറ്റ് കൊണ്ട് ഈ പാഠം തീർന്നോണ്ടിരിക്കണം. അത്രേ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പം നമ്മള് ഇന്ന് 10 ചാപ്റ്റേഴ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സോ ഒരു 2 hours കൊണ്ട് 2 മണിക്കൂറും ഓൾമോസ്റ്റ് ഒരു 2 മണിക്കൂറും ഒരു 2 മണിക്കൂറും 13 മിനിറ്റോട് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ 10 ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞു. പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ 8 ചാപ്റ്റേഴ്സ് പഠിച്ചു. സോ നമ്മൾ 18 ചാപ്റ്റർ ആണ് നമുക്ക് പൊളിറ്റിക്കൽ സയൻസിൽ പരീക്ഷയ്ക്ക് പഠിക്കാൻ. 18 നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് റിവിഷൻ ചെയ്തു കഴിഞ്ഞു. ഈ നോട്ട്സ് നിങ്ങൾക്ക് മക്കളെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഉണ്ടാവും, അത് നോക്കി കൃത്യമായിട്ട് പഠിച്ചു പോവുക. അതിനുശേഷം ഇനി നമ്മൾ മീറ്റ് ചെയ്യുക ഈ ചാപ്റ്ററിൽ, അതായത് നമ്മൾ പൊളിറ്റിക്കൽ സയൻസിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ആയിട്ടായിരിക്കും. അപ്പൊ നമുക്ക് അത് അടിപൊളിയായിട്ട് പഠിക്കണം. ഇപ്പൊ മക്കൾ നിന്നതുപോലെ തന്നെ ആ ലൈവിൽ മിസ്സിന്റെ കൂടെ ഉണ്ടാവണം. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, ക്ലാസ് ഉണ്ടെന്നുള്ള കാര്യം അവർക്ക് ഇൻഫോം ചെയ്യുക. അപ്പൊ ഇന്നത്തെ ലൈവ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ക്ലാസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.